Hi students, NEET 2023 റാങ്ക് ബൂസ്റ്റർ ടെസ്റ്റ് സീരീസ് അതിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇ ലേണിംഗ് ആപ്പിൽ ഷെയർ ചെയ്തിരുന്നു. എല്ലാവരും എക്സാംസ് എല്ലാം നല്ല രീതിയിൽ എഴുതി. അപ്പോൾ ഇന്ന് ഉച്ചവരെ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു അത് സബ്മിറ്റ് ചെയ്യാൻ. എല്ലാവരും നല്ല രീതിയിൽ ആൻസർ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഫിസിക്സ് പേപ്പറാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സ് കമ്പാരിറ്റീവ്ലി ഒരു ഈസി പേപ്പർ ആയിരുന്നു ഇന്നത്തേത്. കൂടുതലും തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു നീറ്റ് ലെവലിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു നമ്മൾ പ്രോബ്ലംസ് ലെവലിൽ നിന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു ഫസ്റ്റ് ലെവൽ ഓഫ് അനാലിസിസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാ സ്റ്റുഡൻസിനും ഫുള്ള് സ്കോർ ചെയ്യാൻ. എല്ലാവരും എന്നത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് പറയുന്നത്. അത് നടക്കില്ല എന്നറിയാം. എങ്കിലും ഇത് എഴുതി എല്ലാവർക്കും ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പേപ്പറായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോകും. കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ലോയിൽ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നീറ്റ് 2023 റാങ്ക് ബൂസ്റ്റർ ടെസ്റ്റ് സീരീസിൻ്റെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് പലർക്കും അത് അറിയാവുന്നതാണ്. നിങ്ങൾ പലരും അതിൽ ഓൾറെഡി മെമ്പറാണ്. അപ്പോൾ മെമ്പേഴ്സ് അല്ലാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ നീറ്റ് 2023 സംബന്ധിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസും അതിൻ്റെ അപ്ഡേറ്റ്സും പിന്നെ ഈ റാങ്ക് ബൂസ്റ്റർ ടെസ്റ്റ് സീരീസിൻ്റെ പുതിയ അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് അതിൽ വിത്തൗട്ട് എനി ഡിലേ റിസീവ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് കം ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A radioactive isotope X with a half-life 10⁻⁹ അത് Y ആയിട്ട് ഡീകേ ചെയ്യുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മൾ നോക്കിയപ്പം എക്സിൻ്റെയും വൈയുടെ റേഷ്യോ 1:15 ആണ്. എക്സിൻ്റെയും വൈയുടെ റേഷ്യോ 1:15 ആണ്. അപ്പം എക്സ് വൈ റേഷ്യോ 1:15 1. അപ്പോൾ എക്സ് ഈസ് ടു വൈ ഈസ് ഈക്വൽ ടു 1:15 ആണ്. 1:15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തം 16 പാർട്സ് ഉണ്ട്. അപ്പോൾ എക്സ് 16 പാർട്സിൻ്റെ 1 മാത്രമേ എക്സ് ഇപ്പോൾ റിമൈനിങ് ഉള്ളൂ. 16 പാർട്സ് ഉള്ളതിൽ 1 പാർട്ട് മാത്രമേ ഇപ്പോൾ എക്സ് റിമൈൻ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് 16 8 ആയി, ഒരു ഹാഫ് ലൈഫ് 8 4 ആയി, രണ്ടാമത്തെ ഹാഫ് ലൈഫ് 4 2 ആയി, മൂന്നാമത്തെ ഹാഫ് ലൈഫ് 2 1 ആയി, നാലാമത്തെ ഹാഫ് ലൈഫ് സോ 1 2 3 4 4 ഹാഫ് ലൈഫ്. ഒരു ഹാഫ് ലൈഫ് 10⁻⁹ ആണ്. അപ്പോൾ 4 ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ 4 × 10⁻⁹ ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ 1. ഓക്കെ, പ്രൊസീഡിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം യൂണിറ്റ്സ് ഡയമെൻഷൻസ് എറേഴ്സ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എ. അപ്പോൾ അതിൻ്റെ എററാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എറർ അറിയാം. ∆A/A ഈസ് ഈക്വൽ ടു എയുടെ പവർ 2 ആണ്. സോ 2 × ∆A/A സ്മോൾ ലെറ്റർ എ. അതിൽ എറർ വന്നിരിക്കുന്നത് 1% ആണ്. സോ ഇൻറ്റു 1 പ്ലസ് ബിയുടെ പവർ 3 ആണ്. സോ 3 × ∆B/B. ബിയുടെ എറർ വന്നിരിക്കുന്നത് 3% ആണ്. ഇൻറ്റു 3 പ്ലസ് സിയുടെ പവർ 1 ആണ്. സോ 1 × സിക്ക് വന്നിരിക്കുന്ന എറർ 2% ആണ്. 2 പ്ലസ് ലാസ്റ്റ് ക്വാണ്ടിറ്റി ഡി റൂട്ട് ഡി ആണ്. അപ്പോൾ ഡിയുടെ പവർ 1/2 വരും. സോ 1/2 × ∆D/D 2% ആണ് ഡിയിൽ വന്നിരിക്കുന്ന എറർ. സോ ദാറ്റ് ഈസ് ഇൻറ്റു 2. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ 2 പ്ലസ് 3 × 3 9 പ്ലസ് 2 പ്ലസ് ഇത് കട്ട് ചെയ്യാം 1 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 14% വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 14% ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 2 ഓപ്ഷൻ 4. ഓക്കെ, പ്രൊസീഡിംഗ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. വെർനിയർ കാലിപ്പർ. ഈ പേര് കണ്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു വെർനിയർ കാലിപ്പർ, ആ വെർനിയർ സ്കെയിലിലെ 25 ഡിവിഷൻസ് മെയിൻ സ്കെയിലിലെ 24 ഡിവിഷൻസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. വെർനിയർ സ്കെയിലിലെ 25 ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ VSD വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ഈസ് ഈക്വൽ ടു 24 ഡിവിഷൻസ് ഓൺ മെയിൻ സ്കെയിൽ. അപ്പോൾ MSD എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ ഡിവിഷൻസ്. സോ ദെയർഫോർ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 24/25 മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. ഇനി ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്.
So therefore 1 vernier scale division is equal to 24 by 25. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 millimeter ആണ്. സോ അത്രയും മില്ലിമീറ്റർ. അതാണ് ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ. ചോദ്യം ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ആണ്. ലീസ്റ്റ് കൗണ്ട് മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ. അതാണ് ലീസ്റ്റ് കൗണ്ട്. സോ ദെയർഫോർ ലീസ്റ്റ് കൗണ്ട് ഈസ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ 1 millimeter ആണ്, മൈനസ് ഒരു വെർണിയർ സ്കെയിൽ ഡിവിഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 24 by 25. അത്രയും മില്ലിമീറ്റർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും മക്കളെ? 25 minus 24 1. സോ 1 by 25 millimeter. അതാണ് അവർ തന്നിരിക്കുന്ന ഈ വെർണിയർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് 0.04 millimeter വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 3 ഓപ്ഷൻ 1. നെക്സ്റ്റ് ഒരു ഗേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഗേറ്റിൻ്റെ റിയലൈസേഷൻ ആണ്. സോ എ ബി. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഞാൻ സി എന്ന് ഡി എന്ന് മാർക്ക് ചെയ്യുകയാണ്. സോ ജസ്റ്റ് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എ ബി സി ഡി, ഔട്ട്പുട്ട് വൈ. സോ എ ബി 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ ഈ സിയും ഡി എന്ന് പറഞ്ഞാൽ നോട്ടാണ്. അപ്പം നോട്ട് കിട്ടും. സോ 0 0 എന്ന് പറഞ്ഞാൽ അത് 1 1 ആവും. 0 1 എന്ന് പറഞ്ഞാൽ അത് 1 0 ആവും. 1 0 0 1 ആവും. 1 1 0 0 ആവും. ഓക്കെ, ഇനി ഇത് നമ്മളൊരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 1 1 ആൻഡ് ഗേറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഔട്ട്പുട്ട് 1 ആണ്. പക്ഷേ ഇത് നാൻഡ് ഗേറ്റാണ്. സോ ഔട്ട്പുട്ട് ഈസ് 0. 1 0 ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് 0 ആണ്. പക്ഷേ ഇത് നാൻഡ് ആയതുകൊണ്ട് 1 വരും. സെയിം കോമ്പിനേഷൻ 1. 0 0 ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് 0 ആണ്. പക്ഷേ നാൻഡ് ആയതുകൊണ്ട് 1 വരും. ഇനി ഒന്ന് നോക്കിക്കേ മക്കളെ. 0 0 ഇൻപുട്ട്, ഔട്ട്പുട്ട് 0. 0 1 1 1 0 1 1 1 1. അതായത് ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഹൈ വരുന്നുണ്ട്. അത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് ഓർ ഗേറ്റ് ആണ്, ഓപ്ഷൻ 3. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൂലിയൻ ആൾജിബ്ര വെച്ച് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നീറ്റ് എൻട്രൻസിനൊക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അത് ഏതുറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പെട്ടെന്ന് പറയുന്നൊരു ഉത്തരമാണ്. പറയാൻ പറ്റണം. ഇതൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു ഗതികേട് എക്സാം ഹോളിൽ വരരുത്. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം ഇതാണ്. ആൽഫ ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ടി. എനിവേ ഞാനതൊന്ന് സോൾവ് ചെയ്ത് തരാം. ദാറ്റ് ഈസ്, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നല്ല നമ്മളൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുക. ഞാനൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുന്നു. ഇതിൽ ഇത് വെലോസിറ്റി, ഇത് ടൈം, വെലോസിറ്റി ടൈം. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു T1 സെക്കൻഡ്സ് ആക്സിലറേറ്റ് ചെയ്തു, എന്നിട്ട് മാക്സിമം വെലോസിറ്റി V അറ്റൈൻ ചെയ്തു. അടുത്ത ഒരു T2 ടൈം ഇൻ്റർവെല് ഡീസലറേറ്റ് ചെയ്ത് വീണ്ടും 0-ലെത്തി. അപ്പം ഈ ആക്സിലറേറ്റ് ചെയ്യും. നമുക്ക് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ ആൽഫയാണെന്നാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആൽഫ ഈസ് ഈക്വൽ ടു V ബൈ T1. അതേപോലെ ഈ പാർട്ട് അതിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ബീറ്റ, കാരണം ഡീസിലറേഷൻ ഈസ് ഈക്വൽ ടു V ബൈ T2 എന്ന് വരും. സോ അതിൽ നിന്ന് അപ്പം നമുക്ക് ടോട്ടൽ ടൈം ഓഫ് ജേർണി T ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ ടൈം ഓഫ് ജേർണി T ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2. സോ T ഈസ് ഈക്വൽ ടു T1 എന്ന് പറഞ്ഞാൽ മക്കളെ V ബൈ ആൽഫ അല്ലേ, T2 എന്ന് പറഞ്ഞാൽ V ബൈ ബീറ്റ അല്ലേ. V കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ, ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ. അപ്പം മാക്സിമം വെലോസിറ്റി V എന്ത് വരും മക്കളെ? ആൽഫ ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ടി. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇനി ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. ഇതൊക്കെ നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പം ഫണ്ടമെൻ്റലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ് കേട്ടോ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 1. പ്രൊസീഡിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cross B is equal to C. Then which of the following statements is wrong? A cross B equal to Z ആണെങ്കിൽ നമുക്കറിയാം C is perpendicular to A, C is perpendicular to B. ഓക്കെ, ഇനി ഇതിൽ
ഈ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യും. വെക്ടർ എയും വെക്ടർ ബിയും, ആ രണ്ട് വെക്ടേഴ്സും കൂടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യും. ആ പ്ലെയിൻ തന്നെയാണ് എ പ്ലസ് ബി വരുന്നത്. എയും ബിയും കൂടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യും. ആ പ്ലെയിനിൽ തന്നെയാണ് ആര് വരുന്നത്, ഇതിന്റെ റിസൾട്ടന്റ്, അതായത് എ പ്ലസ് ബി വരുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? എ ക്രോസ് ബി ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ സി എയും ബിയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് സി. എയും ബിയും കൂടെ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യും, ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് സി. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എ ക്രോസ് ബിയും സിയും പെർപെൻഡിക്കുലർ ആണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ശരിയാന്ന് തോന്നുമെങ്കിലും അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ വെച്ചാൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? അത് സി അല്ലേ? അപ്പൊ സി പെർപെൻഡിക്കുലർ ടു സി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സി പെർപെൻഡിക്കുലർ, സി വാട്ട് ഈസ് എ ക്രോസ് ബി? അത് സി അല്ലേ? സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ സി പെർപെൻഡിക്കുലർ ടു സി എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഓക്കെ, സോ നമുക്ക് റോങ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് 4 ആണ്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 4. ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 7. A galvanometer has a resistance of 400 ohm and it deflects full scale for current 0.2 milliampere. അപ്പോൾ galvanometer resistance അത് ഞാൻ G എന്ന് എടുക്കുകയാണ്. That is 400 and full scale deflection അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ IG എന്നാണ് എടുക്കാറ്. That is equal to 0.2 milliampere. 0.2 into 10 raised to -3 ampere. എത്ര ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യണം സോ ദാറ്റ് ടോട്ടൽ കറണ്ട് ഒരു 3 ആംപിയർ മെഷർ ചെയ്യാൻ, ടോട്ടൽ കറണ്ട് 3 ആംപിയർ മെഷർ ചെയ്യാൻ വേണ്ടി എത്ര ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാൽവനോമീറ്റർ G, അതിൽ കൂടെ പാസ് ചെയ്യാവുന്ന മാക്സിമം കറണ്ട് IG, നമ്മളൊരു ഷണ്ട് റെസിസ്റ്റൻസ് കൊടുത്തു, ദാറ്റ് ഈസ് എസ്. ടോട്ടൽ കറണ്ട് I നമുക്ക് ഈ കോമ്പിനേഷനിൽ കൂടി ഈ സിസ്റ്റത്തിൽ കൂടി പാസ് ചെയ്യണം. അപ്പോൾ IG ഇതുവഴി പോകും, ബാക്കി I മൈനസ് IG ഷണ്ടിൽ കൂടി പോകണം. ഈ ഷണ്ടും ഗാൽവനോമീറ്ററും പാരലൽ ആണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് IG ഇൻറ്റു G ഈസ് ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു എസ്. ചോദ്യം ഷണ്ട് റെസിസ്റ്റൻസ് എത്ര വേണം എന്നാണ്. ഷണ്ട് റെസിസ്റ്റൻസ് എസ് ഈസ് ഈക്വൽ ടു IgG ബൈ I മൈനസ് IG. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കോമൺ സെൻസൂടെ ഒക്കെ കാണിക്കണം. അല്ലെങ്കിൽ എക്സാം ഹോളിൽ വെറുതെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ സമയമെല്ലാം കളയും. സോ ഷണ്ട് റെസിസ്റ്റൻസ് എസ് ഈസ് ഈക്വൽ ടു IG ഓൾറെഡി നമുക്കറിയാം 0.2 ഇൻറ്റു 10 raised to -3 ഓക്കെ ഇൻറ്റു G 400 ആണ് ബൈ I മൈനസ് IG. I 3 ആംപിയർ ആണ്. 3 മൈനസ് ഇവിടെയാണ് നമ്മൾ കോമൺ സെൻസ് കാണിക്കേണ്ടത്. 0.2 ഇൻറ്റു 10 raised to -3 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നമ്പറാണ്. 0.0002. ഇറ്റ്സ് എ വെരി സ്മോൾ നമ്പർ. അപ്പോൾ 3യിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യാണ്. അത് ഓൾമോസ്റ്റ് 3 തന്നെ അല്ലേ? അത് സബ്ട്രാക്ട് ചെയ്തു എന്നും പറഞ്ഞ് പ്രത്യേകിച്ച് യാതൊരുവിധ വ്യത്യാസവും വരാൻ പോകുന്നില്ല. സോ അത് 3 ആയിട്ട് തന്നെ അങ്ങ് എടുക്കുക. ഓക്കെ, നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു 400. അപ്പം 4 ഇൻറ്റു 0.2 0.8 വരും ബൈ 3 ഇൻറ്റു 2 സീറോസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇൻറ്റു 10 raised to -1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.027 ഓം വരും. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം. അതായത് നമ്മൾ ചുമ്മാ ജസ്റ്റ് മനസ്സിലൊന്ന് നോക്കിയാൽ മതി. 80/3 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം 81/3 27 ആണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ആ റേഞ്ചിലുള്ള ഒരു ആൻസർ വരും. അവിടെ നിന്ന് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. സോ 7 ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 പ്രൊജക്ടൈൽസ് പ്രൊജക്ട് ചെയ്തു, സെയിം വെലോസിറ്റി ആണ്. ഒരാളെ 30 ഡിഗ്രിയിലും മറ്റേ 60 ഡിഗ്രിയിലും. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? H ഈസ് ഈക്വൽ ടു U സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2G. ഇവിടെ U സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർക്കും Gയും സെയിം ആണ്. സോ therefore H പ്രൊപ്പോർഷണൽ ടു സൈൻ സ്ക്വയർ തീറ്റ. സോ H1 ബൈ H2 ഈസ് ഈക്വൽ ടു ആദ്യത്തെ ആൾ 30 ഡിഗ്രി, സൈൻ 30യുടെ സ്ക്വയർ, സൈൻ 30 1/2 സ്ക്വയർ ചെയ്താൽ 1/4 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ആൾ 60, സൈൻ 60 സൈൻ 60 എത്ര? √3/2 സ്ക്വയർ ചെയ്താൽ 3/4. സോ 1/4 ക്യാൻസൽ ആയിട്ട് നമുക്ക് ആൻസർ എന്ത് വരും? 1/3. ദാറ്റ് ഈസ് 1:3. ഓപ്ഷൻ 2. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്. ഇഫ് ദ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഈസ് ഡബിൾഡ്, ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ്. നോർമൽ റിയാക്ഷൻ ഡബിൾ ചെയ്താൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡബിൾ ആവും. പക്ഷേ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ആ കോണ്ടാക്റ്റിലിരിക്കുന്ന സർഫസുകളുടെ
നേച്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. നോർമൽ റിയാക്ഷൻ മാറ്റിയാൽ അത് മാറില്ല. സോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് നോട്ട് ചേഞ്ച്ഡ്. ഓപ്ഷൻ 3. Coming to next question. A body of mass 60 kg is dragged with just enough force. Okay, ഒരു 60 kg ഉള്ള ഒരു ബോഡി ജസ്റ്റ് എനഫ് ഫോഴ്സ്. അപ്പം എം മാസ് ഉള്ളൊരു ബോഡി. അപ്പോൾ ഇത് മൂവ് ചെയ്യാൻ ആവശ്യമായ മിനിമം ഫോഴ്സ് നമ്മൾ കൊടുത്തത്, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഫ് എസ് മാക്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. എഫ് എസ് മാക്സ് നമുക്കറിയാം മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യന്റ് 0.5 ആണ്. ഇൻറ്റു നോർമൽ റിയാക്ഷൻ 60 kg ആണ്. നോർമൽ റിയാക്ഷൻ 600 വരും. 600. So that is equal to 60 into 5, that is 300 Newton. അപ്പോൾ 300 Newton ഫോഴ്സിലാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ വലിക്കുന്നത്. ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പം ഫ്രിക്ഷൻ കൈനറ്റിക് ആവും. ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ ഫ്രിക്ഷൻ കൈനറ്റിക് ആവും. കൈനറ്റിക് ഫ്രിക്ഷൻ മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ, മ്യൂ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, that is 0.4 ഇൻറ്റു നോർമൽ റിയാക്ഷൻ 600, that is 240 Newton വരും. ഇനി ക്വസ്റ്റ്യൻ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. 60 kg ഉള്ളൊരു ഒബ്ജക്റ്റ്, ഇത് ഒന്ന് മൂവ് ചെയ്യാൻ ആവശ്യമായ മിനിമം ഫോഴ്സ് നമ്മൾ കൊടുത്തു. ഹൊറിസോണ്ടൽ സർഫസിൽ ആ മിനിമം ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 Newton. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമ്മൾ ഈ ഫോഴ്സ് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒബ്ജക്റ്റിൽ. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, അത് 240 Newton ആണ്. അപ്പോൾ ഒബ്ജക്റ്റിന് ഒരു ആക്സലറേഷൻ വരും. സോ ആക്സലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് 300 minus 240 by mass, that is equal to 1 meter per second square. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് മനസ്സിലാവുന്നത്, ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ എടുക്കുമ്പം ജി അവർ 9.8 ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ 1നോട് വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ആൻസർ നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 10, ഓപ്ഷൻ 1. ഓക്കെ, പ്രൊസീഡിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. The ratio of weight of man in a stationary lift. Stationary liftൽ ഒരാളുടെ വെയിറ്റ് എന്താ? mg ആണ്. Divided by in a lift accelerating downwards. ലിഫ്റ്റ് താഴെ ആക്സലറേറ്റ് ചെയ്താൽ അതെന്താവും? m ഇൻറ്റു g മൈനസ് എ ആവും. ആ റേഷ്യോ 3/2 ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആക്സലറേഷൻ ഓഫ് ദ ലിഫ്റ്റ്? m നമുക്കിവിടെ കട്ട് ചെയ്യാം. എ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2g is equal to 3g minus 3a. So therefore 3a is equal to g, a is equal to g by 3. That is option 1. Question number 11, option 1. Clear? Simple questions alle. We are proceeding to the next question. A ball falls from rest from height h. Or h height in the object fall ചെയ്യുന്നു. ഓക്കെ, എച്ച് ഹൈറ്റിൽ നിന്നാണ് അത് ഫോളോ ചെയ്യുന്നത്. എച്ച് ഹൈറ്റ്, അപ്പോൾ താഴെ വന്ന് ഇടിക്കുന്ന വെലോസിറ്റി √2gh ആയിരിക്കും. പക്ഷെ തിരിച്ച് അത് h/4 ഹൈറ്റിലോട്ടാണ് റീബൗണ്ട് ചെയ്യുന്നത്. തിരിച്ച് റീബൗണ്ട് ചെയ്യുന്നത് h/4 ഹൈറ്റിലേക്കാണ്. ഓക്കെ, അപ്പോൾ തിരിച്ച് അത് പോകുന്ന വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ √2gh/4. അപ്പോൾ തിരിച്ചത് അത്രയും വെലോസിറ്റിയിലാണ് പോകുന്നത്. കാരണം അതുകൊണ്ടാണ് h/4 ഹൈറ്റ് വരെ പോയത്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദ്യം. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താ? വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ, അതായത് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി, അത് √2gh/4. അതാണ് കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി. ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്, കൊളീഷന് മുമ്പുള്ള വെലോസിറ്റി, അപ്രോച്ച് ചെയ്യുന്ന വെലോസിറ്റി, അത് √2gh ആണ്. √2gh. ആ √2gh കട്ടായിപ്പോൾ ഒരു √1/4 വരും. ദാറ്റ് ഈസ് 1/2. ദാറ്റ് ഈസ് 1/2. ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 12, ഓപ്ഷൻ 1. കുറച്ച് സ്റ്റുഡൻസ് എങ്കിലും ചിലപ്പോൾ ഇത് തെറ്റിച്ച് കാണും. ഇനി തെറ്റിക്കല്ലേ കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. ഓക്കെ, നെക്സ്റ്റ്, the angle between pass axis of polarizer and analyzer. ഓക്കെ, നമ്മുടെ ലോ ഓഫ് മാലസ് വെച്ചിട്ടുള്ള വേവ് ഒപ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു പോളറൈസർ ഉണ്ട്, ഒരു അനലൈസർ ഉണ്ട്. പോളറൈസറിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് I0 കൊടുത്തു എന്ന് കരുതുക. പോളറൈസറിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് കിട്ടിയാൽ ഹാഫ് ഇൻറ്റൻസിറ്റി ഔട്ട്പുട്ടായിട്ട് വരും I0/2.
ഇതൊരു പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇതാണ് നമ്മൾ അനലൈസറിന് കൊടുക്കുന്നത്. അനലൈസറിൻ്റെ ഔട്ട്പുട്ട് എന്താ? അനലൈസറിൻ്റെ ഇൻപുട്ട് I0/2 ആണ്. അനലൈസറിൻ്റെ ഇൻപുട്ട് I0/2 ആണ്. ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ, ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ആ തീറ്റ എന്ന് പറയുന്നത് അനലൈസറിൻ്റെയും പോളറൈസറിൻ്റെയും ട്രാൻസ്മിഷൻ ആക്സിസുകൾക്കിടയിലുള്ള ആംഗിൾ. അതിവിടെ 45 ഡിഗ്രിയാണ്. അതിവിടെ 45 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് I0/2 ഇൻറ്റു കോസ് 45 1/√2 സ്ക്വയർ ചെയ്താൽ 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു I0/4. നോക്കിക്കേ, പോളറൈസറിന് ഇൻപുട്ട് കൊടുത്തത് I0, പക്ഷേ അനലൈസറിൽ നിന്ന് ഫൈനൽ ഔട്ട്പുട്ട് വന്നത് I0/4. 1/4 ഔട്ട്പുട്ട് വന്നിട്ടുള്ളൂ, അതായത് 25%. ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 13. ക്ലിയർ? We are going to the next question. A thin hollow sphere. Very good question. A very good question. I think നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റർ മെറ്റീരിയലുള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും കറക്റ്റാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. A thin hollow sphere of mass m is completely filled with ഒരു hollow sphere. ഒരു thin hollow sphere. It's a hollow sphere. ഒരു തിൻ ഹോളോ സ്പിയർ നമ്മളതൊരു ലിക്വിഡ് വെച്ച് ഫില്ല് ചെയ്തു. ഹോളോ സ്പിയർ ആണ്, ഒരു ലിക്വിഡ് വെച്ച് ഫില്ല് ചെയ്തു. ആ സ്പിയറിന് മാസ് എം ഉണ്ട്, അതിനകത്തുള്ള ലിക്വിഡിനും മാസ് എം ഉണ്ട്. അതിനകത്തെ ലിക്വിഡിനും മാസ് എം ഉണ്ട്. ഇത് റോൾ ചെയ്യാണ്. വെറുതെ റോളിംഗ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, അതിനെ ഒബ്ജക്റ്റ് ഈസ് റോളിംഗ് എന്ന് പറഞ്ഞാൽ മറ്റ് ക്ലൂ ഒന്നും തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് പ്യുവർ റോളിംഗ് ആയിട്ട് എടുക്കാം. സോ ഒരു വി ലീനിയർ വെലോസിറ്റി, ഈ ഹോളോസ്പിയറിൻ്റെ കാര്യമാണേ, ഒരു ഒമേഗ ആംഗുലർ വെലോസിറ്റി. ആൻഡ് ഈ വി എന്ന് പറയുന്നത് ആർ ഒമേഗയാണ്, ബിക്കോസ് ദർ ഇസ് നോ സ്ലിപ്പിംഗ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, ഇവിടെ ഈ സ്പിയർ മാത്രമേ റോൾ ചെയ്യുന്നുള്ളൂ. ഈ സ്പിയർ മാത്രമേ ഇവിടെ റോൾ ചെയ്യുന്നുള്ളൂ. കാരണം ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ലിക്വിഡിനും ഒരു റൊട്ടേഷൻ വരുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഹോളോ സ്പിയർ റോൾ ചെയ്ത് പോവും. ഹോളോ സ്പിയർ റോൾ ചെയ്ത് പോവും, പക്ഷേ ഇതിനകത്തുള്ള ലിക്വിഡ് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. കാരണം ദർ ഈസ് നോ ഫ്രിക്ഷൻ. ലിക്വിഡും ഈ സ്പിയറിൻ്റെ സർഫസും തമ്മിൽ ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ ഹോളോ സ്പിയറിനൊരു റോളിംഗ് മോഷനും ഇതിനകത്തിരിക്കുന്ന ലിക്വിഡിനും ട്രാൻസ്ലേഷൻ മാത്രവും. അത് ആലോചിച്ച് വേണം ഇതിൻ്റെ ആൻസർ എഴുതാൻ. സോ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, ആ ലിക്വിഡ് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി ½ mv² പ്ലസ് ഹോളോ സ്പിയർ റോളിംഗ് ആണ്, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് ഹോളോ സ്പിയറിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ½ mv² പ്ലസ് ½ mv² mv² പ്ലസ് ഹാഫ് ഇൻറ്റു ഹോളോ സ്പിയർ മൊമെന്റ് ഓഫ് ഇനേഷ്യ 2/3 mr². ഒമേഗ എന്ന് പറഞ്ഞാൽ v/r ആണ്. ദാറ്റ് ഈസ് v² r². r² കട്ട് ചെയ്യാം, 2 കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് mv² പ്ലസ് mv²/3. സോ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഹോൾ സിസ്റ്റം 4/3 mv². ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഹോൾ സിസ്റ്റം 4/3 mv². 14 ഓപ്ഷൻ 3. ക്ലിയർ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ കമ്പയർഡ് വിത്ത് സോളിഡ്സ് ആൻഡ് ലിക്വിഡ് ദ ഗ്യാസസ് ഹൗ? ഈ ഗ്യാസിന് ശരിക്കും യങ്സ് മോഡുലസ്, ഈ റിജിഡിറ്റി മോഡുലസ്, അപ്പോൾ അതിൽ ഈ യങ്സ് മോഡുലസ് ഗ്യാസിനില്ല, അത് സോളിഡ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വോളിയം ഇലാസ്റ്റിസിറ്റി നോക്കിക്കഴിഞ്ഞാൽ, ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പഴയ ഷേപ്പ് തിരിച്ചു പിടിക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പ്രയാസമാണ്. ഗ്യാസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ അതിൻ്റെ വോളിയം ഇലാസ്റ്റിസിറ്റി മിനിമം ആണ്. വോളിയം ഇലാസ്റ്റിസിറ്റി മിനിമം ആണ്. 15 ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 gram of ice at 0 degrees Celsius is mixed with 40 gram of water at 50 degrees Celsius. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ്, അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഐസ് മെൽറ്റ് ആവും, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മളൊന്ന് കൺഫേം ചെയ്യണം, കംപ്ലീറ്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കൺഫേം ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത്, ഐസ് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്യാൻ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യണം
Q1 that is equal to mass into latent heat of fusion 10 gram into latent heat of fusion 80 that is equal to calorie that is 800 calorie. അപ്പോൾ 800 calorie heat absorb ചെയ്താൽ 10 gram 0 degree Celsius ice 10 gram 0 degree Celsius water ആയിട്ട് മാറും. Q1 amount of heat absorb ചെയ്താൽ. ഇനി ഈ വാട്ടറിന് മാക്സിമം എത്ര ഹീറ്റ് ഐസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? മാക്സിമം എന്ന് പറയുമ്പം വാട്ടർ ഇപ്പോൾ 50ലാണ്. ഈ വാട്ടർ 0 ഡിഗ്രി വരെ കൂൾ ചെയ്യാന്ന് വിചാരിക്കുക. ഈ 50 ഡിഗ്രിയിൽ ഇരിക്കുന്ന വാട്ടർ 0 ഡിഗ്രി വരെ കൂൾ ചെയ്യാന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് അത് എത്ര ഹീറ്റ് റിലീസ് ചെയ്യും? MC ഡെൽറ്റ ടി. മാസ് 40 ഗ്രാം, വെള്ളത്തിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി CGS-ൽ 1, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 50 - 0 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 calorie. That is equal to 2000 calorie. അപ്പോൾ നമ്മുടെ ഈ ഹോട്ട് വാട്ടർ 2000 calorie ഹീറ്റ് ഐസിന് സപ്ലൈ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഐസിന് എത്ര മതി? അത് കംപ്ലീറ്റ് മെൽറ്റ് ആവാൻ 800 മതി. അപ്പോൾ ഐസിന് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്യാൻ എത്ര ഹീറ്റ് ആവശ്യമുണ്ടോ അതിലും കൂടുതൽ ഹീറ്റ് സപ്ലൈ ചെയ്യാൻ ആര് തയ്യാറാണ്? വാട്ടർ ഈസ് റെഡി, ഹോട്ട് വാട്ടർ ഈസ് റെഡി. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് ഐസ് മെൽറ്റ് ആവും. ഫൈനലി നമുക്ക് കിട്ടുന്നത് 0 ഡിഗ്രി സെൽഷ്യസിനും 50 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്ക് ടെമ്പറേച്ചർ ഉള്ള വെള്ളമായിരിക്കും ഫൈനൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ ചിന്തിച്ച് വേണം ചെയ്യാൻ. സോ ഐസ് കംപ്ലീറ്റ് മെൽറ്റ് ആവണം. 10 ഗ്രാം ഐസ്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഐസ് കംപ്ലീറ്റ് മെൽറ്റ് ആവണം. എന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഒരു T ഡിഗ്രി സെൽഷ്യസ് വരെ റൈസ് ആവണം. ഇപ്പോൾ 10 ഗ്രാം വെള്ളമായിട്ട് മാറി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ MC M × C × 0 നിന്ന് അതിൻ്റെ ടെമ്പറേച്ചർ T ഡിഗ്രി സെൽഷ്യസ് വരെ റൈസ് ചെയ്യണം. ഇത്രയാണ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ കോൾഡ് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് റിലീസ്ഡ് ബൈ ദ ഹോട്ട് ബോഡി. ഹോട്ട് ബോഡി നമ്മുടെ 40 ഗ്രാം വാട്ടർ ആണ്. മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് 1, 50ൽ നിന്ന് T ഡിഗ്രി സെൽഷ്യസ് വരെ അത് കൂൾ ചെയ്യണം. 50 - T. ഓക്കെ, സോ ദാറ്റ് ഈസ് 800 പ്ലസ് 10T is equal to 2000 minus 40T. So that is equal to 40T ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ you will get it as 50T that is equal to 1200. So therefore 0 കട്ട് ചെയ്യാം. So T is equal to 120 by 5 that is equal to 24 degree Celsius വരും. So nearby option 2 25 degree Celsius. So that is your answer, 25 degree Celsius. Question number 16 option 2. Clear? Okay, we are proceeding to the next question. Two non-identical rods are joined together. Find the junction temperature. Very good. So ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലെങ്കിൽ പോലും. അപ്പോൾ ഒരു H1 എമൗണ്ട് ഓഫ് ഹീറ്റ് കറണ്ട് അത്രയും പാസ് ചെയ്ത് വരുന്നു. സെയിം എമൗണ്ട് ഹീറ്റ് കറണ്ട് പാസ് ചെയ്ത് പോകും. സോ H1 ഈസ് ഈക്വൽ ടു H2 ഹീറ്റ് കറണ്ട്. H1 ഈസ് ഈക്വൽ ടു H2 ഹീറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ ആ H എന്ന് പറഞ്ഞാൽ KA ഡെൽറ്റ ടി ബൈ ഡി. ഇവിടെ K ആണ്, ഏരിയ A ഡെൽറ്റ ടി. അപ്പോൾ ഈ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ T ആണ്. അപ്പോൾ T1 - T ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് by D length L is equal to അപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ 2K ഏരിയ 2A ടെമ്പറേച്ചർ ഡിഫറൻസ് T - T2 by length 2L വരും. So L you can cancel, KA you can cancel. So ഒരു 2 നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ T1 - T എന്താണെന്ന് കിട്ടിയ മക്കളെ? 2T - 2T2 എന്ന് വന്നു. Okay, therefore T1 plus 2T2 is equal to 3T. അപ്പോൾ T എന്ത് വന്നു? That is T1 plus 2T2 by 3. വളരെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യാതൊരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. So question number 17 T1 plus 2T2 by 3 that is option 3. Question number 17 option 3. Okay, I'm proceeding to the next question. A system goes from A to B through two processes, 1 and 2. Their change in ontology. Ontology is a state function, path function അല്ല. സ്റ്റേറ്റിന് മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ
ഫസ്റ്റ് പ്രോസസ് സെക്കൻഡ് പ്രോസസ് രണ്ട് പ്രോസസ്സിനും ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണ്. സോ ദെയർ ഫോർ രണ്ട് പ്രോസസ്സിനും ചേഞ്ച് ഇൻ ഇൻറ്റർണോളജി സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഒരു ബോണസ് ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഈസിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. Which of the following is necessary and sufficient condition for SHM? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഒരിക്കലും ഒരു SHM നടക്കില്ല. വെലോസിറ്റി വേരിയബിൾ ആണ്. കോൺസ്റ്റന്റ് ആക്സലറേഷൻ അല്ല. A equal to minus omega square x ആക്സലറേഷൻ വേരിയബിൾ ആണ്. പ്രപ്പോർഷണൽ ബിറ്റ്വീൻ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷനും പ്രപ്പോർഷണൽ ആയിരിക്കണം. So that is the necessary condition. That is option 3. So question number 19 option 3. Coming to the next question. A very important question. നമ്മുടെ ബീറ്റ്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. അതിന്റെ ഫ്രീക്വൻസി 256 ഹെർട്സ് ആണ്. 256 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക്. അതൊരു പിയാനോ ആയിട്ട് 5 ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ പിയാനോയുടെ ഫ്രീക്വൻസി ഒന്നുകിൽ അത് 251 ആണ്, അല്ലെങ്കിൽ 261 ആണ്. കാരണം 5 ബീറ്റ്സ്, അപ്പോൾ 5ന്റെ ഡിഫറൻസ്. ഇതാണ് ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി. ദിസ് ഈസ് ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി. അപ്പോൾ പിയാനോയുടെ ഫ്രീക്വൻസി ഒന്നുകിൽ അത് 251 ആണ്, അല്ലെങ്കിൽ അത് 261 ആണ്. നമ്മൾ ആ പിയാനോയുടെ ട്യൂണിംഗ് ഫോർക്ക് സെയിം ആണ്, നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. പിയാനോയുടെ ടെൻഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്തു. നമുക്കറിയാം ടെൻഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ശ്രദ്ധിച്ച മക്കളെ, പിയാനോയുടെ ഫ്രീക്വൻസി 261 ആയിരുന്നുവെങ്കിൽ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പം പിയാനോയുടെ ഫ്രീക്വൻസി 261നേക്കാൾ വീണ്ടും ഇൻക്രീസ് ചെയ്യും. ടെൻഷൻ കൂട്ടുമ്പോൾ പിയാനോയുടെ ഫ്രീക്വൻസി 261നേക്കാൾ കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിഫറൻസ് 5നേക്കാൾ കൂടും. പക്ഷെ ഇവിടെ സംഭവിച്ചത് ടെൻഷൻ കൂട്ടിയപ്പോൾ ബീറ്റ് കുറഞ്ഞു, ബീറ്റ് 2 ബീറ്റ്സ് ആയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 251 ആണ്. 251 ആണ് നമ്മുടെ ആൻസർ. അതായത് 251 ആണ്. ടെൻഷൻ കൂട്ടി, അപ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി കൂടി, 251 കൂടി. അപ്പോൾ 251ഉം 256 നമ്മളുടെ ഡിഫറൻസ് കുറയും. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. സോ 256 minus 5, 251. ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 20 ഓപ്ഷൻ 4. ഇമ്പോർട്ടൻ്റ് ആണ് ബീറ്റ്സ്, യാതൊരു കാരണവശാലും തെറ്റിക്കരുത്. ഓക്കെ. നെക്സ്റ്റ്, ദ ഫിഗർ ഷോസ് സം ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കറസ്പോണ്ടിങ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്കറിയാം ഫീൽഡ് ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, സ്പേസിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്, അത് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയാണ് കാണിക്കുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് കാണിക്കുന്നത്. സോ എയും സിയും ഓൾമോസ്റ്റ് സെയിം ആണ് സ്പേസിങ്. അപ്പോൾ എ സി ഇന്റൻസിറ്റി ഈക്വൽ ആണ്. ബിയിൽ സ്പേസിംഗ് കൂടുതലാണ്. അപ്പോൾ ഫീൽഡ് വീക്ക് ആവുന്നിടത്താണ് ഫീൽഡ് ലൈൻസിനിടയ്ക്കുള്ള സ്പേസിംഗ് കൂടുതൽ വരുന്നത്. അപ്പോൾ എയും സിയും ഈക്വൽ ആണ്, ബി അതിനേക്കാൾ കുറവാണ്. എയും സി ഈക്വൽ ആണ്, ബി അതിനേക്കാൾ കുറവാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. സോ ക്വസ്റ്റ്യൻ നമ്പർ 21 ഓപ്ഷൻ 3. ഓക്കെ. Coming to next question. രണ്ട് സ്പിയേഴ്സ് +10 മൈക്രോകൂളംബും -5 മൈക്രോകൂളംബും റെസ്പെക്റ്റീവ്ലി, അവർക്കിടയിൽ ഫോഴ്സ് എഫ്. സോ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0. So F is equal to 1/4πε0. Q1 Q2 10 into 5 50 വരും. 2 മൈക്രോകൂളം ഉണ്ട്. 10⁻⁻6 10⁻⁻6 രണ്ടും കൂടെ ചേർന്ന് 10⁻⁻12 ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ r². സോ ലെറ്റ് പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സ്പിയറിലും ഒരു പോസിറ്റീവ് 2 മൈക്രോകൂളം ആഡ് ചെയ്തു. അപ്പോൾ ഇത് 12 ആവും, ഇത് -3 ആവും. അപ്പോൾ പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F dash is equal to K into 12 into 3, that is 36, into 10⁻⁻12 by r². That is equation number 2. ഞാൻ equation number 1 divided by 2 ചെയ്യാണ്. Equation number 1 divided by 2 ചെയ്യാണ്. So therefore F by F dash K കട്ടാവും, 10⁻⁻12 കട്ടാവും, r² കട്ടാവും. That is 50/36 വരും. 50/36, that is 25/18. അപ്പോൾ നമ്മുടെ പുതിയ ഫോഴ്സ് F dash എന്താ മക്കളെ? That is 18/25F. 18F/25. That is option 3. Question number 22 option 3. Okay? മനസ്സിലായില്ലേ എല്ലാവർക്കും? We are proceeding to next question.
ഈക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതൊരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജാണ്. P by Q is equal to R by S. 1/2 resistance half I, resistance half I. അപ്പോൾ ഈ സെൻറ്ററിൽ ഇരിക്കുന്ന റെസിസ്റ്റൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ ദിസ് റെസിസ്റ്റൻസ് യു ക്യാൻ അവോയ്ഡ്. ആ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ R/2 സീരീസിലാണ്. അപ്പോൾ 3R/2 ആവും. ഇത് സീരീസിലാണ് 3R. അപ്പോൾ 3R/2 3R plus R 4R. അപ്പം ഞാൻ ആ നെറ്റ്വർക്ക് ഒന്ന് റീഡ്രോ ചെയ്യുകയാണ്. സോ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു R ഉണ്ട്, മുകളിലൊരു സീരീസ് 3R/2 ഉണ്ട്, മുകളിലൊരു സീരീസ് 3R/2 ഉണ്ട്, 2Rഉം Rഉം ഒരു 3R ഉണ്ട്, അതിൻ്റെ താഴെ Rഉം 3Rഉം ഒരു 4R ഉണ്ട്. ഒരു സിമ്പിൾ നെറ്റ്വർക്കാണ് കേട്ടോ. വീണ്ടും ലാസ്റ്റ് ഒരു R കൂടിയുണ്ട്. ഓക്കെ, ഇനി ഇത് മൂന്നും പാരലാണ്. നമ്മൾ അതിൻ്റെ എഫക്റ്റീവ് എടുത്താൽ 1/R', ഇതിൻ്റെ എഫക്റ്റീവ് ആണ്. 1/R' ഈസ് ഈക്വൽ ടു 1/3R/2 പ്ലസ് 1/3R പ്ലസ് 1/4R. അപ്പോൾ 2/3R പ്ലസ് 1/3R, ദാറ്റ് ഈസ് 3/3R വരും, ദാറ്റ് ഈസ് 1/R. 1/R പ്ലസ് 1/4R, ദാറ്റ് ഈസ് 4R പ്ലസ് R, 5R by 4R square. ഒരു R കട്ട് ചെയ്യാം. സോ therefore R' is equal to 4R/5 വരും, that is R'. അതായത് ഈ മൂന്ന് പാരലൽ റെസിസ്റ്റേഴ്സിൻ്റെ എഫക്റ്റീവ്. അപ്പോൾ ഈ 4R/5 ഇവിടെ വരും, അതും ഈ രണ്ട് ആറും കൂടെ സീരീസ് ആണ്. അപ്പോൾ R പ്ലസ് R 2R, ആ 2Rഉം 4R/5ഉം 4R/5 പ്ലസ് 2R. 5 into 2 10, 10 plus 4 14, so 14R/5, 14R/5, that is option 1. കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് നെറ്റ്വർക്കാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 23 ഓപ്ഷൻ 1, 23 ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് ഒരു 30 ആംപിയർ കറണ്ട് ഈ സർക്കുലർ ആർക്കിൽ കൂടെ പോകുന്നുണ്ട്. സെൻറ്ററിൽ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെൻറ്ററിൽ എത്രയാണ് എന്നാണ് ചോദ്യം. ഇത് കംപ്ലീറ്റ് സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I/2R വരും. കംപ്ലീറ്റ് സർക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ കംപ്ലീറ്റ് ഇല്ല. ഒരു 90 ഡിഗ്രി മിസ്സിംഗ് ആണ്. 90 ഡിഗ്രി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ മൊത്തം 360 അല്ലേ, അതിൽ 90 ഡിഗ്രി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ 1/4 മിസ്സിംഗ് ആണ്, ബാക്കി 3/4 ഉണ്ട്. സോ ഇൻറ്റു 3/4, ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 എന്ന് പറയുമ്പോൾ 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു കറണ്ട് നമുക്ക് 30 ആംപിയർ ഇൻറ്റു 3/2 ഇൻറ്റു റേഡിയസ് എത്ര 3 സെൻറ്റിമീറ്റർ, 3 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു 4. ഇതിൽ നമുക്ക് 3 ക്യാൻസൽ ചെയ്യാം, 4 ക്യാൻസൽ ചെയ്യാം, 3 30 15 വരും. സോ ദാറ്റ് ഈസ് 15π ഇൻറ്റു 10⁻⁻5 അല്ലെങ്കിൽ 1.5π ഇൻറ്റു 10⁻⁻4 ടെസ്ല. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 24 ഓപ്ഷൻ 2. ക്ലിയർ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? വി ആർ പ്രൊസീഡിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് അയോൺസ് മാസ് സെയിം ആണ്, അവരുടെ ചാർജിൻ്റെ റേഷ്യോ ഉണ്ട്, സെയിം മാഗ്നറ്റിക് ഫീൽഡിലാണ്, സ്പീഡിൻ്റെ റേഷ്യോ ഉണ്ട്, സർക്കുലർ പാത്തിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ ആണ് ചോദ്യം. നമുക്കറിയാം റേഡിയസിൻ്റെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, R ഈസ് ഈക്വൽ ടു mv/qb. അപ്പോൾ ഇതിനകത്ത് മാസും മാഗ്നറ്റിക് ഫീൽഡും സെയിം ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാം? അടുത്ത സ്റ്റെപ്പിൽ R പ്രപ്പോർഷണൽ ടു മാസും മാഗ്നറ്റിക് ഫീൽഡും സെയിം ആണ്, സോ v/q എന്ന് പറയാം. ഓക്കെ, സോ R1/R2 is equal to V1/V2 into Q2/Q1. Okay, that is R1/R2 is equal to V1/V2 speed in the ratio, that is 2:3, that is 2/3
ഇൻറ്റു ചാർജിൻ്റെ റേഷ്യോ 1:2 ആണ്. പക്ഷേ എനിക്ക് Q2/Q1 ആണ് ആവശ്യം. ദാറ്റ് ഈസ് 2:1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3. സോ മൈ ആൻസർ ഈസ് 4/3 ഓപ്ഷൻ 1. 4:3. 25 ഓപ്ഷൻ 1. ക്ലിയർ? ഓൾമോസ്റ്റ് ഹാഫ് ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 35 മിനിറ്റ്സിലാണ് ചെയ്തിരിക്കുന്നത്. അത്രയും 35 മിനിറ്റ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ലെസ് ദാൻ 30 മിനിറ്റ്സിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വി ആർ പ്രൊസീഡിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് M1. നമ്മളതിനെ ആക്സിയലി കട്ട് ചെയ്തു. സോ ഓൾ ഓഫ് യു ലിസൺ ഹിയർ വെരി കെയർഫുള്ളി. ആക്സിയലി കട്ട് ചെയ്തു. അപ്പം ഇങ്ങനൊരു ബാർ മാഗ്നറ്റ്. ഓക്കെ, ഞാനതിനെ ആക്സിയലി കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്തു ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. അപ്പോൾ ആദ്യം മാഗ്നറ്റിക് മൊമെന്റ് M1 ആയിരുന്നു. നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ഇൻറ്റു ആ ഡൈപോളിൻ്റെ നീളമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം പോൾ സ്ട്രെങ്ത്തിന് ചേഞ്ച് ചെയ്യും. കറക്റ്റ് ഈക്വലായിട്ടാണ് കട്ട് ചെയ്തത്. സോ പോൾ സ്ട്രെങ്ത് പകുതിയാവും. ആ ഡൈപോൾ ലെങ്ത്തിന് വ്യത്യാസമില്ല. അപ്പം പോൾ സ്ട്രെങ്ത് പകുതിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് മൊമെന്റും പകുതിയാവും. സോ ഇത് M1/2 ആവും, ഇതും M1/2 ആവും. എന്നിട്ട് എന്ത് ചെയ്തു? ഈ രണ്ട് പീസും എടുത്ത് പെർപെൻഡിക്കുലറായിട്ട് പ്ലേസ് ചെയ്തു. ഈ രണ്ട് പീസും എടുത്ത് ഒരെണ്ണം ഇങ്ങനെയും വെച്ചു, അടുത്തത് ഇങ്ങനെയും വെച്ചു. ആ രണ്ട് ഈക്വൽ പീസസ് എടുത്ത് പെർപെൻഡിക്കുലറായിട്ട് പ്ലേസ് ചെയ്തു. സോ ദിസ് ഈസ് മാഗ്നറ്റിക് മൊമെന്റ് M1/2, ദിസ് ഈസ് M1/2. ഇനി ഈ അറേഞ്ച്മെന്റിന്റെ റിസൾട്ടന്റ് M2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ M2 ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും പെർപെൻഡിക്കുലർ അല്ലേ മാഗ്നറ്റിക് മൊമെന്റ്സ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് M1/2 സ്ക്വയർ പ്ലസ് M1/2 സ്ക്വയർ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? √2 ടൈംസ് M1/2 വരും. √2 ടൈംസ് M1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു M1/√2. നമുക്ക് എന്താ വേണ്ടേ മക്കളെ? M1/M2 അല്ലേ? ദാറ്റ് ഈസ് M1/M2. M1/M2 ഈസ് ഈക്വൽ ടു √2 എന്ന ആൻസർ കിട്ടിയില്ലേ? M1/M2 ഈസ് ഈക്വൽ √2. ഓക്കെ, that is option 4. So question number 26 option 4. Clear? Okay, fine. Going to the next question. A wire of irregular shape. അതിനെ നമ്മൾ സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റുകയാണ്. ഇറഗുലർ ഷേപ്പുള്ള ഒരു വയറാണ്. വി ആർ ടേണിംഗ് ഇറ്റ് ഇൻടു എ സർക്കുലർ ഷേപ്പ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ നമ്മൾ ഇറഗുലർ ഷേപ്പുള്ളൊരു വയറാണ്. സർക്കുലർ ഷേപ്പ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പനിങ് ഈസ്, എന്ത് സംഭവിക്കും മക്കളെ? ഏരിയ കൂടിയ എന്ത് കൂടും? ഫ്ലക്സ് കൂടും. അതായത് ഇൻവേർഡ്, അകത്തേക്ക്. ഇൻറ്റു മാർക്കാണ്, അപ്പോൾ ഇൻറ്റു ദ പ്ലെയിൻ ആണ്. ഇൻവേർഡ് ഫ്ലക്സ് കൂടുകയാണ്, അകത്തേക്കുള്ള ഫ്ലക്സ് കൂടുകയാണ്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പുറത്തേക്കൊരു ഫീൽഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. പ്ലെയിനിന് പുറത്തേക്ക്, ഔട്ട്വേർഡ്സ്. അപ്പോൾ പുറത്തേക്ക് ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ വരണം? ആൻറ്റി ക്ലോക്ക് വൈസ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് വരണം. ദാറ്റ് ഈസ് ADCBA. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. Question number 27 option 2. Clear? Okay. Next question. ഒരു AC സർക്യൂട്ട്, കറണ്ടും വോൾട്ടേജും എല്ലാം അവർ തന്നിട്ടുണ്ട്. The power dissipated നമുക്കറിയാം VRMS, IRMS, cos phi. That is power dissipated. Is equal to VRMS. 150 എന്ന് പറയുന്നത് V0 ആണ്. So V0 by √2 into IRMS. I0 by √2 into cos phi. ഇവിടെ phase difference pi/3 ആണ്. 60. Cos 60 is 1/2. Cos 60 is 1/2. So 2 150 75 വരും. √2 into √2 2 ആണ്. ആ 2ഉം 150 ചെയ്താൽ 75. അപ്പോൾ നമ്മുടെ ആൻസർ 75 into 75 ആണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളതാണ്, ആൻസർ അവർ തന്നിട്ടുണ്ട്, അത് റിയലൈസ് ചെയ്താൽ മതി. വെറുതെ നമ്മൾ ചെയ്ത് സമയം കളയരുത്. 75 into 75. ഇതിൽ 75 സ്ക്വയർ, ദിസ് ഈസ് ഓൺലി പോസിബിലിറ്റി. വേറെ ഓരോ ഓപ്ഷനും ആൻസർ വരാനുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല. സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് പിക്ക് ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഓപ്ഷൻ 3. വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Electromagnetic waves.
നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ആൻസർ കിട്ടും. എന്താ എക്സ്റേ ആണ് നമ്മൾ ഈ ആറ്റംസിൻ്റെ സ്ട്രക്ചർ സ്റ്റഡിക്ക് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ സോളിഡ് സ്റ്റേറ്റിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ബ്രാക്സ് ഇക്വേഷനൊക്കെ നമുക്കറിയാം. അപ്പോൾ എക്സ്റേ ആറ്റംസിൻ്റെ ഒക്കെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡി മാച്ച് വിത്ത് പി ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എൻ്റെ ആൻസർ എളുപ്പം കിട്ടും. പിന്നെ നമുക്കറിയാം അൾട്രാവയലറ്റ് നമ്മൾ ലാസിക് ഐ സർജറിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻഫ്രാറെഡ് ഫിസിക്കൽ തെറാപ്പി, മൈക്രോവേവ് റഡാസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2. EM വേവ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്. ഒരു ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. ഐ പീസ് ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ. ഇഫ് ദ ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഇൻ നോർമൽ അഡ്ജസ്റ്റ്മെന്റ്, പ്രത്യേകിച്ച് ഒബ്ജക്റ്റിന്റെ പൊസിഷനെ പറ്റി ക്വസ്റ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി എന്നെടുക്കുക. നോർമൽ അഡ്ജസ്റ്റ്മെന്റ് മീൻസ് ഇമേജ് ഈസ് ഓൾസോ അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, നോർമൽ അഡ്ജസ്റ്റ്മെന്റ് ആംഗുലർ മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം FO/FE ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മാക്സിമം അഡ്ജസ്റ്റ്മെന്റ്, അതായത് സ്ട്രെയിൻഡ് ആയി 25 സെന്റിമീറ്ററിലാണ് ഇമേജ് വരുന്നതെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ? ആ ഇക്വേഷനും നമുക്കറിയാം FO/FE ഇൻറ്റു 1 പ്ലസ് FE/D. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ആൻസർ. സോ ദാറ്റ് ഈസ് FO/FE എത്രയാണെന്നറിയാം, നമുക്കറിയാം 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു 1 പ്ലസ് FE 5 ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. D 20/5 ആണെന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 25 5 വരും. 1 പ്ലസ് 1/5 ദാറ്റ് ഈസ് 6/5. സോ 10 ഇൻറ്റു 6/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ആംഗുലർ മാഗ്നിഫിക്കേഷൻ 12 വരും. ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ 30 ഓപ്ഷൻ 3. ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ചെയ്യുന്ന റൈ ഒപ്റ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 31. ഒരു കോൺകേവ് ലെൻസ് ലിക്വിഡിനകത്ത് വെച്ചു. ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ കൺവേർജന്റ് ലെൻസ്. നമുക്കറിയാം കോൺകേവ് ഡൈവേർജിങ് ലെൻസ് ആണ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എയർ ഓർ വാക്വം. പക്ഷേ അതൊരു കൺവേർജിങ് ലെൻസ് ആയിട്ട് ബിഹേവ് ചെയ്യും. എപ്പോഴാണ് ഒരു ലെൻസിന്റെ ബേസിക് ക്യാരക്ടർ റിവേഴ്സ് ആവുന്നത്? വെൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം ഈസ് മോർ ദാൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ആ ലെൻസിന്റെ ക്യാരക്ടർ റിവേഴ്സ് ആവും. അപ്പോൾ ഇവിടെ ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കൂടുതലായിരിക്കണം. സോ ക്വസ്റ്റ്യൻ നമ്പർ 31 ഓപ്ഷൻ 2. അഗൈൻ റൈ ഒപ്റ്റിക്സ്. One more question from ray optics. ലെൻസ് തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്. നമുക്കറിയാം ലെൻസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 2 സർഫസിന്റെയും പിന്നെ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് മീഡിയം, അതിനെയൊക്കെയാണ് മെറ്റീരിയൽ, അതിനെയൊക്കെയാണ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിന് ഒരു ഫോക്കൽ ലെങ്ത് വരും, ഇതിനൊരു ഫോക്കൽ ലെങ്ത് വരും. അപ്പോൾ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് 2 ഇമേജ് കിട്ടും. So A match with P. ഇനി നമ്മൾ താഴെ അടുത്ത ആളിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചാടിക്കേറി 3 എണ്ണമായിട്ട് എടുക്കരുത്, എന്നിട്ട് ഇങ്ങോട്ട് പോകരുത്. ശ്രദ്ധിക്കണം, ഇത് രണ്ടും സെയിം മീഡിയമാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഫോക്കൽ ലെങ്ത് സെയിം ആണ്, ഇതിൻ്റെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ 2 ഫോക്കൽ ലെങ്ത് വരും, അതായത് 2 ഇമേജസ് വരും. ദാറ്റ് ഈസ് അഗെയിൻ C match with P. That is C match with P. Okay, and the last one, ഇത് നമുക്ക് 2 മെറ്റീരിയൽ ഉണ്ടെങ്കിലും ഇതൊരു പ്ലേനോ കോൺവെക്സ് ലെൻസ്, ഇതൊരു പ്ലേനോ കോൺവെക്സ് ലെൻസ്, രണ്ടും കൂടെ ചേർന്ന് ഒരു സിംഗിൾ ലെൻസ്, സിംഗിൾ ഫോക്കൽ ലെങ്ത് കിട്ടും. അതായത് ഒരു ഇമേജേ വരുള്ളൂ. ദാറ്റ് ഈസ് B match with R. So A match with P, B match with R, and C again match with P. That is option 3. So question number 32 option 3. A very good question. Okay. Question number 33. How many photons of wavelength തന്നിട്ടുണ്ട് must strike a totally reflecting surface per second? Okay, normal incidence force കിട്ടാൻ ഒരു ഫോട്ടോണിന്റെ മൊമെന്റം P എന്ന് പറഞ്ഞാൽ h/λ ആണ്. അപ്പോൾ h/λ മൊമെന്റത്തിൽ വരുന്നു, നോർമൽ ഇൻസിഡൻസ് റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ത് വരും? 2h/λ വരും.
ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഒരു ഫോട്ടോണിൻ്റെ. അങ്ങനെ n ഫോട്ടോൺസ് t ടൈം ഇൻ്റർവെല്ലിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, അതാണ് ഫോഴ്സ്. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ടൈം ഇൻ്റർവെൽ. അപ്പോൾ n/t എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് സ്ട്രൈക്കിംഗ് ഇൻ യൂണിറ്റ് ടൈം, അതായത് per second. So F is equal to number of photons striking per second into 2h by lambda. അപ്പോൾ n ആണ് ചോദ്യം. n is equal to f lambda by 2h. So n is equal to f10 lambda 6600 nanometer by 2 into h. 2 into h Planck's constant, so 6.6 into 10 raised to minus 34. അപ്പോൾ ഇവിടെ നമുക്ക് n is equal to 1/2 0.5 എന്ന് എടുക്കാം. ഇത് 1 2 3 അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് 10/2 എന്ന് എടുത്താലും മതി. സോ ദാറ്റ് ഈസ് 10/2, ദാറ്റ് ഈസ് 5. 1 2 3, അപ്പോൾ ഇത് 6.6 വരും. 6.6ഉം 6.6ഉം കട്ട് ചെയ്യാം. 1 2 3, അപ്പോൾ 10 raised to minus 6 by 10 raised to minus 34. That is 5 into 10 raised to 28. That is option 2. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഇല്ലാത്തവർക്ക് ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റൻ. കാൽക്കുലേഷൻ വളരെ എളുപ്പം. ഓക്കെ, സോ ക്വസ്റ്റൻ നമ്പർ 34. എ നാരോ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് 2 millimeter, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ആണ്, മോണോക്രോമാറ്റിക് ലൈറ്റ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് മിനിമം ഓൺ എയ്തർ സൈഡ്. രണ്ട് സൈഡിലെയും ഫസ്റ്റ് മിനിമം അവർക്കിടയിൽ എത്ര ദൂരമുണ്ട്? ഈ രണ്ട് സൈഡിലെയും ഫസ്റ്റ് മിനിമം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്കുള്ളത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് അല്ലേ? സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് അല്ലേ? ആ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിന്റെ വിഡ്ത്ത് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് 2 lambda d/a. That is 2 into lambda 500 nanometer, 500 into 10 raised to minus 9 into d1 ആണ്, capital D, distance between the slit and screen. A width 2 millimeter, 2 into 10 raised to minus 3. So 2 cancel ചെയ്യാം. So that is equal to 500 into 10 raised to minus 6 അല്ലെങ്കിൽ 0.5 millimeter. That is option 2. So question number 34 option 2. Coming to the next question, 35, from radioactivity, തോറിയം ബിസ്മത്ത് ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്കറിയാം, ഞാൻ ആദ്യം തന്നെ ഇവിടെ മാസ് നമ്പറിൻ്റെ ചേഞ്ച് എടുക്കുകയാണ്. കാരണം മാസ് നമ്പറിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഡയറക്റ്റ് ആൽഫ പാർട്ടിക്കിൾ കിട്ടും. അപ്പം ആദ്യം മാസ് നമ്പർ 234 ഉണ്ടായിരുന്നു. n ആൽഫ പാർട്ടിക്കിൾസ് പോയി. ഒരു ആൽഫ പാർട്ടിക്കിൾ പോകുമ്പോൾ മാസ് നമ്പർ ഡിക്രീസസ് ബൈ 4. അപ്പോൾ n പോകുമ്പോൾ -4n, ബീറ്റ പോകുമ്പോൾ മാസ് നമ്പർ ചേഞ്ച് ചെയ്യില്ല, ഈക്വൽ ടു 214. ദാറ്റ് ഈസ് n ഈക്വൽ ടു 5 വരും. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസിന്റെ കൗണ്ട് കിട്ടി. ഓക്കെ, നൗ കമ്മിങ് ടു ബീറ്റ പാർട്ടിക്കിൾസ്. 90 ആയിരുന്നു. ഒരു ആൽഫ പാർട്ടിക്കിൾ പോകുമ്പോൾ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 2. 5 പോകുമ്പോഴോ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 10. ബീറ്റ മൈനസ് ആണ്. ഒരു ബീറ്റ മൈനസ് പോകുമ്പോൾ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. അപ്പോൾ m ബീറ്റ മൈനസ് പോകുമ്പോഴോ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ m ഈസ് ഈക്വൽ ടു എത്ര വരും? 83. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 പ്ലസ് m ഈസ് ഈക്വൽ ടു 83. അപ്പോൾ m എന്ത് വരും? 3 വരും. m 3. സോ 5 and 3. ഓപ്ഷൻ 1. ക്വസ്റ്റൻ നമ്പർ 35 ഓപ്ഷൻ 1. ഓക്കെ, the dimensions of A by B in the pressure into x distance on. അതാണ് A by B. Same dimensions on. So meter square കട്ട് ചെയ്യാം. So kilogram per second square വരും. അതായത് mt raised to minus 2. mt raised to minus 2, that is option 3. Question number 36 option 3. A very simple question. Okay. Coming to question number 37. സർക്യൂട്ടിലെ കറണ്ട് 0.1 ആംപിയർ ആണെങ്കിൽ then the resistance of the PN junction is. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ PN junction റെസിസ്റ്റൻസ് ഞാൻ R എന്ന് എടുക്കുകയാണ്. കറണ്ട് I. സോ അങ്ങനെയാണെങ്കിൽ I is equal to V by total resistance 30 plus 10 40, 40 plus R. 40 plus R. സോ I 0.1 ആംപിയർ, അതായത് 1/10 is equal to V എത്രയാണ് തന്നിട്ടുണ്ട് അവർ? 5 ആണ്. 5 by 40 plus R.
So 40 plus R is equal to 50. അപ്പോൾ R എന്ത് വരും? 10 ohm. Option 1. Question number 37, option 1. Okay. Next question. Acceleration time graph തന്നിട്ടുണ്ട്. Acceleration time graphന്റെ ഏരിയ എടുത്ത് എന്ത് കിട്ടും? Change in velocity കിട്ടും. So ഈ ഗ്രാഫിന്റെ ഏരിയ half into base 2 height 4, that is 4 വരും. So change in velocity 4 ആണ്. Initial velocity 2 ആണ്. Initial velocity 2. വെലോസിറ്റിയിൽ ചേഞ്ച് 4 വന്നു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 6 വരും. ഫൈനൽ വെലോസിറ്റി 6. ഓപ്ഷൻ 1. 38 ഓപ്ഷൻ 1. ഓക്കെ. There is a prism with refractive index √2. ഒരു സൈഡ്. ഓക്കെ. നമ്മൾ വീണ്ടും again a question from ray optics. അപ്പോൾ ray optics നമ്മളിപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. ആക്ച്വൽ എക്സാമിന് ഇങ്ങനെയാണ്. നമുക്ക് ചില വർഷങ്ങളിലൊക്കെ ray optics വളരെ ഹ്യൂജ് ഇമ്പോർട്ടൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രിസം അതിൻ്റെ ഒരു സൈഡ് നമ്മൾ പോളിഷ് ചെയ്തു, അതായത് റിഫ്ലക്റ്റിംഗ് ആക്കി. അപ്പോൾ ഇതിനുള്ളിലേക്ക് വരുന്ന ലൈറ്റ് റീട്രേസ് ചെയ്യാണ്. അപ്പം ഈ സർഫസിലേക്ക് വരുന്ന ലൈറ്റ് റീട്രേസ് ചെയ്യാണ്. ഓക്കെ. അതിൽ നിന്ന് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ഉണ്ട്. എന്താ മക്കളെ ആദ്യം നമുക്ക് കിട്ടുന്ന ഡേറ്റ? ആ പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു ഡേറ്റ ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ്? ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ നിന്ന് ലൈറ്റ് റീട്രേസ് ചെയ്യണമെങ്കിൽ അത് നോർമൽ ഇൻസിഡൻസ് ആയിരിക്കണം. ലൈറ്റ് ഇങ്ങനെ നോർമലി ഇൻസിഡന്റ് ആയാൽ മാത്രമേ അതേപോലെ അതിന് റീട്രേസ് ചെയ്ത് വരാൻ പറ്റൂ. ഇതിന്റെ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റിനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് നോർമൽ ഇൻസിഡൻസ് 90 ഡിഗ്രി. സോ ദിസ് ഈസ് 60. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെന്ത് വരും? 30 വരും. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര വരണം എന്നാണ് ചോദ്യം. സോ ജസ്റ്റ് സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. That is sin I by sin R, sin 30, that is 1/2 is equal to refractive index √2. That is sin I 2 that is equal to 1/√2 വരും. So I 45 degree. That is option 3. Question number 39, option 3. Okay. Next question. 14. Optical angles. Actually critical angle ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്രിട്ടിക്കൽ ആംഗിൾസ് ഓരോ ലൈറ്റിൻ്റെയും തന്നിട്ടുണ്ട്. ദ അറേഞ്ച്മെൻറ്റ് വിൽ സെപ്പറേറ്റ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് എക്സാമിൻ ചെയ്താൽ ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ വന്ന് ഇടിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 45 ഡിഗ്രി. അപ്പോൾ ഈ 3 സ്ഥലത്തും ലൈറ്റ് ഇടിക്കുന്നത് 45 ഡിഗ്രിയിലാണ്. കാരണം ഇവിടെ വിത്തൗട്ട് എനി ചേഞ്ച് ലൈറ്റ് പാസ് ചെയ്തു, നോർമൽ ഇൻസിഡൻസ് ആണ്, അതേപോലെ പോകും. ഇവിടെ 45 ഡിഗ്രിയിലാണ് ഇടിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ 43. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. എഗെയിൻ പക്ഷേ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണ്. അപ്പോൾ ലൈറ്റ് പാസ് ചെയ്ത് ഇറങ്ങിപ്പോവും. അപ്പോൾ ഈ രണ്ട് കേസിലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. പക്ഷേ ഈ കേസിൽ ലൈറ്റ് വിൽ ജസ്റ്റ് പാസ് ഔട്ട്. അതായത് റെഡ് ബ്ലൂയിൽ നിന്ന് ഗ്രീനിൽ നിന്ന് സെപ്പറേറ്റ് ആവും. റെഡ് ഫ്രം ബ്ലൂ ആൻഡ് ഗ്രീൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. Question number 40, option 3. Okay. Next, 41. രണ്ട് ഇലക്ട്രിക് ബൾബ്സ് ഹാവ് ടങ്സ്റ്റൺ ഫിലമെന്റ് സെയിം ലെങ്ത്, പവർ തന്നിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മൾ ഈ കറണ്ട് ഇലക്ട്രിസിറ്റി ഉള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്. നമ്മൾ റേറ്റഡ് പവർ, ബൾബിന്റെ റേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ റേറ്റഡ് വോൾട്ടേജിന്റെ റേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു റേറ്റഡ് വോൾട്ടേജിന്റെ സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ റേറ്റഡ് വോൾട്ടേജ്, അതായത് രണ്ട് ബൾബും നമ്മൾ സെയിം വോൾട്ടേജിലാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. നമ്മൾ 240 അല്ലെങ്കിൽ 230 വോൾട്ട് വീട്ടിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ റേറ്റഡ് പവർ ഈസ് പ്രപ്പോർഷണൽ ടു 1/R ആണ്. അപ്പോൾ പവർ കൂടിയ റേറ്റഡ് പവർ കൂടിയ ബൾബിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അല്ലെങ്കിൽ റേറ്റഡ് പവർ കൂടിയ ബൾബിന് റെസിസ്റ്റൻസ് കുറവെന്ന് പറഞ്ഞാൽ അതിൽ തിക്ക് ഫിലമെന്റ് ആയിരിക്കും. തിക്നെസ് കൂടിയ റെസിസ്റ്റൻസ് കുറയും. സോ ദാറ്റ് ഈസ് 100 വാട്ട് ബൾബ് ഹാസ് തിക്കർ ഫിലമെന്റ്. റെസിസ്റ്റൻസ് കുറവായിരിക്കും. റെസിസ്റ്റൻസ് പവർ കൂടുതലാണ്, 60യേക്കാൾ പവർ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഫിലമെന്റിന് റെസിസ്റ്റൻസ് കുറയണം, അതായത് തിക്നെസ് കൂടണം. ഓക്കെ, ക്ലിയർ? 41, option 1. Next, a large number of bullets are fired in all directions with the same speed v.
ഓക്കെ, അപ്പം മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം റേഞ്ചിൽ, അതായത് എല്ലാ ഡയറക്ഷൻസിലും 360 ഡിഗ്രി എല്ലാ ഡയറക്ഷൻസിലും നമ്മളിങ്ങനെ ഫയർ ചെയ്യുകയാണ്, മാക്സിമം ഡിസ്റ്റൻസ് പോകണം. അപ്പോൾ ഈ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർ മാക്സ് ആണ്. ആർ മാക്സ് u²/g അല്ലേ മക്കളെ, നമ്മൾ പഠിച്ചതാ. ആർ മാക്സ് ഈസ് ഈക്വൽ ടു u²/g. ഇവിടെ യുവിന്റെ സ്ഥാനത്ത് v ആണ്. സോ v²/g. അപ്പോൾ ഒരു പോയിന്റ് നിന്ന് എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ ഫയർ ചെയ്യാം, എല്ലാ ഡയറക്ഷനിലും ഫയർ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ആർ മാക്സ് റേഡിയസ് ഉള്ളൊരു സർക്കിൾ, ആർ മാക്സ് റേഡിയസ് ഉള്ളൊരു സർക്കിൾ, ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലാണ് ഇതെല്ലാം പോയി വീഴുന്നത്. അപ്പോൾ എത്ര ഏരിയ വരും? പൈ ആർ മാക്സ് സ്ക്വയർ, പൈ ആർ മാക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് പൈ ഇൻറ്റു v⁴/g², v⁴ pi v⁴/g². That is option 2. Question 42, option 2. Okay. Next question 43. If two concentric conducting spheres are connected by a conducting wire, രണ്ട് concentric conducting spheres നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാൻ ഡി ഗ്രാഫിന്റെ ജനറേറ്റർ പ്രിൻസിപ്പിൾ, അകത്തെ സ്പിയറിലുള്ള കംപ്ലീറ്റ് ചാർജും ഔട്ട്സൈഡ് സ്പിയറിലേക്ക് പോകും. എന്തുകൊണ്ടാണ്? ഇന്നർ സ്പിയർ ഈസ് ഓൾവേസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ. സോ അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ, വെൻ ചാർജ് ഓൺ ഔട്ടർ സ്പിയർ വിൽ എക്സിസ്റ്റ്. ഓക്കെ, ഇന്നർ സ്പിയറിൽ ചാർജ് ഒന്നുമില്ല, കംപ്ലീറ്റ് പുറത്തേക്ക് പോയി. ഈ ഔട്ടർ സ്പിയറിൽ കംപ്ലീറ്റ് ചാർജ് ഔട്ടർ സ്പിയറിൽ എത്തുമ്പോഴാണ് രണ്ട് സ്പിയറും സെയിം പൊട്ടൻഷ്യൽ ആവുന്നത്. കംപ്ലീറ്റ് ചാർജും ഔട്ടർ സ്പിയറിൽ എത്തുമ്പോഴാണ് രണ്ട് സ്പിയറും സെയിം പൊട്ടൻഷ്യൽ ആകുന്നത്. ചാർജ് ഇന്നർ സ്പിയറിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇന്നർ സ്പിയർ വിൽ ബി ഓൾവേസ് അറ്റ് ഹൈ പൊട്ടൻഷ്യൽ. അപ്പോൾ രണ്ടുപേരും സെയിം പൊട്ടൻഷ്യൽ ആകുന്നവരെ ചാർജ് പോകും. അതായത് കംപ്ലീറ്റ് ചാർജ് ഔട്ടർ സ്പിയറിൽ എത്തുന്നത് വരെ ചാർജ് പൊക്കോണ്ടിരിക്കും. ദാറ്റ് ഈസ് കറക്റ്റ് ഓപ്ഷൻ 1. 43 ഓപ്ഷൻ 1. Coming to 44, ഒരു ട്രാൻസിസ്റ്റർ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ 50 കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ്, സോ വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു കറന്റ് ഗെയിൻ ഇൻറ്റു ഔട്ട്പുട്ട്, അതായത് കളക്ടർ റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് ബീറ്റ ആർ സി ബൈ ആർ ഐ. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു input voltage into current amplification factor beta into RC by RI. So output voltage is equal to input voltage VI 0.01 into current amplification factor beta 50 into collector resistance 5 by input resistance 1. So 50 into 5, that is equal to 250 into 0.01, that is equal to 2.5 volt വരും. പക്ഷേ നമുക്കറിയാം കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് -2.5, that is 44 option 3. Question from semiconductor devices. Question number 45, പോയിന്റ് മാസസ്. ഈ എല്ലാ മാസിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് Z കോർഡിനേറ്റ് 0 ആണ്. അപ്പം ജസ്റ്റ് XY പ്ലെയിൻ മാത്രം വരച്ച് നോക്കിയാൽ മതി, അല്ലാതെ വെറുതെ നമ്മൾ 3 ഡയമെൻഷനായിട്ടൊന്നും വരച്ച് ക്വസ്റ്റ്യൻ കുളമാക്കരുത്. ഓക്കെ, ആദ്യത്തെ 1 കിലോഗ്രാം മാസ് ഇരിക്കുന്നത് ഒറിജിനിൽ തന്നെയാണ്. രണ്ടാമത്തെ 2 കിലോഗ്രാം മാസ് ഇരിക്കുന്നത് ഇവിടെയാണ്. 2 കിലോഗ്രാം മാസ് ഇരിക്കുന്നത് ഇവിടെയാണ്. എബൌട്ട് എക്സ് ആക്സിസ് ആണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേണ്ടത്. അതുകൊണ്ട് ഈ രണ്ട് പാർട്ടിക്കിളും ആക്സിസിൽ തന്നെയാണ്, അവർക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരില്ല എബൌട്ട് എക്സ് ആക്സിസ്. സോ ജസ്റ്റ് ലീവ് ദം. മൂന്നാമത്തെ പാർട്ടിക്കിൾ വൈ കോർഡിനേറ്റ് 3, അപ്പോൾ 3 കിലോഗ്രാം വൈ കോർഡിനേറ്റ് 3 വരും. ആൻഡ് ലാസ്റ്റ് വൺ 4 കിലോഗ്രാം അത് എക്സ് കോർഡിനേറ്റ് -2 വൈ കോർഡിനേറ്റ് -2 ഇവിടെ വരും. 2, that is 4 kilogram. So നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് ആണ് വേണ്ടത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേണം. അതെന്ത് വരും? ഈ 1ഉം 2ഉം എടുക്കണ്ട, 3ഉം 4ഉം മാത്രം എടുത്താൽ മതി. അപ്പൊ 3 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3, 4 കിലോഗ്രാം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to രണ്ട് പോയിന്റ് ഒബ്ജക്ട്സ് വെറുതെ ആഡ് ചെയ്താൽ mr സ്ക്വയർ, m ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ പ്ലസ് m into distance in the square. So 3 square 9, 9 to 3 27 plus
4 into 4, that is 16. So 27 plus 16, that is 43. Option 1. Question number 45, option 1. Next question. What is sinusoidal wave? Time required for a particular point to move from maximum displacement to 0. ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുന്ന സീറോയിലേക്ക് വരാനെടുക്കുന്ന സമയം, മാക്സിമത്തിൽ നിന്ന് സീറോയിലേക്ക് വരാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ടൈം പീരീഡിന്റെ 1/4 ആണ്. ടൈം പീരീഡിന്റെ 1/4 ആണ്. അപ്പോൾ ടൈം പീരീഡിന്റെ 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.17 ആണ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 0.17 ഇൻറ്റു 4 ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ടൈം പീരീഡ് ആണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്, ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 0.17. 1 okay, so that is a frequency, that is f is equal to okay, അപ്പോൾ 4 ഇൻറ്റു 0.17. അപ്പോൾ അത് നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ okay, sinusoidal wave time required for a particular point to move from maximum displacement to 0. Maximum displacement to 0, that is 0.17 seconds. That is time period 1/4. So time period 4 into 0.17. Okay, frequency 1 time period. So that is equal to 1/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, that is 0.25 by 0.17. That is 25/17. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് പോസിബിൾ ആൻസർ എടുത്താൽ മതി, ദാറ്റ് ഈസ് ഓപ്ഷൻ 1. വേറെ ഒരു ആൻസറും വരാനുള്ള ചാൻസ് ഇല്ല. 46 ഓപ്ഷൻ 1. സോ വി ആർ കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 47. ഒരു പോളി അറ്റോമിക് ഗ്യാസ് ഗാമ തന്നിട്ടുണ്ട്. 1/8 വോളിയത്തിലേക്ക് കംപ്രസ് ചെയ്തു. ഇനീഷ്യൽ പ്രഷർ P0 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫൈനൽ പ്രഷർ? അഡയബാറ്റിക് ആണ്. സോ P1 V1 റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P2 V2 റൈസ് ടു ഗാമ. ഫൈനൽ പ്രഷർ എന്താണ് എന്നാണ് ചോദ്യം. സോ therefore P1 by P2 is equal to V2 by V1 the whole raised to gamma. So what is P2? P2 is equal to P1 into V1 by V2 the whole raised to gamma. Okay. So final pressure P2 is equal to initial pressure P0 on. Initial pressure P0 on into V1 by V2. Initial volume V1 ആണ്. It is compressed to 1/8 വോളിയം. 1/8 വോളിയത്തിലേക്ക് നമ്മൾ കംപ്രസ് ചെയ്തു. സോ ഫൈനൽ വോളിയം V2 എന്ന് പറഞ്ഞാൽ V1/8 ആണ്. V1/8 റൈസ് ടു ഗാമ. ഗാമ ഈസ് 4/3. ദാറ്റ് ഈസ് P2 ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു 8 റൈസ് ടു 4/3. ദാറ്റ് ഈസ് P0 ഇൻറ്റു 8ന്റെ ക്യൂബ് നമുക്കറിയാം 2 ആണ്. 2 റൈസ് ടു 4 ദാറ്റ് ഈസ് 16. സോ ദാറ്റ് ഈസ് 16 P0 ഓപ്ഷൻ 2. So question number 47 option 2. Now 48, assertion at low pressure and high temperature gas behaves as an ideal gas. That is, assertion is correct. At these conditions molecular interactions negligible ആണ്. അപ്പോൾ molecular interaction negligible ആകുക എന്നുള്ളതാണ് kinetic theory assumption വെച്ച് മെയിൻ പോയിന്റ് ആയിട്ട് നമ്മൾ ഒരു ഐഡിയൽ ഗ്യാസിന് പറയുന്നത്. So that is also true. That is option 1. So 48 option 1, a simple question. 49. If the terminal speed of a sphere of gold, okay, terminal speed ആണ്, രണ്ടുപേരുടെ സൈസ് സെയിം ആണ്, അതായത് റേഡിയസ് സെയിം ആണ്, സെയിം ലിക്വിഡിലാണ് വീഴുന്നത്, അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും സെയിം ആണ്. ആകെ ഡിഫറൻറ്റ് വരുന്നത് ആ വീഴുന്ന ബോളിന്റെ ഡെൻസിറ്റി ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാം? ടെർമിനൽ വെലോസിറ്റിയുടെ മുഴുവൻ ഇക്വേഷൻ എടുത്തു വെച്ച് വെറുതെ മക്കളെ കുളവാക്കരുത്. ടെർമിനൽ വെലോസിറ്റി പ്രപ്പോർഷണൽ ടു ആ പ്രപ്പോർഷണാലിറ്റി മാത്രം എടുത്താൽ മതി. ഡെൻസിറ്റി ഓഫ് സോളിഡ് മൈനസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. So first terminal velocity minus second by second is equal to ആദ്യം നമ്മൾ ഗോൾഡ് ആണ്, that is 19.5, ലിക്വിഡിന്റെ ഡെൻസിറ്റി 1.5. രണ്ടാമത് സിൽവർ ആണ്, ഡെൻസിറ്റി 10.5 മൈനസ് ലിക്വിഡിന്റെ ഡെൻസിറ്റി 1.5. ഫസ്റ്റ് കേസിൽ ടെർമിനൽ വെലോസിറ്റി 0.2 ആണ്. ബൈ സെക്കൻഡ് കേസിലെ ടെർമിനൽ വെലോസിറ്റി എത്ര എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് 18/9. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. സോ V2 ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ പെർ
second. That is option 1. Question number 49, option 1. So we are proceeding to the last question. Find the effective resistance of the following combination. ഓരോ റെസിസ്റ്റൻസും 1 ohm ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, കണ്ടാൽ തന്നെ എളുപ്പം നമുക്ക് മനസ്സിലാവും, there is a symmetry. ഇങ്ങനെ ഒരു സിമട്രി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സിമട്രി പോയിന്റ് നമ്മൾ ഒന്ന് വിഡ്രോ ചെയ്യും, അതായത് ഈ ജംഗ്ഷൻ നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ റീഡ്രോ ചെയ്താൽ, ആ സിമട്രി പോയിന്റിൽ നമ്മൾ റീഡ്രോ ചെയ്താൽ ഫിഗർ വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഒരു 6 റെസിസ്റ്റൻസ് മുകളിൽ വരും. സോ ആർ ഹിയർ ആൻഡ് ആർ ഹിയർ. ഓക്കെ, താഴത്തെ ആ ജംഗ്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റും. എ ബി. ഇത് പലപ്പോഴും നമ്മൾ മെറ്റീരിയൽസിലൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് സിമെട്രിയുടെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ ലൈനിൽ രണ്ട് സൈഡ് നമുക്കൊരു സിമെട്രി ഉണ്ട്. ആ സിമെട്രി വരുന്ന പോയിന്റ് വെച്ച് നമുക്ക് ജംഗ്ഷൻ ജസ്റ്റ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. സോ ദിസ് ഈസ് 1 ohm. എല്ലാ റെസിസ്റ്റൻസും 1 ohm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എല്ലാ റെസിസ്റ്റൻസും 1 ohm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 1 1 1 2. അപ്പോൾ ഒരു 1 ഇവിടെ ഉണ്ട്. 1, ഈ 2ഉം 1ഉം പാരലൽ ആണ്. അപ്പോൾ പാരലൽ എഫക്റ്റീവ് എന്ത് വരും? 2 into 1 by 2 plus 1 3. ദാറ്റ് ഈസ് 2/3 വരും. അപ്പോൾ ഇത് 2/3 ആണ്. ഇത് 1, ഇത് 1. അപ്പോൾ 2/3 plus 2. 2/3 plus 2. 2/3 plus 2. 3 into 2 6. 6 plus 2 8. അപ്പോൾ 8/3. അപ്പോൾ ഈ മുകളിലത്തെ ബ്രാഞ്ച് എല്ലാം കൂടി ചേർത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 8/3 വരും. താഴെ 2 വരും. അപ്പോൾ നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ വരും. മുകളിലത്തേത് 8/3, താഴെ ഒരു 2, രണ്ട് പാരലൽ. അപ്പോൾ ഈ പാരലൽ കോമ്പിനേഷൻ ചെയ്താൽ എന്ത് വരും? 8/3 into 2 by 8/3 plus 2. That is equal to 8 into 2 16/3 divided by 3 into 2 6. 6 plus 8 14/3. That is 16/14, which is equal to 8/7 ohm. 8/7 ohm. That is option 4. Option 4. So question number 50, option 4. So എല്ലാവർക്കും പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ സോൾവ് ചെയ്ത ബോർഡിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്തത് നമ്മുടെ അജേഷ് സാറുണ്ട്, AJ സാറുണ്ട്. കെമിസ്ട്രിയുടെ പേപ്പർ ഡിസ്കഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ഹലോ, മൈ നെയിം ഇസ് അജേഷ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മളുടെ കെമിസ്ട്രിയുടെ 50 ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ തന്നെ 50 ഓൾ യൂണിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കത് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾക്കറിയാം, കീമിൻ്റെ എക്സാമിനേഷന് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ NCERT ഓറിയൻറ്റഡ് ആയിട്ട് കീമിന് പഠിച്ചാൽ മതി. NCERT ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ NCERT ഓറിയൻറ്റഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റൻ ആണോ, ക്വസ്റ്റൻ നമ്പർ 51. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദി സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് എൻ എലമെന്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എൻതാൽപ്പിയ. ചില ആളുകൾക്ക് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതിനോട് താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെ താല്പര്യമുള്ള ആറ്റങ്ങളെ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സഡൻ ആയിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇഷ്ടത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും, എനർജി കുറയും. കുറയുന്ന എനർജി ഹീറ്റിന്റെ ഫോമിൽ പുറത്തേക്ക് വരും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ആ കേസിൽ ഇയാളുടെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്.
പക്ഷേ രണ്ടാമത്തെ ഇലക്ട്രോൺ, അപ്പൊ ആദ്യത്തെ ഇലക്ട്രോൺ ഗെയിൻ നെഗറ്റീവ് ആണ്. പക്ഷെ നൈട്രജന്റെ കേസിൽ നൈട്രജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആണ്. പക്ഷെ നൈട്രജന്റെ പി സബ് ഷെല്ല് ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് സബ് ഷെല്ലുകൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രോണിനെ ഇട്ട് കൊടുത്താൽ നൈട്രജന് ആ ഇലക്ട്രോണോട് നല്ല ഇഷ്ടമുണ്ട്. പക്ഷെ നൈട്രജന്റെ ഉള്ളിലോട്ട് ഈ ഇലക്ട്രോണിനെ കയറാൻ പറ്റുന്നില്ല. കാരണം നൈട്രജൻ ഹാഫ് ഫിൽഡ് ആണ്, സ്റ്റേബിൾ ആണ്, അവർക്ക് ഈ ഇലക്ട്രോണിനോട് താല്പര്യമില്ല. അപ്പൊ ഈ ഇലക്ട്രോണിനെ കയറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കയറാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധിച്ച് ഇലക്ട്രോണിനെ അടിച്ച് നൈട്രജന്റെ വാലൻസ് ഷെല്ലിലോട്ട് കയറ്റണം. അതിന് വി ഹാവ് ടു സപ്ലൈ എനർജിയാണ്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി മിക്കവാറും നെഗറ്റീവ് ആണ് എങ്കിൽ ചില ആളുകൾക്ക് പോസിറ്റീവ് വരും. ഫോർ എക്സാമ്പിൾ നൈട്രജൻ, ബെറിലിയം, മഗ്നീഷ്യം, നോബിൾ ഗ്യാസ് ഫാമിലി, ഇവർക്കെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ് ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. പക്ഷെ കൂടുതലും നെഗറ്റീവാ. പക്ഷെ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നിങ്ങൾ ആരെ വേണേലും എടുത്തോ. ഇപ്പൊ ഓക്സിജൻ വളരെ ഇഷ്ടമാണ് 2 ഇലക്ട്രോണുകളോട്. ആദ്യം ഒരു ഇലക്ട്രോണിനെ മേടിച്ചു, സ്റ്റെബിലൈസ് ആയി, എനർജി പുറത്തേക്ക് വിട്ടു, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നെഗറ്റീവ് ആണ്. രണ്ടാമത്തെ ഇലക്ട്രോണും കൂടെ മേടിച്ചാൽ അയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെ. 2 ഇലക്ട്രോണിൽ ഓർമ്മയോടെ കിട്ടിയാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷെ ആ രണ്ടാമത്തെ ഇലക്ട്രോൺ കയറാൻ പാടാ. കാരണം എന്താ, ഇപ്പൊ ഞാൻ ഓക്സിജൻ ആണെങ്കിൽ ഞാൻ 2 ഇലക്ട്രോണിനെ നോക്കിയിരിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ഒരു ഇലക്ട്രോണിനെ തന്നു, ഞാൻ പെട്ടെന്ന് മേടിച്ചു, എന്റെ ചാർജ് O- ആയി. നിങ്ങൾ ഒരു ഇലക്ട്രോണോട് തരുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേടിക്കാൻ, പക്ഷെ ആ ഇലക്ട്രോണും ഞാനും കൂടെ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം വി ഹാവ് നെഗറ്റീവ് സൈൻസ്, നെഗറ്റീവ് ചാർജ്. അപ്പൊ നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യും. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് തള്ളി ഇതിന്റെ അകത്തോട്ട് കയറ്റി വെക്കണം. സോ വി ഹാവ് ടു അപ്ലൈ എനർജി. അതായത് ഏത് എലമെന്റ് ആണെങ്കിലും സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇസ് ഓൾവേസ് പോസിറ്റീവ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Then energy is released when an electron is added to the atom. ശരിയാ, എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും, അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഇവിടെ എനർജി ഈസ് ഓൾവേസ് റിലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റാന്ന് പറയാം. പക്ഷേ ഒരാറ്റത്തിലേക്ക് ഇലക്ട്രോൺ കയറി ചെല്ലുമ്പം എനർജി റിലീസ് ചെയ്യും, എനർജി അബ്സോർബും ചെയ്യാം. അതുകൊണ്ട് തെറ്റാന്ന് പറയാൻ പറ്റില്ല, ശരിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 are correct. Answer is option 1. And this is from classification of elements and periodicity in properties. Second question, number 52. Number of atoms present in 6.022 into 10 raised to 23 moles of the compound Na5P3O10 എന്നാണ് ചോദ്യം. ബേസിക് കോൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ നമ്പർ ഓഫ് ആറ്റംസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മാസ് ഇൻ ഗ്രാം അല്ലെങ്കിൽ വോളിയം അറ്റ് STP, ഇതിൽ ഏത് തന്നാലും ഫസ്റ്റ് ഇതിനെ നമ്പർ ഓഫ് മോൾസിലോട്ട് മാറ്റണം, പിന്നെ ഇതിനെ മോളിക്യൂൾസിലേക്ക് മാറ്റണം. അതിനുശേഷം നിങ്ങളോട് എന്താണോ ചോദിച്ചിരിക്കുന്നത്, ചിലപ്പോൾ ആറ്റങ്ങളുടെ എണ്ണമായിരിക്കും, ചിലപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും, അത് ഏതാണോ ആ റിക്വയർമെന്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദിസ് മച്ച് മോൾസ് ആണ്. അപ്പൊ മാസും വോളിയം അല്ല, ഓൾറെഡി അവർ മോളാ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പമായി മോൾസിനെ മോളിക്യൂൾസിലേക്ക് മാറ്റിയാൽ മതി. എങ്ങനെയാ, ഇൻറ്റു അവഗാഡ്രോ നമ്പർ. കാരണം ഒരു മോൾ എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂളാ. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനാ അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മാസോ വോളിയമോ ആയിരുന്നെങ്കിൽ മോളിലോട്ട് മാറ്റും. എങ്ങനെ, ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്നുള്ള ഇക്വേഷൻ വഴിയോ, അല്ലെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് STP 22.4 വെച്ചോ മോൾസിലേക്ക് മാറ്റുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മോളിക്യൂൾസ് ആകുക. നിങ്ങൾക്ക് ഓൾറെഡി മോളാണ് എത്രയാ, 6.022 into 10 raised to 23 മോളാണ്. അതിനെ ഇൻറ്റു Na ചെയ്തു. ഇപ്പൊ എന്തായി, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഒരു മോളിക്യൂൾ ഇങ്ങനെ പെറുക്കിയെടുക്കുക, എന്നിട്ട് അതിലേക്ക് നോക്കുക എത്ര ആറ്റം ഉണ്ടെന്ന്. എത്ര ആറ്റം ഉണ്ട്, 5 സോഡിയം, 3 ഫോസ്ഫറസ്, 10 ഓക്സിജൻ. സോ 5 3 8 10 18. ഒരാറ്റത്തിന്റെ അകത്ത് ഒരു മോളിക്യൂളിൽ 18 ആറ്റം ഉണ്ട്. അപ്പൊ 2 മോളിക്യൂളിലോ 2 into 18, 10 മോളിക്യൂളിൽ 10 into 18 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 18 ചെയ്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 18 ആൻഡ് ദിസ് ഈസ് ഓൾസോ അവഗാഡ്രോ നമ്പർ അല്ലേ. അപ്പൊ 18 into Na സ്ക്വയർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദി നമ്പർ ഓഫ് ആറ്റം. ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. ഇനി ഇതേ ചോദ്യം അവർ ചോദിക്കുന്ന ദി നമ്പർ ഓഫ് സോഡിയം ആറ്റംസ് പ്രസന്റ് ഇൻ ദിസ് വൺ ആണെങ്കിൽ നിങ്ങൾ എഴുതണം നമ്പർ ഓഫ് സോഡിയം ആറ്റം ഈക്വൽ ടു 6.022 into 10 raised to 23 മോൾ ആണല്ലോ, ഇൻറ്റു Na മോളിക്യൂൾ ആണല്ലോ. ഒരു മോളിക്യൂൾ പെറുക്കിയെടുത്ത് നോക്കുക, അതിൽ 5 സോഡിയം, അപ്പൊ ഇൻറ്റു 5, ഇത്രയും മോളിക്യൂൾ ഇൻറ്റു 5. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻറ്റു 10, നമ്പർ ഓഫ് ഫോസ്ഫറസ് ആറ്റം ഇൻറ്റു 3, ലൈക്ക് ദാറ്റ്. സോ ദിസ് ഇസ് ഫ്രം ബേസിക് കോൺസെപ്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ 3. Question number 53 and that is from എവിടുന്നാണ്, നമ്മളുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം.
അല്ലെ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഇലക്ട്രോൺ ഈസ് ഇൻകറക്റ്റ് എന്നാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ഒക്കെ നോക്കി ശ്രദ്ധിച്ച് ചെയ്തോണം. എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന അബദ്ധം എന്ന് വെച്ചാൽ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമ്മളുടെ മനസ്സ് അങ്ങനെ സെറ്റ് ചെയ്തേക്കുക, ഓൾറെഡി അത് പോയി സെലക്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അവർ ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. അപ്പൊ ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് കാഥോഡ് റേസ്. കറക്റ്റ് ആണ്. കാരണം കാഥോഡ് റേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു വലിയ മെക്കാനിസം അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ്. അതിൽ കാഥോഡ് റേസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റിന്റെ നേരെ മൂവ് ചെയ്യും. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റിന്റെ നേരെ മൂവ് ചെയ്താൽ ഉറപ്പായിട്ടും ഇയാളുടെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവ് ചാർജ് ഉള്ള കോൺസ്റ്റിറ്റ്യൂവന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് കാഥോഡ് റേസ് ആണ്. ഇത് ശരിയാണ്, അതുകൊണ്ട് ഇത് ആൻസർ അല്ല. അവർ ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് ആണ്. Then it is a negatively charged particle. Of course it is correct. Electrons are negatively charged species. അതുകൊണ്ട് ഇത് തെറ്റാണ്. It is a basic constituent of all atom. അല്ലെ, എല്ലാ ആറ്റങ്ങളുടെയും ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്നറിയപ്പെടുന്നത് ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ആൻസർ 4 ആ. കാരണം മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ന്യൂട്രോൺ. ഒരിക്കലും അല്ല. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.1 into 10⁻⁻31 കിലോഗ്രാമും ന്യൂട്രോണിന്റെ മാസ് 1.6749 into 10⁻⁻27 കിലോഗ്രാമും ആണ്. അപ്പൊ മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയോ വലുതാണ് മാസ് ഓഫ് ഇലക്ട്രോണിനേക്കാൾ. അതുകൊണ്ട് ഒരാറ്റത്തിന്റെ മാസ് തീരുമാനിക്കുന്ന ആരാ? ന്യൂട്രോൺ പ്രോട്ടോണും ആണ്. ഇലക്ട്രോൺ ഒരിക്കലും ആറ്റത്തിന്റെ മാസ് ഡിസൈഡ് ചെയ്യില്ല. ന്യൂക്ലിയസിൽ കിടക്കുന്നത് ഇലക്ട്രോൺസ് അല്ല, പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. അതുകൊണ്ട് നിങ്ങളുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്തത് 54 ഫ്രം IUPAC നോമൻക്ലേച്ചർ അല്ലെ. Which of the following is the correct IUPAC name for the following alkane? നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം നിങ്ങളുടെ റൂൾ എന്താണ്? സെലക്ട് ദി ലോങ്സ്റ്റ് ചെയിൻ containing maximum number of carbon atom. നമ്മൾ എണ്ണി നോക്കുക. 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 1 2 3 4 5. അപ്പൊ ഏറ്റവും 6 ഇതാ. അപ്പൊ 1 2 3 4 5 6 ഉണ്ട്, 1 2 3 4 5 6 ഉണ്ട്. ബോത്ത് ആർ സെയിം. കാരണം ഇങ്ങനെ എടുത്താൽ നിങ്ങളുടെ ബ്രാഞ്ചുകൾ ആരൊക്കെയാ? ഈതയിലും മീതയിലും. ഇങ്ങനെ എടുത്താലും ബ്രാഞ്ച് അതാ ഈതയിലും മീതയിലും. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്പർ കൊടുക്കുമ്പം ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ 1 2 3 4 5 6 വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈലിന് 3ഉം മീ തൈലിന് 4ഉം കിട്ടി. തിരിച്ചാണെങ്കിൽ 1 2 3 4 5 6. നോക്കിക്കേ, അങ്ങോട്ട് പോയപ്പോൾ 3 4 ആണ്, ഇങ്ങോട്ട് വരുമ്പോഴും 3 4 ഐഡന്റിക്കൽ പൊസിഷൻ ആണ് രണ്ടു പേർക്കും വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആൽഫബറ്റിക്കൽ ഓർഡറിന് പ്രിഫറൻസ് കൊടുക്കണം. ഒരേ ഓർഡറിലാണ് വരുന്നതെങ്കിൽ ആൽഫബറ്റിക്കലി ഫസ്റ്റ് ആരാ? ഈ തൈലാണ്, മീ തൈലിനേക്കാൾ അതിന് ചെറിയ നമ്പർ വന്നു കഴിയണം. ആൻഡ് ദിസ് റൂട്ട് ഈസ് കറക്റ്റ്. അങ്ങനെ നോക്കുമ്പോ പേരെന്ത് വരും? മൂന്നാമത്തെ പൊസിഷനിൽ ഈ തൈലും 4ാമത്തെ പൊസിഷനിൽ മീ തൈലും. സോ 3 ഈഥൈൽ 4 methyl. 3 ethyl 4 methyl. 6 carbon atom hexane. So the answer is option 2 and this is from nomenclature. 55 that is from purification. In Jalda's method nitrogen present is eliminated as. Actually this is estimated as. അപ്പോൾ ശരിക്കും ജൽദാസ് മെത്തേഡ് നൈട്രജൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യല്ല ചെയ്യുക, നൈട്രജൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അത് എന്തിന്റെ ഫോർമുല? അമോണിയ അല്ലെ. ജൽദാസ് മെത്തേഡിൽ അമോണിയം, ഡ്യൂമാസ് മെത്തേഡിൽ നൈട്രോജനും. ഡ്യൂമാസ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആര്യ നൈട്രോജൻ ആണ്. പിന്നെ ജൽദാസ് മെത്തേഡ് വർക്ക് ചെയ്യാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. നൈട്രോജൻ റിങ്ങിലാണെങ്കിൽ, അതുപോലെ അസോ കോമ്പൗണ്ട്, നൈട്രോ കോമ്പൗണ്ട്, ഇതൊന്നും ഒരിക്കലും ജൽദാസ് മെത്തേഡ് തരത്തില്ല കേട്ടോ. കാരണം അവിടെയുള്ള നൈട്രജനെ നമുക്ക് അമോണിയ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. സോ ദിസ് ഇസ് ഫ്രം പ്യൂരിഫിക്കേഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 56. സ്പീഷീസ് ഹാവിംഗ് സെയിം ബോണ്ട് ഓർഡർ ആർ എന്നാണ് ചോദ്യം. സെയിം ബോണ്ട് ഓർഡർ വരണമെങ്കിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ വരണം എന്ന് നിർബന്ധമില്ല. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് സെയിം ബോണ്ട് ഓർഡർ ആണ്. പക്ഷേ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിലും ബോണ്ട് ഓർഡർ സെയിം ആകാം. അതിനുവേണ്ടി നിങ്ങൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. 8ന് മുമ്പുള്ള നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 എളുപ്പമാണ്. 8നോ അതിൽ കൂടുതലുള്ളതിന് ഇങ്ങനെ നോക്കിയാൽ മതി. 8 9 10 11 12 13
14 അല്ലെ 15 16 17 18 19 നോക്കട്ടെ ഇവിടെ 8 ഇലക്ട്രോൺ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇങ്ങനെ പോവാ 9 10 11 12 13 this is 14 and 15 16 17 18 19 and 20 maximum 20 വരെ ഉള്ള നിങ്ങളോട് ചോദിക്കുള്ളൂ ഇതിൽ ഒരു കാര്യം ഓർത്തോണം ഈ പറയുന്ന കേസിൽ ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ 8 ആണെങ്കിൽ 0 9 in a 0.5, 1, 1.5, 2, 2.5, 14 maximum 3. Then 15 again 2.5. ഒരേ ലൈനിലുള്ളവർക്ക് സെയിം ബോണ്ട് ഓർഡർ. So this is 2, 1.5, 1.5 and again 0. ഇതിൽ തന്നെ ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത് 12, 14 then 18 ഈ പറയുന്ന മൂന്ന് പേരും ഡയാമാഗ്നറ്റിക്കും ബാക്കി എല്ലാവരും പാരാമാഗ്നറ്റിക്കും ആയിരിക്കും. സോ ദിസ് ഇസ് ദി ഷോർട്ട് കട്ട് ഫോർ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇത് വെച്ച് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ചോദ്യം F2 പ്ലസ് നോക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഫ്ലൂറിന് 9 ആണ്. 9 9 18 18 1 പോയാൽ 17. നൈട്രജൻ 14 ആയിരുന്നു, 1 പോയി 13. 17 13 13 17 കണ്ടോ ഒരേ ബോണ്ട് ഓർഡർ അല്ല. അടുത്തത് F2 പ്ലസ് അഗെയിൻ 17 O2 16 1 17 സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉറപ്പായിട്ടും ബോണ്ട് ഓർഡർ സെയിം ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 2 വന്നു. അപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റൻ ഈ ഷോർട്ട് കട്ട് വേണ്ട. പിന്നെ ഈ ക്വസ്റ്റൻ ഞാൻ ഈ ഷോർട്ട് കട്ട് പഠിപ്പിക്കാൻ കാരണം ആർക്കെങ്കിലും ഇത് അറിയില്ല എങ്കിൽ ഇനി അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ N2 14 ഇലക്ട്രോൺ ആണ്, N2 മൈനസ് 15 ആണ്. രണ്ടിനും ഡിഫറെന്റ് ബോണ്ട് ഓർഡർ ആണ്, തെറ്റ്. then O2 മൈനസ് 17 ആണ്, N2 മൈനസ് 15 ആണ്. 17നും 15നും വേറെ ബോണ്ട് ഓർഡർ ആണ്. and this is also wrong. answer is option 2 and this is from chemical bonding and molecular structure. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 57 അസർഷൻ ആണ്. ലൈൻ എമിഷൻ സ്പെക്ട്ര ഹെൽപ്പ് ഇൻ ദ സ്റ്റഡി ഓഫ് ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് എ പർട്ടിക്കുലർ എലമെന്റ് അല്ലെ? ശരിയാണ്. ഫ്രം ദി ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. കാരണം എന്താ, ഇപ്പം ഞാൻ പഠിക്കുന്നത് സീഷ്യം എന്ന് പറയുന്ന എലമെന്റിന്റെ ആണ് എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്പെക്ട്രം വേറെ ഏതെങ്കിലും എലമെന്റിന്റെ ആയിക്കോട്ടെ, ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം സീഷ്യം. ബിക്കോസ് നമ്മൾക്ക് ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന സാധനം യുണീക്ക് എന്ന് പറയുന്ന പോലെ ഓരോ എലമെന്റുകൾക്കും ലൈൻ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് യുണീക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലമെന്റുകളുടെ ഇലക്ട്രോണിക് സ്ട്രക്ചർ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ലൈൻ എമിഷൻ സ്പെക്ട്രം ആണ്. So assertion is correct. Then each element has a unique line emission spectrum and that's why this happens. So reason is also true. അല്ലെ? അങ്ങനെ വരുമ്പോൾ പറഞ്ഞേ if both assertion and reason are correct and reason is the correct explanation of assertion, answer is option 1. ഇത് ശരിക്കും assertion reason ക്വസ്റ്റ്യൻ ശരിക്കും കൊടുക്കാണ്. ഈ 3ഉം 4 ഒക്കെ 1 ആണോ 2 ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അതിപ്പം പഠിപ്പിക്കുന്ന നമുക്കും വരും. ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് 1 ആണോ 2 ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അത് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ കേട്ടോ. തിയറി പാർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആയാലാണ് നമുക്കത് കിട്ടുക. പേടിക്കണ്ട, നിങ്ങൾക്ക് കിട്ടിക്കോളും കേട്ടോ. നിങ്ങൾ അത്യാവശ്യം തിയറി ഒക്കെ പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പ്രശ്നമില്ല. അടുത്തത് 58. ദി കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് കാർബൺ ബോണ്ട് ലെങ്ത് ഇൻ ബെൻസീൻ, ഈഥീൻ, അസറ്റിലീൻ ആൻഡ് ഗ്രാഫൈറ്റ് ഈസ് ആണ് ചോദ്യം. നിങ്ങൾക്കറിയാം ഈഥൈൻ എന്ന് പറയുമ്പോൾ C സിംഗിൾ ബോണ്ട് C കാർബൺ ആറ്റം, ഈഥീൻ C ഡബിൾ ബോണ്ട് C, ഈഥൈൻ C ട്രിപ്പിൾ ബോണ്ട് C. അപ്പൊ നിങ്ങൾക്കറിയാം ഇതിനകത്ത് ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, ബോണ്ട് ലെങ്ത് ഡിക്രീസസ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. ശരിയല്ലേ? ബോണ്ട് ഓർഡർ കൂടി കഴിഞ്ഞപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരുമ്പോൾ നീളം കുറവാ. ഇത് ഈ 3 പേരെ ഈസി ആയിട്ട് എഴുതാം. പിന്നെ ഉള്ളത് ബെൻസീൻ ആണ്. ബെൻസീന്റെ പ്രത്യേകത ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ റെസൊണൻസ് അറിയണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏതെങ്കിലും 2 ആറ്റങ്ങളെ നോക്കുക, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് ബോണ്ട്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. അതായത് ഇപ്പൊ ബെൻസീനിൽ ഇവിടെ 2 ബോണ്ടുകളാണ് ഉള്ളത്. ഈ റെസൊണൻസ് സ്ട്രക്ചറിൽ 2 ബോണ്ടുകൾ. ഇത് റെസൊണേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ എങ്ങനെയാ, ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അപ്പോഴും സെയിം കാർബൺ ആറ്റത്തിൽ ഒരു ബോണ്ട് ആവുള്ള മൊത്തം 2 റെസൊണൻസ് സ്ട്രക്ചർ. സോ 3/2 1.5. അപ്പൊ ഇയാളുടെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1.5 ആണ്. ശരി. അതുപോലെ ഗ്രാഫൈറ്റിന്റെ ബോണ്ട് ഓർഡർ നിങ്ങൾക്കറിയാം. അതായത് മൊത്തം 3 കാർബണാറ്റേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. 4മത്തേത് പൈ ബോണ്ട് ഫോർമേഷനിലേക്കും ഡീലോക്കലൈസേഷനിലേക്കും പോകും. അങ്ങനെ വരുമ്പം 4 ബോണ്ടുകളുണ്ട്, 3 സ്ഥലത്തുകൂടി ഈ ബോണ്ട് ഓടി നടക്കും. സോ 4/3 എന്നുള്ള രീതി വരും. 4 ബോണ്ടുകളും 3 സ്ഥലത്തോടെ ഓടി നടക്കും. സോ ദിസ് ഇസ് 1.33 എന്ന് വരും. ഇനി പറഞ്ഞു ഇയാളുടെ ബോണ്ട് ഓർഡർ 1 ആണ്, ഇയാളുടെ 2 ആണ്, ഇയാളുടെ 3 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബോണ്ട് ഓർഡർ കൂടിയാൽ ബോണ്ട് ലെങ്ത് കുറയും. അപ്പൊ ഏറ്റവും ബോണ്ട് ലെങ്ത് കുറവ് എന്ന് പറയുന്നത് ആൽക്കൈൻ, അസറ്റിലീൻ ആണ്.
ആണ് അസറ്റിലീൻ. അപ്പോൾ ഓപ്ഷൻ 1ഉം 4ഉം നമ്മൾ കട്ടായി. അസറ്റിലീൻ അത് കഴിഞ്ഞ് ബോണ്ട് ഓർഡർ വരുന്നത് 2 ആണ് അല്ലെ. അപ്പൊ അസറ്റിലീൻ കഴിഞ്ഞ് ഈഥെയിൻ. ഈഥെയിൻ ആൻസർ ആയി ഓപ്ഷൻ 2. അപ്പൊ നമ്മൾ കെട്ടിക്കളഞ്ഞു. ഈഥീൻ ആണ്. അടുത്ത നിങ്ങൾ നോക്കിയേ 2 കഴിഞ്ഞാൽ പിന്നെ വരുന്ന 1.5 ബെൻസീൻ. 1.5 കഴിഞ്ഞാൽ പിന്നെ ഗ്രാഫൈറ്റ് 1.33. യെസ്, അടുത്തത് ഈഥെയിൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ബോണ്ടിങ്. പിന്നെ പി ബ്ലോക്ക്, സോളിഡ് സ്റ്റേറ്റ്, ഒരുപാട് ചാപ്റ്ററുകളുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോക്കുക. പിന്നെ അത് റെസൊണൻസ് സ്ട്രക്ചർ വഴി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്ന കാര്യം കൂടെ മനസ്സിലോർത്തണം കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 59. A gas is said to behave like an ideal gas when the reaction PV by T is a constant. എപ്പോഴാ? At constant temperature. Then what do you expect? PV by T is a constant. നമുക്ക് വേണ്ട ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കേണ്ട ആവശ്യമില്ല. അവിടെ വേരിയബിൾ പിയും വിയും ടിയും. അപ്പൊ എന്താ? P1 V1 by T1 equal to P2 V2 by T2. That is combined gas law. Then when do you expect a real gas to behave like an ideal gas? ആക്ച്വലി ഈ ഒരു സെന്റൻസ് ശരിക്കും അധികപ്പറ്റാണ് അല്ലെ. അത്രയും ഡെക്കറേഷന്റെ ആവശ്യമില്ല. നമ്മളോട് ആ ലാസ്റ്റ് പാർട്ടേ ആവശ്യമുള്ളൂ. നമുക്ക് എപ്പോഴാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആവുക? ഐഡിയൽ ഗ്യാസ് എന്താ? നിങ്ങൾക്കറിയാം, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലാത്ത ഗ്യാസുകളാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്. പക്ഷെ കൈനറ്റിക് തിയറി അനുസരിച്ച് ഗ്യാസ് മോളിക്യൂളുകൾക്കിടയിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഇല്ല. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് റിയൽ ഗ്യാസാ. അപ്പൊ ആ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗ്യാസ് മോളിക്യൂളിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് കുറയ്ക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? വോളിയം കൂട്ടുക. ഗ്യാസ് മോളിക്യൂൾ ദൂരെ പോവും. വോളിയം കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാ? പ്രഷർ കുറയ്ക്കുക, ടെമ്പറേച്ചർ കൂട്ടുക. അങ്ങനെ ഓർത്താൽ മതി. സോ ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ അല്ലെ. ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏത് വരും? വെൻ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ലോ, വെൻ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് വെൻ ദി ടെമ്പറേച്ചർ ഈസ് ലോ, വെൻ ദി ടെമ്പറേച്ചർ ഈസ് ഹൈ ആൻഡ് ദി പ്രഷർ ഈസ് ലോ. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. സോ ദിസ് ഇസ് അല്ലെ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ആൻഡ് ഓർ റിയൽ ഗ്യാസ് ബിഹേവ്സ് ഐഡിയൽ ഗ്യാസ്. ഇനി ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ഒരു പേരുണ്ട് കേട്ടോ, ബോയിൽ ടെമ്പറേച്ചർ. സോ ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സോ നമ്മളുടെ 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദി റോങ്ലി മാച്ച്ഡ് പെയർ. അതിൽ ചോദിച്ചിരിക്കുന്ന സ്ട്രക്ചർ ആണ്. നിങ്ങൾ ഷേപ്പ് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് പഠിച്ചോണ്ടേ പോകുള്ളൂ. കാരണം ഉറപ്പാണ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നതിൽ അവർ ചോദിച്ചേക്കുന്ന റോങ്ലി മാച്ച്ഡ് പെയറാണ്. അപ്പൊ അതിൽ ആദ്യം NH3 ആണ്. സെൻട്രൽ ആറ്റം നൈട്രോജൻ ആണ് അമോണിയയില്. 5 വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ട്. അതിൽ 3 ഹൈഡ്രജൻ കൊണ്ടുപോയി. സോ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും. 2 കൂടി ചേർന്ന 1. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും എന്ന് വെച്ചാൽ എന്താ? 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ ട്രയഗണൽ പിരമിഡൽ. സോ ദിസ് ഈസ് ആക്ച്വലി കറക്റ്റ് അല്ലെ. ഇത് കറക്റ്റ് പെയർ ആണ്. അപ്പൊ 1 എന്നുള്ളത് ശരിക്കും കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. അതുകൊണ്ട് ആൻസർ അല്ല. 2 PCl5 കാണുമ്പോഴേ അറിയാം തെറ്റാണ് അല്ലെ. PCl5 ഫോസ്ഫറസിന് 5 വാലൻസ് ഇലക്ട്രോൺ. 5ൽ 5ഉം ക്ലോറിൻ കൊണ്ടുപോയി. സോ 5ഉം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതാ? sp3d2 ആണ്. sp3d2 ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. സോ ഓപ്ഷൻ 2 തെറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. അടുത്തത് SF6 സെൻട്രൽ ആറ്റം സൾഫർ വാലൻസ് ഇലക്ട്രോൺ 6. 6ൽ 6ഉം ഫ്ലോറിൻ കൊണ്ടുപോയി. സോ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3d2 octahedral geometry. So this is correct and not your answer. BeCl2 beryllium valence electron 2. 2ൽ 2ഉം ക്ലോറിൻ കൊണ്ടുപോയി. 2 ബോണ്ട് പെയർ sp, that is linear. So this is also correct. Answer അല്ല. So answer is option 2. This is also from chemical bonding and molecular structure. അടുത്തത് 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Assertion again. Reaction of SO2 and H2S in presence of Fe2O3 catalyst gives elemental sulfur. ശരിയാണ്. അതായത് SO2ഉം അതുപോലെ H2S കൂടെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എലമെന്റൽ സൾഫർ കിട്ടും. നോക്കിക്കേ, ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4ഉം ഇവിടെ സൾഫറിന്റെ -2 ആ. സോ +4 സ്റ്റേറ്റിലുള്ള ആള് സൾഫർ 0 ആണല്ലോ അല്ലെ. ഉള്ള ആൾ എന്ത് ചെയ്തു? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ് അവിടെ ചെന്നു. ഇതോ ഓക്സിഡേഷൻ നമ്പർ കൂടി അവിടെ ചെന്നു. അപ്പൊ മീനിങ് എന്താ? SO2 ഒരു എന്താ പറയാ റിഡക്ഷനിൽ പങ്കെടുത്തു. അപ്പൊ അയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇനി അതുപോലെ H2S ഓക്സിഡേഷനിൽ പങ്കെടുത്തു. അപ്പൊ അയാൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. റീസൺ കൊടുത്തിരിക്കുന്ന അസർഷൻ കറക്റ്റ് ആണ്. റീസൺ കൊടുത്തിരിക്കുന്ന SO2 ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്. നമ്മൾ ഇവിടെ പറഞ്ഞ് SO2ന് റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ എങ്ങനെ മനസ്സിലായി? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുക.
കുറയുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുന്നതിന് റിഡക്ഷൻ എന്ന് കൊടുക്കുക, അപ്പോൾ കൂടുന്നതിന് ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. ആർക്കാണോ റിഡക്ഷൻ നടന്നത് അയാൾ മറ്റുള്ളവരെ കയറി ഓക്സിഡൈസ് ചെയ്യും. ഇപ്പൊ എനിക്ക് റിഡക്ഷൻ നടന്നാൽ ഞാൻ നിങ്ങളെ ഓക്സിഡൈസ് ചെയ്യും, മനസ്സിലായി? എനിക്ക് ഓക്സിഡേഷൻ നടന്നാൽ ഞാൻ നിങ്ങളെ റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇത് SO2 എന്ന് പറഞ്ഞ റിഡക്ഷനാ. അപ്പൊ ഇയാൾ ഓക്സിഡൈസിങ് ഏജന്റാ. പക്ഷേ SO2-ന് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ റീസൺ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഇവിടെ അയാൾ ഓക്സിഡൈസിങ് ഏജന്റാ, പക്ഷേ SO2 റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ശരിയാടോ. കാരണം എന്നാ, സൾഫർ ഡയോക്സൈഡിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. സൾഫറിന് മാക്സിമം +6ഉം മിനിമം -2 ആ. നിങ്ങളൊന്ന് ആലോചിക്കേ, +4ന് ഇനി കൂടാവോ? കൂടാം. +6 കൂടാം. കൂടിയെന്ന് വെച്ചാൽ എന്താ? ഓക്സിഡേഷൻ. അപ്പൊ എന്ത് ഏജന്റാ? റെഡ്യൂസിങ് ഏജന്റ്. കുറയാവോ? കുറയാം. കുറയാന്ന് വെച്ചാൽ എന്താ? റിഡക്ഷൻ. അപ്പൊ എന്ത് ഏജന്റാ? ഓക്സിഡൈസിങ് ഏജന്റ്. സോ SO2 എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും ആണ്. അപ്പൊ റീസൺ കറക്റ്റാ, പക്ഷെ ഇവിടെ അത് കാരണമല്ല നടന്നത്, ഇവിടെ ഓക്സിഡൈസിങ് നേച്ചർ ആണ്. അതുകൊണ്ട് അവർ പറയുന്നു ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് R is not the correct explanation for assertion. Answer is option 2 ആണ്. ഓക്കെ, so this is from P block redox reaction അല്ലേ, മിക്സിംഗ് ആണ്. അടുത്തത് 4 liters of 0.02 molar aqueous solution of NaCl was diluted by adding 1 liter of water. The molarity of the resulting solution will be എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം 4 ലിറ്റർ ഉപ്പുവെള്ളം, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഉപ്പുവെള്ളം, അതിനകത്ത് 0.02 മോളാണ് കോൺസെൻട്രേഷൻ. അതിലേക്ക് നിങ്ങൾ 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ കോൺസെൻട്രേഷൻ എന്തായാലും കുറയും. നിങ്ങൾ ഉപ്പുവെള്ളത്തിന്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുകയും, ആദ്യത്തെ കേസിൽ അവർ തന്നേക്കുന്ന ലിറ്റർ വോളിയം ആൻഡ് മൊളാരിറ്റിയാണ്. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. So molarity ഉണ്ട്, വോളിയം ഉണ്ട്. So you can have the number of moles. That is molarity into volume, which is 0.02 moles per liter into 4 liter. Liter inverse cancel. So അത്ര വരും 0.08 മോൾ എന്ന് വരും. എന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് 0.08 മോൾ NaCl നിങ്ങളുടെ മിക്സ്ചറിനകത്തുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഒരു കപ്പിൽ 1 ഗ്ലാസ് ചായ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കി നിങ്ങളുടെ അമ്മയോ അച്ഛനോ കൊണ്ടുതന്നു. അപ്പൊ നിങ്ങൾ 1 ഗ്ലാസ് ചായക്കകത്ത് 1 ടീസ്പൂൺ പഞ്ചസാര ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പറയാ ഇതിന് മധുരം കുറച്ച് കൂടിപ്പോയി അല്ലെ, മധുരം കുറച്ച് അല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ പറയാ എനിക്ക് ഇത്രയും മധുരം വേണ്ട, ഒരു കാര്യം ചെയ്തു 1 ഗ്ലാസ് മധുരമില്ലാത്ത ചായ കൂടെ ഒഴിക്കാൻ പറയും. അപ്പൊ നിങ്ങളുടെ അമ്മയോ അച്ഛനോ 1 ഗ്ലാസ് മധുരമില്ലാത്ത ചായ കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. ഇപ്പൊ എത്ര ടീസ്പൂൺ പഞ്ചസാര ഉണ്ട്? 1 ടീസ്പൂൺ അല്ലെ. അതായത് ഡൈല്യൂഷന് മുമ്പും ഡൈല്യൂഷന് ശേഷവും നമ്പർ ഓഫ് മോൾസ് സെയിം. പിന്നെ എങ്ങനെ മധുരം കുറഞ്ഞു? കോൺസെൻട്രേഷൻ കുറയാൻ കാരണം എന്താ? വോളിയം കൂടി. വോളിയം കൂടി കഴിഞ്ഞാൽ മധുരം കുറയും. അപ്പം പക്ഷേ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ഉണ്ടായിരുന്നത്. നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് മധുരം ഇല്ലാത്ത ചായ ഒഴിച്ചാൽ 1 ടീസ്പൂൺ എന്നുള്ളത് 1/2 ടീസ്പൂൺ പഞ്ചസാരയായിട്ട് മാറൂ? ഇല്ല, 1 ടീസ്പൂണാ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാം ഇത് ബിഫോർ ഡൈല്യൂഷനാ. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഡൈല്യൂഷനും എന്ത് തന്നെയാ? 0.08 മോൾ തന്നെയല്ലേ. വെള്ളം ഒഴിച്ചു എന്ന് കരുതി നമ്പർ ഓഫ് മോൾസിന് മാറ്റം വരുമോ? ഇല്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ഡൈല്യൂഷൻ ഫോർമുല. ഡൈല്യൂഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫോർമുലയാണ് M1V1 is equal to M2V2. നിങ്ങൾക്കറിയാം ഇത്രയും ഡെക്കറേഷന്റെ ആവശ്യമില്ല ഇതിന്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുന്നത്, ഞാൻ ആർക്കെങ്കിലും ഈ കോൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ കിട്ടിക്കോട്ടെ. കാരണം ചിലർ ബ്ലൈൻഡ് ആയിട്ട് M1V1 = M2V2 പഠിച്ചു വയ്ക്കും. അതിന്റെ റീസൺ ഇതാണ്, ഡൈല്യൂഷന് മുന്നേയും ഡൈല്യൂഷന് ശേഷവും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് സെയിം ആയിരിക്കും. ഇനി പറ M1 എത്രയാ? 0.02, V1 4, M2 അറിയില്ല, V2 5. അതെങ്ങനെ V2 5 വന്നേ എന്ന് ചോദിച്ചാൽ 4 ലിറ്റർ ഉപ്പുവെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ 1 ലിറ്ററും കൂടെ ഒഴിച്ചപ്പം മൊത്തം എത്ര ലിറ്ററായി? 5 ലിറ്റർ അല്ലേ. അപ്പൊ ഓർത്തോണം, 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ ഓൾറെഡി ഉണ്ട്, അതിലേക്ക് നിങ്ങൾ 1 ലിറ്ററും കൂടെ ആഡ് ചെയ്തു. അപ്പൊ M2 is equal to എന്ത് വരും? 0.02 into 4 divided by 5, which is equal to 8 by 5 into 10 raised to minus 2, which is equal to 1.6 into 10 raised to minus 2, which is equal to 0.016 molar എന്ന് വരും. മധുരം കുറഞ്ഞു. ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. സോ ദിസ് ഈസ് കോൾഡ് എന്താ? ഡൈല്യൂഷൻ ഫോർമുല. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും റിയാക്ഷന്റെ സമയത്താണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ വി ഹാവ് എ റിയാക്ഷൻ ഫോർമുല. അതെന്ന് പറയുന്നത് ഇതല്ല, M1V1 by N1 equal to M2V2 by N2 ആണ്, വേർ N is സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ആണ് കേട്ടോ. ഇപ്പൊ ഒരു റിയാക്ഷന്റെ സ്ഥലത്താണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദിസ് ഇസ് കോൾഡ് റിയാക്ഷൻ ഫോർമുല. മറ്റേനെ വിളിക്കുന്ന പേര് ഡൈല്യൂഷൻ ഫോർമുല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇപ്പം ഏത് ചാപ്റ്ററിൽ നിന്നാന്ന് ചോദിച്ചാൽ ബേസിക് കോൺസെപ്റ്റ് ഓർ സൊല്യൂഷൻ. ഓക്കെ,
Question number 63. Match the entries in column 1 and column 2. Elastomers. Rubber. അല്ലെ, ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾ ആണ് റബ്ബർ. ഇപ്പൊ നമ്മൾ റബ്ബർ എന്ന് പറയുന്നതിൽ ഇതിൽ ഏതെടുക്കാം? വൾക്കനൈസ്ഡ് റബ്ബർ. സോ ഇലാസ്റ്റോമറിന്റെ കോഡ് എയുടെ കോഡ് എസ്. എളുപ്പമായല്ലോ അല്ലെ, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എയുടെ കോഡ് എസ്, ആൻസർ 2. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെക്ക് ചെയ്യണ്ട. പക്ഷെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്ത് തരുവാണ്, നിങ്ങൾ ചെക്ക് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഫൈബർ എന്നറിയപ്പെടുന്ന എന്താ? ഫൈബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത് കൂടിയ പോളിമർ. അതിന് എക്സാമ്പിൾ ആണ് പോളി എസ്റ്റേഴ്സ് ആൻഡ് പോളി അമൈഡ്. പോളി എസ്റ്റേഴ്സ് ആൻഡ് പോളി അമൈഡിൽ പോളി അമൈഡ് ഏതാ? നൈലോണുകളാണ്. നൈലോൺ എന്ന് വെച്ചാൽ എന്താ? ന്യൂയോർക്ക് ആൻഡ് ലണ്ടൻ ഒരേ സമയം ഉണ്ടാക്കിയ, രണ്ട് സ്ഥലത്ത് ഒരേ സമയം ഉണ്ടാക്കിയ പോളിമറാണ്. നൈലോൺസ് ആർ ഫൈബേഴ്സ് ആണ്. സോ ഫൈബറിന് എക്സാമ്പിൾ ആണ് നൈലോൺ. സോ ബിയുടെ കോഡ് 6 ആണ്. ദെൻ തെർമോപ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്നത് പോളിവിനൈൽ ക്ലോറൈഡ്, പോളിത്തീൻ, അങ്ങനെയുള്ള ആളുകളാണ് തെർമോ പ്ലാസ്റ്റിക്സ്. സോ ഡെസിയുടെ കോഡ് ക്യൂ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഒരു തവണ ഉണ്ടാക്കി നിങ്ങൾ അതിനെ വീണ്ടും റീമോൾഡ് ചെയ്ത് ടെമ്പറേച്ചർ കൊടുത്ത് റീമോൾഡ് ചെയ്ത് നടക്കില്ല. അതിന് എക്സാമ്പിൾ ആണ് ബേക്കലൈറ്റ് ഒക്കെ. സോ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ് ബേക്കലൈറ്റ്. സോ നിങ്ങൾക്ക് ആൻസർ 2 മാച്ച് ആവുന്നുണ്ടോ നോക്കിയേ. എയുടെ കോഡ് എസ്, ബിയുടെ കോഡ് 6, സിയുടെ കോഡ് ക്യൂ, ഡിയുടെ കോഡ് പി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ പോളിമർ. Question number 64. The number of oxygen atoms in 4.4 gram of CO2 is approximately. കണ്ടോ, നമ്മളുടെ സ്ട്രാറ്റജി പറഞ്ഞില്ലേ, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തില്ലേ, അതേപോലത്തെ പ്രോബ്ലം ആണ്, തെറ്റിക്കാണ്ട് പറഞ്ഞോണം. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള സ്ട്രാറ്റജി ആദ്യം മാസോ വോളിയമോ തന്നാൽ മോൾസിലോട്ട് മാറ്റാം. മാസ് തന്നിരിക്കുന്നത് 4.4 ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇപ്പൊ എന്തായി? നമ്പർ ഓഫ് മോൾസ് ആയി. ഇനി എത്ര മോളിക്യൂൾ ഉണ്ട്? ഇൻറ്റു എന്നെ. ഇപ്പൊ എന്തായി? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി. ശരി, നിങ്ങൾ ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പെറുക്കി എടുക്കുക. ശരി, എന്നിട്ട് അതിലേക്ക് നോക്ക്, എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2. ഒരു മോളിക്യൂളിൽ 2 ഓക്സിജൻ. അപ്പൊ 10 മോളിക്യൂളിലോ 20 ഓക്സിജൻ. ഒരാപ്പിളിൽ 5 കുരു. എല്ലാ ആപ്പിളിൻ്റെ അകത്തും 5 കുരു ഇതാണെന്ന് വിചാരിക്കുക. ഒരാപ്പിളിൽ 5 കുരു. അപ്പൊ നമ്പർ ഓഫ് കുരൂസ് ഇൻ 20 ആപ്പിൾ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 20 × 5 അല്ലേ എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിൽ 2 ഓക്സിജൻ. അപ്പൊ ഇത്രയും മോളിക്യൂൾ എത്ര? ഇൻറ്റു 2. സോ വിച്ച് ഈസ് അല്ല, ഇത് കട്ടായി പോയി. 0.1 വരും. 0.2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി പറ 0.2 ഇൻറ്റു 6 ഇൻറ്റു 10⁻23. മക്കളെ, ദിസ് ഇസ് 1.2 ഇൻറ്റു 10⁻23 ഇസ് ദി ആൻസർ. ഓപ്ഷൻ 3 ആണ്. ഓർ നിങ്ങളോട് ചോദിക്കുക, നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണെങ്കിലോ ഇൻറ്റു 1, നമ്പർ ഓഫ് ആറ്റം ആണെങ്കിലോ ഇൻറ്റു 3. സോ ഇത്രയും സിമ്പിൾ ആണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രോജൻ റെഡിലി കമ്പൈൻസ് വിത്ത് മെറ്റൽ ആൻഡ് ദസ് ഷോസ് ഇറ്റ്സ്. ഹൈഡ്രോജൻ ഒരു മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത്, ഇപ്പൊ സോഡിയം ഹൈഡ്രോജനും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കറിയാം സോഡിയം ഹൈഡ്രേറ്റ് NaH ഉണ്ടായി. അപ്പൊ നോക്കിയേ, ഇത് എയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0യും 0യും. ഇവിടെ +1ഉം ഇത് -1ഉം ആയി. അപ്പൊ ഹൈഡ്രോജൻ -1 ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് നേച്ചർ കാണിച്ചു? സ്ട്രോങ് ഇലക്ട്രോ നെഗറ്റീവ് നേച്ചർ ആണ് മെറ്റലിന്റെ കൂടെ കാണിച്ചത്. മനസ്സിലായോ? സ്ട്രോങ് ഇലക്ട്രോ നെഗറ്റീവ് നേച്ചർ. നൈട്രോജന്റെ കൂടെ ആണെങ്കിലോ സ്ട്രോങ് ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ. സോ മെറ്റലിന്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഏത് നേച്ചറാണ് കാണിക്കുന്നത്? ഇലക്ട്രോ നെഗറ്റീവ് നേച്ചർ. ആൻസർ ഈസ് ഓപ്ഷൻ 3. ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ ഹൈഡ്രോജൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ സൊല്യൂഷൻ ഓഫ് സോഡിയം സൾഫേറ്റ് ഇൻ വാട്ടർ ഇസ് ഇലക്ട്രോലൈസ്ഡ് യൂസിംഗ് ഇനർട്ട് ഇലക്ട്രോഡ്. ദി പ്രോഡക്റ്റ് അറ്റ് ദി കാഥോഡ് ആൻഡ് ആനോഡ് റെസ്പെക്റ്റീവ്ലി. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും. അതിൽ ഒരു കാര്യം പറയാം, ഇനർട്ട് ഇലക്ട്രോഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ. ആക്റ്റീവ് ഇലക്ട്രോഡ് ആണെങ്കിൽ ഭയങ്കര എളുപ്പമാടോ. ഇലക്ട്രോഡ് ആക്റ്റീവ് ആണല്ലോ, ഇലക്ട്രോഡ് തന്നെ റിയാക്ഷനിൽ പങ്കെടുത്തോളും, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇനർട്ട് ഇലക്ട്രോഡ് ആണെങ്കിൽ വി ഹാവ് എ ട്രിക്ക്. ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്, നോക്കിക്കോണം. ഒന്നാമത് Na+ Mg or K+, അല്ലെ, Na+, K+, Mg2+, Al3+, എക്സെട്ര ഇവരാണ് എങ്കിൽ ഹൈഡ്രോജൻ ലിബറേറ്റഡ് അറ്റ് കാഥോഡ്. ഇവര് പോല ലിബറേറ്റഡ് അറ്റ് കാഥോഡ്. ഓർത്ത് വെച്ചോണം, ഇവരുടെ ഇവരാണ് നിങ്ങളുടെ ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അതോടെ പോവില്ല. അവർക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഭയങ്കര കുറവാണ്. അപ്പൊ ഹൈഡ്രോജൻ പൊയ്ക്കോളും. വെള്ളമാണ് എപ്പോഴും കോമ്പറ്റീറ്റർ കേട്ടോ. അപ്പൊ ഹൈഡ്രോജൻ കയറിക്കോളും. രണ്ടാമത് കോപ്പർ 2+ ഓർ സിൽവർ Ag+ അങ്ങനെയൊക്കെയാണ് എങ്കിൽ അവർ തന്നെ പൊക്കോളും. കോപ്പർ ഓർ സിൽവർ ഈസ് ഡെപ്പോസിറ്റഡ്, അല്ലെ, ഡിപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്. നിങ്ങൾ ഇനി തിയറി ഒന്നും പഠിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പം തൽക്കാലം എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ ട്രിക്ക് ഓർത്ത് വയ്ക്കുക.
ഇനി മൂന്നാമത്തെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹാലോജന്റെ കേസ്, ഇപ്പൊ ക്ലോറിൻ Cl- Br- I- ഇവരാണ് എങ്കിൽ ആനോഡില് ക്ലോറിൻ, ബ്രോമിൻ ഓർ അയഡിൻ വിൽ ബി ലിബറേറ്റഡ് അറ്റ് ആനോഡ്. ആനോഡിൽ അവർ ലിബറേറ്റ് ആയിക്കോളും. നാലാമത്തെ കേസ് ഫ്ലൂറൈഡോ, നൈട്രേറ്റ്, സൾഫേറ്റ് SO4 2-, അതുപോലെ SO3 2-, ഫോസ്ഫേറ്റ് PO4 3-, എക്സെട്ര ആണെങ്കിൽ ഇവർ പോകില്ല കേട്ടോ. പകരം ഓക്സിജൻ വിൽ ബി ലിബറേറ്റഡ്. അറ്റ് ആനോഡ്. ഓക്സിജൻ വിൽ ബി ലിബറേറ്റഡ് അറ്റ് ആനോഡ്. പിന്നെ ഒരു കാര്യം ഓർക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം വെച്ചാൽ കോൺസെൻട്രേറ്റഡ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അല്ലെ, ഇപ്പൊ ക്ലോറിൻ Cl- ഉള്ള സമയത്ത് Cl2 കയറണം. പക്ഷെ ആ സമയത്ത് ഓക്സിജൻ ഒരു കോമ്പറ്റീറ്റർ ആണ്. ഓക്സിജൻ കയറി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കോൺസെൻട്രേറ്റഡ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഓക്സിജൻ ആനോഡിൽ ലിബറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് കുറയ്ക്കാൻ വേണ്ടി ഡൈല്യൂട്ട് ഇലക്ട്രോലൈറ്റ് ആണ് കയറുന്നതെങ്കിൽ സോറി, ഞാൻ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. കോൺസെൻട്രേറ്റഡ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ എന്താ പറയാ, ഓക്സിജന്റെ അളവ് ഭയങ്കര കുറവാണ്. അപ്പൊ ശരിക്കും ഓക്സിജൻ ആണ് ലിബറേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഓക്സിജന് വേറൊരു ഫിനോമിനൻ നടക്കും, ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പരിപാടി. ഓവർ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഓക്സിജന് തിയറട്ടിക്കലി ഒരു പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ട്. നമ്മൾ വിചാരിച്ചു അത് മതിയെന്ന്, പക്ഷെ എക്സ്പെരിമെന്റിൽ ചെയ്യുമ്പോൾ അത് പോരാ, കുറച്ച് എക്സ്ട്രാ വോൾട്ടേജ് വേണം. അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ വാല്യൂവിൽ ചേഞ്ച് വരും. അപ്പൊ ചിലപ്പം വേറെ ഉള്ള ആൾക്കാർ ഓവർടേക്ക് ചെയ്ത് കയറും. അങ്ങനെ വരുന്ന സമയത്ത് സപ്പോസ് ഇഫ് Cl- ഒക്കെ ആണ് എങ്കിൽ ഈസ് പ്രസന്റ് ആണെങ്കിൽ Cl2 കയറി ആനോഡില് ലിബറേറ്റ് ചെയ്യാൻ നോക്കും. Cl2 ആര് ഓവർടേക്ക് ചെയ്യും? ഓക്സിജനെ. പക്ഷെ ഡൈല്യൂട്ട് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഓക്സിജന്റെ ഓവർ പൊട്ടൻഷ്യൽ എലിമിനേറ്റ് ആവും. ഈ ഓവർ പൊട്ടൻഷ്യൽ എന്നുള്ള ഫിനോമിനൻ പിന്നെ നടക്കില്ല. അപ്പൊ ആനോഡില് ആര് തന്നെ ലിബറേറ്റ് ആയിക്കോളും? ഓക്സിജൻ തന്നെ ലിബറേറ്റ് ആയിക്കോളും. ഇതും ഒന്ന് ഓർത്ത് വെക്കണം ഡൈല്യൂട്ട് സൊല്യൂഷനിൽ. പിന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ കേസില് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4 ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും വരും. അപ്പൊ ഈ കോൺസെൻട്രേറ്റഡിലും ഡൈല്യൂട്ടിലും ഒരു പ്രശ്നമുണ്ട്. ഇത് രണ്ടുപേരും കാഥോഡിൽ തരുന്നത് ഹൈഡ്രജനെയാണ്. ഇയാളും കാഥോഡിൽ തരുന്നത് ഹൈഡ്രജനെയാണ്. പക്ഷെ കോൺസെൻട്രേറ്റഡ് ആനോഡിൽ തരുന്നത് പെറോക്സോ ഡൈസൾഫേറ്റ് അയോണും, ഡൈല്യൂട്ട് തരുന്നത് ആനോഡിൽ തരുന്ന ഓക്സിജൻ. കണ്ടോ, ഡൈല്യൂട്ട് ആകുമ്പോൾ ഓക്സിജൻ തന്നെ കയറിക്കോളും ആനോഡിൽ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇലക്ട്രോളിസിസ് എന്നുള്ള ഭാഗം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. പിന്നെ നോക്കിയേ, സോഡിയം സൾഫേറ്റ് എന്ന് വെച്ചാൽ Na2SO4 ആണ്. ഇനർട്ട് ഇലക്ട്രോഡ് ആണെന്ന് അവർ പറഞ്ഞോ. സോഡിയത്തിന്റെ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കാഥോഡിൽ സോഡിയം പോകില്ല, പകരം ഹൈഡ്രജൻ പോവും. കാഥോഡിൽ ഹൈഡ്രജൻ. ഇനി ആനോഡിൽ നോക്കിക്കോണം, സൾഫേറ്റാ. ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് ആണെങ്കിൽ അവർ പൊക്കോളും. പക്ഷെ ഫ്ലൂറൈഡ്, സൾഫേറ്റ് ഒക്കെ ആണെങ്കിൽ അവർ പോവില്ല, ഓക്സിജനെ പോവുള്ളൂ. അപ്പൊ ആ ഒരു ട്രിക്ക് വഴി നിങ്ങൾക്ക് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആൻസർ ഈസ് ഓപ്ഷൻ 1 എന്ന് എഴുതാം. ഈ ഒരു ട്രിക്ക് ഓർത്ത് വെച്ചോട്ടോ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 67. ഗാൽവനൈസേഷൻ ഇസ് അപ്ലൈയിങ് എ കോട്ടിംഗ് ഓഫ് സിങ്ക്. എവിടെ? അയണിന്റെ സർഫസിൽ. എന്തിനാ? അയണിന് കൊറോഷൻ നടക്കാതിരിക്കാൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. കാരണം സിങ്കിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അയണിനേക്കാൾ കൂടുതലായതുകൊണ്ട് നമ്മൾ സിങ്ക് വെച്ച് കോട്ട് ചെയ്യും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൺ തെർമൽ ഡികമ്പോസിഷൻ ഈൽഡ് എ ബേസിക് ആസ് വെൽ ആസ് ആൻ അസിഡിക് ഓക്സൈഡ്? നിങ്ങൾക്കറിയാം, അമോണിയം നൈട്രേറ്റ് ചൂടാക്കുമ്പം നമ്മൾ ചിരിക്കും എന്നോർത്താൽ മതി. അമോണിയം നൈട്രേറ്റ് ചൂടാക്കിയാൽ നമ്മൾ ചിരിക്കും എന്ന് വെച്ചാൽ N2O വാട്ടറും ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഈ N2O എന്ന് പറയുന്ന അസിഡിക് ഓക്സൈഡ് ആണ്, പക്ഷെ വാട്ടർ എന്ന് പറയുന്ന ആംഫോടെറിക് ആണ്. അതുകൊണ്ട് ഇയാൾ നമ്മുടെ ആൻസർ അല്ല. NaNO2 സോഡിയം നൈട്രേറ്റ് ഒക്കെ തെർമലി നല്ല സ്റ്റേബിളാ. നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്യുമ്പോൾ സോഡിയം നൈട്രൈറ്റ് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ആ കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അപ്പൊ ഇത് ആൻസർ അല്ല. ഇനി കാൽഷ്യം കാർബണേറ്റ് ഡികമ്പോസ് ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും, ഇത് ബേസിക് ഓക്സൈഡ് ആണ്. ഇതേതാ? അസിഡിക് ഓക്സൈഡ്. കാരണം മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ആൻഡ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക്. ആൻസർ ഈസ് ഓപ്ഷൻ 3. KClO3 തെർമലി ഡികമ്പോസ് ചെയ്യുമ്പം KCl ആൻഡ് ഓക്സിജൻ കിട്ടും. ഇതിൽ ഓക്സൈഡ് ഇല്ല. അതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ 3 ഫ്രം ദി ചാപ്റ്റർ P ബ്ലോക്ക് പ്ലസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അടുത്തത്
which option has a strong electrolyte, a weak electrolyte, and a non-electrolyte? KOH is a strong electrolyte, HCl is strong electrolyte, and HCN is weak electrolyte. Benzene non-electrolyte, HNO3 strong electrolyte, cupric sulfate strong electrolyte. Random dissociate the copper sulfate, രണ്ടായിട്ട് ionize ചെയ്യും. അതുമല്ല water weak electrolyte, urea non-electrolyte, then CCl4 non-electrolyte, H2SO4 strong electrolyte, boric acid weak electrolyte, CHCl3 non-electrolyte. ചോദ്യം strong, weak, non. Strong, weak, non. Answer is option 4. അല്ലേ 2, 3 okay. അടുത്ത question number 70. Dash is the reaction by which ketone is reduced to an alkane in presence of zinc amalgam and concentrated HCl, Clemmensen reduction. If the same reaction in which ketone is reduced to alcohol in presence of ഇതിന് പകരം hydrazine NH2 hydrazine ഒന്നാമത്തെ കണ്ടീഷനിൽ, രണ്ടാമത്തത് potassium hydroxide in presence of ethylene glycol as solvent. ഇതാണ് എങ്കിൽ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ. ഈ രണ്ട് റിയാക്ഷന്റെയും പ്രത്യേകത എന്താ? സി ഡബിൾ ബോണ്ട് ഗ്രൂപ്പിനെ CH2 ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ ക്ലെമൻസൺ ആൻഡ് വോൾഫ്-കിഷ്ണർ ഇവിടെ തന്നിരിക്കുന്നതിൽ ക്ലെമൻസൺ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 1. പിന്നെ ഒരു കാര്യം ഓർത്തോണേ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഇതാണെന്ന് വിചാരിച്ചോ സൈക്ലോഹെക്സനോൺ, ഇതിനെ നിങ്ങൾ ക്ലെമൻസൺ റിഡക്ഷൻ നടത്തുമ്പോൾ എന്ത് കിട്ടും? സൈക്ലോഹെക്സൈൻ കിട്ടും. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ക്ലെമൻസൺ റിയാക്ഷൻ നടത്തരുത് കേട്ടോ. നടത്തിയ എന്ത് സംഭവിക്കും? OH കൂടെ Cl ആയി പോവും. കാരണം ഇവിടെ HCl ഉണ്ട്. നിങ്ങൾ ആസിഡ് അല്ലെ എന്താ പറയാ ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് OH കൺവേർട്ട് ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? OH-നെ മാറ്റണ്ട എന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ സെലക്ട് ചെയ്താൽ മതി. കുഴപ്പമില്ല, കാരണം ഇതിന്റെ അകത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കുഴപ്പമില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കോമ്പൗണ്ടിന്റെ അകത്ത് ഇങ്ങനെ ഡബിൾ ബോണ്ട് ഓയും Cl-ഉം ഉണ്ട്. നിങ്ങൾ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ നടത്തി കഴിയുമ്പോൾ ഇവിടെ ഹെക്സൈൻ കിട്ടും. ഇവിടെ ഇത് Cl മാറി OH ആവും. അപ്പൊ ഇത് മാറ്റണ്ടായെങ്കിൽ നിങ്ങൾ തിരിച്ചെന്ത് ചെയ്താൽ മതി? ക്ലെമൻസൺ ചെയ്താൽ മതി. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അതായത് ഇവിടെ OH ഉണ്ടെങ്കിൽ ക്ലെമൻസൺ നടത്തരുത്, വോൾഫ്-കിഷ്ണർ. പിന്നെ Cl പോലുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വോൾഫ്-കിഷ്ണർ നടത്തരുത്, ക്ലെമൻസൺ. സോ ഇത് രണ്ടിന്റെ ഫംഗ്ഷൻ CO-നെ CH2 ആക്കുക എന്നുള്ളതാണ്, മറക്കരുത്. Question number 71. Which of the following rate law is third order overall? ഇത് സുഖല്ലേ? Third order. 5 + 2 7th order, 1 + 2 third order, 3 + 3 6th order, 3 + 1 4th order. Answer is option 2. ഇതിനൊക്കെ ആകെ 2-3 സെക്കൻഡേ ആവശ്യമുള്ളൂ കേട്ടോ. അടുത്തത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏറ്റവും മെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വാട്ടർ വേപ്പർ, മീതേൻ, ഓസോൺ, നൈട്രിക് ഓക്സൈഡ്, CO ഇവരെല്ലാം എന്താ പറയുക ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എർത്തിലോട്ട് റീച്ച് ചെയ്യുന്ന സണ്ണിന്റെ റേഡിയേഷൻസിലെ ഭൂരിഭാഗവും നമ്മുടെ എർത്ത് അബ്സോർബ് ചെയ്യും. അപ്പൊ എർത്തിന്റെ സർഫസ് ടെമ്പറേച്ചർ കൂടും. അബ്സോർബ് ചെയ്യുന്നതിന്റെ ഒരു ഭൂരിഭാഗം ഇത് റീഎമിറ്റ് ചെയ്യും. അങ്ങനെ റീഎമിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഗ്യാസുകൾ അത് കുറച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് സർഫസിലേക്ക് തന്നെ കൊടുക്കും. അപ്പൊ സർഫസിലെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എർത്തിന്റെ സർഫസിലേക്ക് എനർജി കൂടിയ റേഡിയേഷനെയാണ് കടത്തിവിടുക. എനർജി കൂടിയ റേഡിയേഷൻ എന്ന് വെച്ചാൽ മീനിങ് എന്താ? വേവ് ലെങ്ത് കുറഞ്ഞ റേഡിയേഷൻ. ദാറ്റ് മീൻസ് E = hc/λ ആണ്. സോ എനർജി കൂടിയ റേഡിയേഷൻ മീൻസ് ലാംഡ കുറഞ്ഞത്. So allow shorter wavelength to enter Earth's atmosphere while doesn't allow longer wavelength to leave the Earth atmosphere. അത് തന്നെ, അതായത് ഷോർട്ടർ വേവ് ലെങ്തിനെ അല്ല ഇവർ കടത്തി വിടുന്നത്, ലോങ്ങർ വേവ് ലെങ്തിനെ അല്ല ഇങ്ങോട്ട് കടത്തി വരുന്നത്. അപ്പൊ allow shorter wavelength to enter the Earth atmosphere. എന്നിട്ട് എന്ത് ചെയ്യുക? ലോങ്ങർ വേവ് ലെങ്ത്, അതായത് എനർജി കുറഞ്ഞ ആളുകളെ, ലോങ്ങർ വേവ് ലെങ്ത് വെച്ചാൽ വേവ് ലെങ്ത് കൂടി, അവരെന്ത് ചെയ്യില്ല? നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്ന് വിടത്തൂല്ല. അതുകൊണ്ടാണ് സർഫസ് ടെമ്പറേച്ചർ മെയിൻറ്റൈൻഡ് ആയി പോകുന്നത്. അതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ റോള്. സോ ദി കറക്റ്റ് വൺ ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്ത് വെച്ചോ. എനർജിയുടെ ഓർഡറിലോ വേവ് ലെങ്ത്തിന്റെ ഓർഡറിലോ ഓർത്താൽ മതി കേട്ടോ. ഷോർട്ടർ വേവ് ലെങ്തിനെ എർത്തിന്റെ സർഫസിലോട്ട് എൻറ്റർ ചെയ്യിപ്പിക്കുക, പക്ഷേ ലോങ്ങർ വേവ് ലെങ്തിന്റെ എർത്തിന്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കുക. ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ ഫംഗ്ഷൻ. So answer is option 1 from the chapter environmental chemistry. അടുത്തത് X crystallizes in FCC lattice. X FCC ലാറ്റിസിലാണെന്ന് പറഞ്ഞു. Suppose the atomic radius of X is 130 picometer, molar mass is 63
8.5 gram per mole, the volume of its unit cell and the density of X respectively are എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം എക്സ് എന്ന് പറയുന്ന ആള് 63.5 എന്ന് പറയുമ്പോഴേ കോപ്പറിന്റെ ഡെൻസിറ്റി 8.9 ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉറപ്പായിട്ട് ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. നമ്മൾ ആ ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഒക്കെ പഠിക്കുമ്പോൾ കോപ്പറിന്റെ ഡെൻസിറ്റിയെ കുറിച്ച് അത്യാവശ്യം അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാം. നമുക്കല്ലാതെ കണ്ടുപിടിക്കാൻ നോക്കണം. വോളിയം എന്ന് വെച്ചാൽ എന്താ? വോളിയം ഓഫ് എക്സ് അല്ലെങ്കിൽ വോളിയം ഓഫ് ഇറ്റ്സ് യൂണിറ്റ്സ് അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എ ക്യൂബ് എടുത്താൽ മതി. അപ്പൊ എ എന്താണെന്ന് അറിയണം, അത് തന്നിട്ടില്ല. പകരം റേഡിയസ് എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് 130 പൈക്കോമീറ്റർ ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ FCC ലാറ്റിസിന്റെ പ്രത്യേകത എഡ്ജ് ലെങ്ത് ഇസ് ഈക്വൽ ടു 2√2r ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 × √2 × 130 പൈക്കോമീറ്റർ ആണ് എഡ്ജ് ലെങ്ത്. അപ്പൊ നമ്മൾ വോളിയം എടുക്കണം. എങ്ങനെ? എ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 2√2 × 130 പൈക്കോമീറ്റർ ദ ഹോൾ ക്യൂബ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പം 4.97 × 10⁻⁻23 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. 1 പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻10 സെന്റിമീറ്റർ ആണ്. മീറ്റർ ആണെങ്കിൽ 10⁻12 ആണ്. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന സെന്റിമീറ്ററിലായതുകൊണ്ട് ഇത് ചെയ്യാം. അപ്പൊ ഇതിന്റെ എ ക്യൂബ് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഇനി വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം അവർ ചോദിച്ചേക്കുന്ന ഡെൻസിറ്റി എന്താണെന്നാണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ZM/A³ × അവഗാഡ്രോ നമ്പർ ആണ്. Z എന്ന് പറയുന്നത് FCC ലാറ്റിസിന്റെ Z-ന്റെ വാല്യൂ മക്കളെ 4 ആണ്. സോ Z-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോ 4 × മോളാർ മാസ് 63.5 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു 4.97 × 10⁻⁻23 × അവഗാഡ്രോ നമ്പർ 6 × 10⁻23. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8.5 gram per centimeter cube എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ഫ്രം ദി ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോപ്പറിന്റെ നിക്കലിന്റെ ഡെൻസിറ്റി അറൌണ്ട് 8.9 ആണ്. അപ്പൊ ഈ ഓപ്ഷനിൽ ഡെൻസിറ്റി മാച്ച് ആയത് ഈ ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 63.5 കാണുമ്പം അങ്ങനെ ചിന്തിക്കാൻ പറ്റിയ നിങ്ങൾക്ക് ഒത്തിരി ടൈം ലാഭിക്കാം കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്തത് ഫോർ എ കോവാലന്റ് സോളിഡ് ദി യൂണിറ്റ്സ് വിച്ച് ഓക്കുപ്പൈ ലാറ്റിസ് പോയിന്റ്സ് ആർ. കോവാലന്റ് സോളിഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്ക് സോളിഡ് ആണ്. നെറ്റ്വർക്ക് സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആറ്റങ്ങളാണ് അല്ലെ. ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റങ്ങളായിട്ട് വരുന്ന സോളിഡുകൾ ഇല്ല നമ്മുടെ കയ്യിൽ. മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റങ്ങളായിട്ട് വരുന്നതെങ്കിൽ മോളിക്കുലാർ ക്രിസ്റ്റൽസ് എന്ന് പറയും അല്ലെ. മോളിക്കുലാർ ക്രിസ്റ്റൽസ്. അയോൺസ് ആണ് വരുന്നതെങ്കിൽ അയോണിക് ക്രിസ്റ്റൽസ് എന്ന് പറയും. അയോണിക് ക്രിസ്റ്റൽസ്. ആറ്റങ്ങളാണ് വരുന്നതെങ്കിൽ വിളിക്കുന്ന പേരാണ് എന്ത്? കോവാലന്റ് ക്രിസ്റ്റൽസ് എന്ന്. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. കോവാലന്റ് സോളിഡുകൾക്ക് എക്സാമ്പിൾ ആണ് ഏത്? ഡയമണ്ട്, ഗ്രാഫൈറ്റ് എക്സെട്ര. ഇതെല്ലാം കോവാലന്റ് സോളിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. സോ ദിസ് ഇസ് ഓൾസോ ഫ്രം സോൾസി. Question number 75. Again assertion. If blood cells are placed in pure water, they swell and burst. Blood cells നമ്മൾ പ്യുവർ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വീർത്ത് പൊട്ടും. ശരിയാണ് അല്ലെ? നിങ്ങൾ വെള്ളത്തിന്റെ അകത്ത് ബ്ലഡ് സെൽസ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പ്യുവർ സോൾവെന്റാ. ഇതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡുകൾ ഉണ്ട്. അപ്പൊ വെള്ളം ഇതിന്റെ അകത്തോട്ട് കയറും. അപ്പൊ ഇത് വീർത്ത് ബേസ്റ്റ് ആവും. അപ്പൊ അസേഷൻ കറക്റ്റ് ആണ്. ദെൻ ഡ്യൂ ടു ഓസ്മോസിസ് ആണ് ഈ നടന്നത് അല്ലെ. സോൾവെന്റ് പാർട്ടിക്കിൾ ഈ മെമ്പറൈൻ വഴി അകത്തോട്ട് കയറുന്ന ഓസ്മോസിസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഇൻ ടു ദി സെൽ ഫ്രം ദി പ്യുവർ വാട്ടർ. ഇതുകൊണ്ടാണ് അത് പൊട്ടിയതെന്ന്. ശരിയാ. So both assertion and reason are true, and reason is the correct explanation for assertion. Answer option 1, and this is from the chapter solution. അടുത്തത് match the entries in column 1 with the column 2. അതിൽ നിങ്ങൾക്ക് നോക്കാം. ആദ്യത്തെ temporary hardness is due to bicarbonate of calcium and magnesium, while permanent hardness is due to sulfate and chloride of calcium and magnesium. അപ്പൊ ആദ്യത്തെ എയുടെ കോഡ് 6 ആണ്. ഇവിടെ എയുടെ കോഡ് 6 വരുന്നത് ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഭയങ്കര ലാഭമായി. നിങ്ങൾ ബാക്കി നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ആൻസർ 2 ആ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ ആദ്യത്തെ ഇവിടെ എല്ലാം മാച്ച് ചെയ്തിട്ട് ഓപ്ഷനിലേക്ക് നോക്കരുത്. അത്രയും സമയം പോകും. ഒരെണ്ണം മാച്ച് ചെയ്ത ഓപ്ഷൻസ് കട്ട് ചെയ്ത് വിടുക. അടുത്ത മാച്ച് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതുണ്ടോ? ഇപ്പൊ ആദ്യത്തെ എയുടെ കോഡ് 6. എയുടെ കോഡ് 6 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ആൻസർ ഓപ്ഷൻ 2 വരും. ഇനി ബി ഹെവി വാട്ടർ എന്ന് പറയുന്ന ആരാന്ന് നിങ്ങൾക്ക് അറിയാം. D2 ആണ് ഹെവി വാട്ടർ. പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം സൾഫേറ്റ് ആണ്. സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളൊന്നുമില്ല. ദാറ്റ് ഈസ് നോ ഫോറിൻ മെറ്റീരിയൽ ഇൻ വാട്ടർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2, ആൻഡ് ദിസ് ഇസ് ഫ്രം ദ ചാപ്റ്റർ ഹൈഡ്രോജൻ അല്ലെ. ഓക്കെ. 77. FeS2
MnO4 മൈനസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം Fe3 പ്ലസ് H2SO4 പ്ലസ് Mn2 പ്ലസ് SO2 സോറി H2O. ഇക്വലന്റ് വെയിറ്റ് ഓഫ് FeS2 നിങ്ങൾക്കറിയാം ഇക്വലന്റ് വെയിറ്റ് ഇസ് ഈക്വൽ ടു മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ n ഫാക്ടർ ആണ്. ആൻഡ് n ഫാക്ടർ ഈസ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് പെർ മോൾ. ഒരു മോളിന് എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയി നോക്കാം. ഇവിടെ എസ് നിങ്ങൾ ഏതെങ്കിലും ഒരാളെ നോക്കിയാൽ മതി, പക്ഷെ അവർ ചോദിച്ചേക്കുന്നത് FeS2ന്റെ. അപ്പൊ Feയില് ഇത് +2 ആണ്. അപ്പൊ സൾഫർ എന്താ -2 മൊത്തം. ഞാനിവിടെ -2 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, -1 എന്ന് എഴുതിയേക്കാം. രണ്ട് സൾഫറും കൂടെ കൂടി -2 എന്നാലാണ് Fe+2 വരുള്ളൂ. ഇവിടെ Fe+3 ആ. അപ്പൊ +2ൽ നിന്ന് +3യിലോട്ട് മാറാൻ ഇൻക്രീസസ് ബൈ 1 യൂണിറ്റ്. സൾഫർ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 6 ആ, പക്ഷെ ഇവിടെ 2 സൾഫർ ഉണ്ട്. സോ യു ഹാവ് ടു പുട്ട് 2 ഹിയർ. അപ്പൊ നോക്കിയേ മൊത്തം എത്രയാ? 12 യൂണിറ്റ് ഇൻക്രീസ് ആ. ഇവിടെയോ -1 ആണ്, മൊത്തം എത്രയാണ്? -2 ആ. -2ൽ നിന്ന് 12ലേക്ക് എത്ര യൂണിറ്റ് ഇൻക്രീസ് ആ? 14 യൂണിറ്റ് ഇൻക്രീസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ +2 നിന്ന് +3യിലേക്ക് 1 യൂണിറ്റ് ഇൻക്രീസ് ആയി. ഇവിടെ -2ൽ നിന്ന് +12ലേക്ക് 14 യൂണിറ്റ് ഇൻക്രീസ് ആയി. അപ്പൊ ടോട്ടൽ ഇൻക്രീസ് n ഫാക്ടർ ഫോർ FeS2 എന്ന് വെച്ചാൽ എന്താ? 1 + 14 = 15 ആണ്. സോ ഇക്വലന്റ് മാസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ 15. ആൻസർ ഈസ് ഓപ്ഷൻ 1. റിഡോക്സിൽ നിന്നുള്ള വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ് ഇക്വലന്റ് വെയിറ്റിന്റെ കോൺസെപ്റ്റ്. അടുത്തത് 78. An ester used as a medicine. നിങ്ങൾക്കറിയാം എസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആസ്പിരിൻ ആയിട്ടാണ്. ആസ്പിരിൻ എന്ന് പറയുന്ന ഓർത്തോ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് അല്ലെ. COOH-OCOCH3 ഇതാണ് എസ്റ്റർ. അസറ്റൈൽ സാലിസിലിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്പിരിൻ. ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു അനാൾജസിക് ആണ്, നോൺ നാർക്കോട്ടിക് അനാൾജസിക്, പെയിൻ കില്ലർ ആണ്. പിന്നെ ഹാർട്ട് പേഷ്യൻസ് ഡെയിലി ആസ്പിരിൻ 1 വീതം കഴിക്കും, കാരണം ബ്ലഡ് ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആസ്പിരിൻ ഉണ്ട്. സോ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ആളാണ് ആസ്പിരിൻ. പിന്നെ പാരസെറ്റാമോൾ അല്ലെ, നമ്മുടെ വീട്ടിലെ അമ്മൂമ്മമാർക്ക് വരെ അറിയാവുന്ന പേരാണ് പാരസെറ്റാമോൾ. പാരസെറ്റാമോൾ എന്ന് വെച്ചാൽ ശരിക്കും ഇതാണ് പാരാ അസറ്റാമിഡോ ഫിനോൾ ആണ്, നമ്മളതിനെ ഷോർട്ടാക്കി വിളിക്കുന്ന പേരാണ്. ഇതാണ് അസറ്റാമിഡോ, ഈ പൊസിഷന്റെ പേര് പാര, ഇത് ഫിനോൾ. സോ പാരാ അസറ്റാമിഡോ ഫിനോൾ, ഇൻ ഷോർട്ട് ആയിട്ട് വിളിക്കുന്ന പേര് പാരസെറ്റാമോൾ. അപ്പൊ ഇത് നമ്മളുടെ ഇത് തന്നെ ആസ്പിരിന്റെ അതേ റോളാണ്. ആന്റി ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോപ്പർട്ടി ഒന്നുമില്ല. ആസ്പിരിൻ പാരസെറ്റാമോൾ ആന്റിബയോട്ടിക്, ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യാനും പെയിൻ കില്ലർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇത് 2 ചാപ്റ്ററിൽ കിടക്കുന്നുണ്ട്, ഒന്ന് ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതറിലും, പിന്നൊന്ന് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. ഓക്കെ. 79. The rate constant of a first order reaction is 3 × 10⁻⁻⁶ per second. If the initial concentration is 0.1 molar, then the initial rate of the reaction. നിങ്ങൾക്കറിയാം rate is equal to rate constant into R⁻n ആണ് ജനറൽ എക്സ്പ്രഷൻ. ഇവിടെ അവരെ പറഞ്ഞിട്ടുണ്ട് ഏത് ഓർഡറാ? ഫസ്റ്റ് ഓർഡർ ആകുമ്പം n-ന്റെ വാല്യൂ 1 ആ. സോ റേറ്റ് ഇസ് ഈക്വൽ ടു k × കോൺസെൻട്രേഷൻ ഓഫ് R⁻1. റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് എത്രയാ? 3 × 10⁻⁻⁶. then concentration എത്രയാ? 0.1. so this is 3 × 10⁻⁻7 ആണ് ആൻസർ. ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, നിങ്ങളെ പ്രിന്റ് ചെയ്ത് വന്നപ്പം ഓപ്ഷൻ 3 × 10⁻7 നടക്കുന്നത്, നമ്മളത് തിരുത്തിയില്ല, നിങ്ങളത് ഇപ്പൊ തിരുത്തിക്കണം കേട്ടോ. ഇത് 10⁻⁻7 ആ, 7 അല്ല കേട്ടോ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആൻഡ് ദിസ് ഇസ് ഫ്രം കൈനറ്റിക്സ് ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നുള്ളൂ. അടുത്തത് 80. assertion aqueous gold colloidal solution is red in color. ഗോൾഡ് സൊല്യൂഷന്റെ കളർ റെഡ്, ഗോൾഡൻ, ബ്ലൂ, പർപ്പിൾ 4 വരും അല്ലെ. റെഡ് കളർ വരാം, ഗോൾഡൻ കളർ വരാം, ബ്ലൂ കളറും കൂടെ ഉണ്ട്, പർപ്പിൾ ഓഫ് കേഷ്യസ് അല്ലെ. പർപ്പിൾ ഓഫ് കേഷ്യസ് എന്നറിയപ്പെടുന്നത് കൊളോയിഡൽ ഗോൾഡ് ആണ്. കൊളോയിഡൽ ഗോൾഡിന് അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇൻട്രാ മസ്കുലാർ ഇഞ്ചക്ഷന് നമ്മൾ ഉപയോഗിക്കുന്നതും കൊളോയിഡൽ ഗോൾഡ് ആണ്. ഇൻട്രാ മസ്കുലാർ എന്ന് വെച്ചാൽ മസിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്, ഇൻട്രാ വെയിൻ എന്ന് വെച്ചാൽ വെയിനിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൈൻ സൊല്യൂഷൻ ആണ്, ഉപ്പുവെള്ളം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കൊളോയിഡൽ ഗോൾഡ് സൊല്യൂഷൻ ആണ്. അടുത്ത 81. The reaction of toluene. Toluene is methyl benzene. Toluene in presence of with chlorine in presence of ferric chloride. നിങ്ങൾക്കറിയാം ഇയാൾ ഒരു ലൂയിസ് ആസിഡ് ആണ്.
ഇയാളുടെ പ്രത്യേകത, ഇയാൾക്ക് ഇലക്ട്രോണുകളെ ഭയങ്കര ഇഷ്ടമാണ്, ഇലക്ട്രോണുകൾ ഇല്ല ഇയാളുടെ കയ്യിൽ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, Cl ഇയാളെ പൊട്ടിച്ച് Cl മൈനസിനെ കൊണ്ടുപോയി FeCl4 മൈനസ് ആയിട്ടിരിക്കും. ഇപ്പൊ ഇയാളെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടെ ഒരു Cl+ മിച്ചം വരും. ഇയാള് നോക്കുമ്പോൾ റിംഗിൽ ഇഷ്ടം പോലെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. കാരണം മീഥൈൽ ഗ്രൂപ്പ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആൻഡ് റിംഗ് ആക്ടിവേറ്റർ ആണ് അല്ലെ. എന്തുകൊണ്ടാ? സാധാരണ എല്ലാവരും +R ഇഫക്റ്റ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇയാള് എന്തുള്ളതുകൊണ്ടാ? ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെ. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആൻഡ് റിംഗ് ആക്ടിവേറ്റഡ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പൊ ഇതിന്റെ ഓർത്തോയിലും പാരായിലും ഇഷ്ടം പോലെ നെഗറ്റീവ് ചാർജാ. അപ്പൊ ക്ലോറിൻ ഓർത്തോയിലും പോകാം, പാരായിലും പോകാം. അങ്ങനെ വരുമ്പോൾ ഓർത്തോ ആൻഡ് പാരാ ക്ലോറോട്ടോളുവിൻ. ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. സോ ദിസ് ഈസ് കോൾഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇതിന് പകരം ഇൻ പ്രസൻസ് ഓഫ് ഫെറിക് ക്ലോറൈഡിന് പകരം സൺലൈറ്റ് ആയിരുന്നു വിചാരിച്ചോ. അങ്ങനെ വരുമ്പം ടൊളുവീൻ എന്ന് പറയുന്നു. ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് മക്കളെ ഇത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. അങ്ങനെ വരുമ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും, ഹോമോളിസിസ് നടന്ന് ഇങ്ങോട്ടും പോയിട്ട് ക്ലോറിനിലോട്ട് വരും. ഇത് നേരെ സൈഡ് ചെയിൻ അറ്റാക്ക് ചെയ്തിട്ട് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ CH2Cl വരും. അങ്ങനെ വരുമ്പോൾ ബെൻസൈൽ ക്ലോറൈഡ് ആൻസർ വരും. അത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണം. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ. 82. Compound A C8H10O is found to react with NaOI. NaOI എന്ന് പറഞ്ഞാൽ അയഡോഫോം റിയാക്ഷന്റെ റിയേജന്റ് ആണ് അല്ലെ. അയഡോഫോം റിയാക്ഷൻ ആണ്. പ്രൊഡ്യൂസ്ഡ് ബൈ റിയാക്ടിങ് Y with NaOH. അപ്പൊ Y എന്താ? അയഡിൻ അല്ലെ. Y അയഡിൻ ആണ്. അടുത്തത് വിത്ത് NaOH ആൻഡ് ഈൽഡ് എ യെല്ലോ precipitate. അയഡോഫോമിന്റെ കണ്ടീഷൻ എന്നാ? CH3 C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉള്ള കീറ്റോൺസ് വിത്ത് ഈ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആൽക്കഹോൾ വിത്ത് CH3 CHOH ഗ്രൂപ്പ്, അല്ലെങ്കിൽ അസറ്റാൽഡിഹൈഡ് അല്ലെ. ഈ പറയുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ അയഡോഫോം റിയാക്ഷൻ തരുന്നത്. പിന്നെ അയഡോഫോം റിയാക്ഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ആണ്. എന്ത് ചെയ്യില്ല? വിൽ നോട്ട് ഡിസ്റ്റർബ് മൾട്ടിപ്പിൾ ബോണ്ട് അല്ലെ. മൾട്ടിപ്പിൾ ബോണ്ടുകളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതാണ് അയഡോഫോം ടെസ്റ്റിന്റെ പ്രത്യേകത. വിൽ നോട്ട് ഡിസ്റ്റർബ് മൾട്ടിപ്പിൾ ബോണ്ട്സ്. അങ്ങനെ നോക്കുമ്പം CH3 ഇവിടെ തന്നിരിക്കുന്ന നല്ല ആൽക്കഹോളാ. അപ്പൊ ഈ ആൽക്കഹോൾ നമ്മളുടെ ആൽക്കഹോൾ അല്ല, CH3 CHOH ഗ്രൂപ്പ് അല്ല. ഇത് നമ്മളുടെ ആൽക്കഹോളാ അയഡിൻ. ഓക്കെ, എക്സും വൈയും കിട്ടി. ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇത് നമ്മളുടെ ആൽക്കഹോൾ അല്ല, ഇത് ആൽക്കഹോളേ അല്ല, ഇത് ഏതാ? ഫിനോൾ ആണ് അല്ലെ. ഇത് ഫിനോൾ ആണ്. അപ്പൊ ഇതും ആൻസർ അല്ല, ഇതും ആൻസർ അല്ല. സോ ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ ആൽക്കഹോൾസ് അല്ലെ. ശരിക്കും അയഡോഫോൺ നമ്മൾ പഠിപ്പിക്കുന്ന ആൽഡിഹൈഡിന്റെ അകത്താട്ടോ. അടുത്തത് 83. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് റിഫൈൻഡ് ബൈ സോൺ റിഫൈനിങ്? സോൺ റിഫൈനിങ് പ്രോസസ്സ് അൾട്രാ പ്യുവർ അല്ലെ റിഫൈനിങ് പ്രോസസ് ആണ്. ആൻഡ് ദിസ് ഈസ് എസ്പെഷ്യലി ഫോർ മെറ്റലോയിഡുകളാണ്. മെറ്റലോയിഡ് സച്ച് ആസ് ജെർമേനിയം. ആൻസർ ഈസ് ഓപ്ഷൻ 4 അല്ലെ. 4. ടിന്നിന് നിങ്ങൾക്കറിയാം ലിക്വേഷൻ ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. സിങ്കിന് ഡിസ്റ്റിലേഷനും പറ്റും, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് പറ്റും അല്ലെ. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങും പറ്റും. കോപ്പറിന് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ 4 ആണ്. അടുത്ത 84. 1 propanol, that is CH3 CH2 CH2OH. This is 1 propanol. And 2 propanol, CH3 CHOH CH3. This is 1 propanol and 2 propanol. So ഇത് അല്ലെ CHOH CH3 can be distinguished by oxidation with concentrated H2SO4. നിങ്ങൾ സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്താൽ ഇവർക്ക് രണ്ടുപേർക്കും ഡീഹൈഡ്രേഷൻ നടക്കും. എന്നിട്ട് ഇത് എന്തായിട്ട് മാറും? ഇത് പ്രൊപ്പീൻ ആൻഡ് ദിസ് ഇസ് ഓൾസോ പ്രൊപ്പീൻ. രണ്ടും പ്രൊപ്പീൻ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ 1 റോങ്. Then oxidation by heating the copper. അത് ശരിയാ. ഇത് പ്രൈമറി ആൽക്കഹോൾ അല്ലേ. പ്രൈമറി ആൽക്കഹോൾ ഹീറ്റഡ് കോപ്പർ ഓർ സിൽവർ അറ്റ് 573 കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പോയിട്ട് ഇതെന്താവും? ആൽഡിഹൈഡ്. CH3 CH2 CHO ആൽഡിഹൈഡായി. ഇത് സെക്കൻഡറി ആൽക്കഹോളാ. സെക്കൻഡറി ആൽക്കഹോള് കോപ്പർ അല്ലെങ്കിൽ സിൽവർ അറ്റ് 573 കൂടെ കയറ്റി വിടുമ്പം ഹൈഡ്രജൻ പോയിട്ട് ഇതെന്താവും? കീറ്റോൺ. CH3 C ഡബിൾ ബോണ്ടോ CH3. ഇനി പറ ആൻഡ് റിയാക്ഷൻ
റിയാക്ഷൻ ഫെല്ലിംഗ് സൊല്യൂഷൻ? യെസ്, കാരണം ആൽഡിഹൈഡ് ഫെല്ലിംഗ് സൊല്യൂഷൻ പോസിറ്റീവ് ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. കീറ്റോൺ ഫെല്ലിംഗ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. ഇനി എങ്ങാനും ടെർഷ്യറി ആൽക്കഹോൾ ആണ് ഹീറ്റഡ് കോപ്പർ ഓർ സിൽവർ അറ്റ് 573 കൂടെ കയറി പോകുന്നത് എങ്കിൽ ആൽക്കീനെ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടുന്ന് ഹൈഡ്രജൻ അല്ല വെളിയിൽ പോകുന്നത്, H2O ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. പിന്നെ ഓക്സിഡേഷൻ വിത്ത് ആൽക്കലൈൻ KMnO4 ഇത് കാർബോക്സിലിക് ആസിഡിലേക്ക് മാറിപ്പോവും. ആൽഡിഹൈഡും കീറ്റോണും കിട്ടൂല, കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ ഫില്ലിംഗ് ടെസ്റ്റ് ഫെയിൽ ആവും. പിന്നെ അസിഡിക് ഡൈക്രോമേറ്റ് ദാറ്റ് ഈസ് ഓൾസോ കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് 3ഉം 4ഉം നമ്മൾ എടുക്കില്ല. അപ്പൊ ആൽഡിഹൈഡും കീറ്റോണും വന്നാലാണ് ഫില്ലിംഗ് സൊല്യൂഷൻ വെച്ച് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പെർഫെക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, termite is a mixture of iron oxide. Actually that is off topic ആണ്, NCERT അങ്ങനെ ഡയറക്റ്റ് കൊടുത്തില്ലെങ്കിലും termite is a mixture of 1:3 അല്ലെ റേഷ്യോയിൽ ഫെറിക് ഓക്സൈഡ്, അയൺ ഓക്സൈഡ് ആൻഡ് അലുമിനിയം പൗഡർ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 termite. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓക്സൈഡ് ഈസ് ദി മോസ്റ്റ് ബേസിക് എന്ന് വെച്ചാൽ മോസ്റ്റ് മെറ്റാലിക് അല്ലെ? മോസ്റ്റ് ബേസിക് എന്ന് വെച്ചാൽ ഏതാ ഏറ്റവും നല്ല മെറ്റാലിക് ഏതാന്ന് നോക്കിയാൽ മതി. അപ്പൊ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. താഴേക്ക് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസസ്. സോ ബിസ്മത്ത് ഈസ് ദി പെർഫെക്റ്റ് മെറ്റൽ. സോ മോസ്റ്റ് മെറ്റാലിക് ഓക്സൈഡ് ഈസ് ബിസ്മത്ത് ഓക്സൈഡ്. ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത 87, which of the following has most acidic hydrogen? നോക്കാം. 2,3 hexane dione. Hexane means 6 carbon atom. 1, 2, 3 hexane dione. This is CH3, CH2, CH2, CH3. This and this are acidic because of electron withdrawing group. പക്ഷെ നിങ്ങൾക്കറിയാം ഈ CH2 ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണെങ്കിൽ പെർഫെക്റ്റ്ലി അസിഡിക്ക. അപ്പൊ നിങ്ങൾ നോക്കിയേ 2,4 ഹെക്സൈൻ ഡയോൺ ആണ് എടുക്കുന്നതെങ്കിൽ ഇത് ഹെക്സൈൻ 2,4 മക്കളെ ഇത് കണ്ടോ CH2 present between 2 electron withdrawing group are highly acidic ആണ്. So this is called active methylene group ആണ്. Active methylene group എന്ന് പറഞ്ഞാൽ ഹൈ acidic ഹൈഡ്രജൻ ഉള്ള ഗ്രൂപ്പുകളാണ്, ഹൈ അസിഡിക് ഹൈഡ്രജൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3, 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളുടെ ഇടയിലുള്ള ഹൈഡ്രജൻ. ഓക്കെ, അടുത്ത 88, അസേർഷൻ. Pentan 2 on. Pentan 2 on means 5 carbon 2 on and this is COCH3. Then pentan 3 on 5 carbon and this is CH2 CH3 can be distinguished by iodoform test. Yes, iodoform test positive തരുന്നത് CH3 C double bond ഗ്രൂപ്പ് ഉള്ള കീറ്റോൺസ് ആണ് അല്ലെ? ഈ ഗ്രൂപ്പ് ഉള്ള കീറ്റോൺസ് നോക്കി, ഇത് iodoform test പോസിറ്റീവ്, ഇത് iodoform test നെഗറ്റീവ്. സോ assertion is correct. Then former is methyl ketone while the later is non. Yes, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് methyl ketone. ഈ ഗ്രൂപ്പുകളുള്ള കീറ്റോണുകളെ വിളിക്കുന്ന പേരാണ് methyl ketones. This is also correct. So assertionും reasonും correct ആണ് and reason is the correct explanation of assertion. Answer is option 1. 89, chlorobenzene can be prepared by reacting aniline with aniline is aminobenzene with hydrochloric acid. No, hydrochloric acid ആയിട്ട് റിയാക്ട് ചെയ്താൽ NH3 plus Cl minus ആവുള്ളൂ, ഇവിടെ മുറിയില്ല. നൈട്രസ് ആസിഡ്, ഓക്കെ, ആദ്യം നമ്മളെ നൈട്രസ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തു, 0 to 5 ഡിഗ്രി കൊടുത്തോണം അവർ പറഞ്ഞില്ലെങ്കിലും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഡയസോണിയം ക്ലോറൈഡ് കിട്ടി. ഓക്കെ, ഫോളോഡ് ബൈ ഹീറ്റിംഗ് വിത്ത് കുപ്രസ് ക്ലോറൈഡ് ആൻഡ് HCl. മക്കളെ സാൻമേഴ്സ് റിയാക്ഷൻ അല്ലെ? സാൻമേഴ്സ് reaction. ഇത് copper powder HCl ആണെങ്കിൽ Gattermann reaction. So you will get chlorobenzene. So the correct answer is option 2. Then chlorine in presence of anhydrous AlCl3 അല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കാരണം ക്ലോറിന് അൺഹൈഡ്രസ് AlCl3 കൊടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ റിങ്ങിലോട്ട് കയറുന്നതിന് പകരം AlCl3 ഈ അമോണിയയുടെ ലോൺ പെയറിനെ NH2ലുള്ള നൈട്രജന്റെ ലോൺ പെയറിനെ പോയി അറ്റാക്ക് ചെയ്യും. അതുപോലെ കുപ്രസ് ക്ലോറൈഡ് മാത്രം ഇട്ടിട്ടും കാര്യമില്ല. സോ രണ്ടാമത്തതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. 90, in disaccharide, if the reducing groups of monosaccharide, that is aldehydic or ketonic groups are bonded, these are non-reducing sugars. Which of the following disaccharide is a non-reducing sugar എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ഡൈസാക്കറൈഡില് നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ടുള്ളത് ഒരേ ഒരാളാണ് മക്കളെ, സുക്രോസ്. സൂക്രോസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നതാണ് മക്കളെ? ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ എഴുതിക്കൂടെ ആൻസർ 3. കാരണം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പൈറനോ സ്ട്രക്ചർ ആണ്.
പൈറാനോസ് സ്ട്രക്ചർ ആണ്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഫ്യൂറാനോസ് സ്ട്രക്ചർ ആണ്. ഫ്യൂറാനോസ് ഇത് 6 മെമ്പർ റിംഗ് ആണ്, ഇത് 5 മെമ്പർ റിംഗ് ആണ്. ബാക്കി എല്ലാ ഓപ്ഷനിലും 6 മെമ്പർ 6 മെമ്പർ 6 മെമ്പർ 6 6 6 6 5. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആൻഡ് ദിസ് ഇസ് ഫ്രം ബയോമോളിക്യൂൾ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കരുത്. 91. യൂറോപ്പിയം ഈസ് an F block element. അല്ലെ, യൂറോപ്പിയം is an F block element. ഏതാ F ബ്ലോക്കിലെ ലാന്തനോഡിലാണ്? സീറിയം, പ്രൊമീത്തിയം, അല്ലെ, നിയോഡിമിയം, പ്രിസോഡിമിയം, നിയോഡിമിയം, പ്രൊമീത്തിയം, സമേറിയം, യൂറോപ്പിയം, ഹോൾമിയം, തുലിയം, ഇറ്റർബിയം, ലുട്ടീഷ്യം. അല്ലെ, 2 4 6 8 10 12 14. ഇതില് യൂറോപ്പിയം എന്ന് പറയുന്നത് ഏത് എലമെന്റ് ആണ്? ഒരു എഫ് ബ്ലോക്ക് എലമെന്റ് ആണ്. ആൻഡ് പ്രൊമീത്തിയം ഈസ് ദി ഓൺലി റേഡിയോ ആക്റ്റീവ് എലമെന്റ്. ഒരേ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് ഇത്. സമേറിയം എന്ന് പറയുന്ന സ്റ്റീൽ ഹാർഡ് ആണ്. സ്റ്റീൽ ഹാർഡ് ആണ്. ഇയാളുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1623 കെൽവിന. പക്ഷെ ബാക്കിയുള്ളവരുടെ 1000 to 1200 കെൽവിന് ഇടയിലാണ് ബാക്കിയുള്ളവരുടെ. ഇത് മാത്രം ഒരു എക്സെപ്ഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. 92. Statement 1. Simple alkyl carbanion have pyramidal shape. നോക്കാം. CH3 minus. Central atom. Carbon valence electron 4. Now it is 5. 5ൽ 3 ഹൈഡ്രജൻ കൊണ്ടുപോയി. 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും. 3 + 1 4 sp3 and pyramidal geometry. Yes, it has a pyramidal geometry. Then the carbon atom, like ammonia. Ammonia is also pyramidal, right? Carbon atom carrying the negative charge has an octet. ഉണ്ട്. കാർബൺ CH3 എന്ന് പറഞ്ഞു നെഗറ്റീവ് ചാർജും വരും അല്ലെ. നെഗറ്റീവ് എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺസ് ഉണ്ട്. 2 4 6 8. Statement 2 is correct. So both statement 1 and 2 are correct. Answer option 1. 93. Which of the following compounds would have the smallest pK? നിങ്ങൾക്കറിയാം, Ka increases, pKa decreases and acidity increases. അല്ലെ, Ka കൂടിയ pKa കുറയും, അപ്പൊ acidity കൂടും. So lowest pK എന്ന് വെച്ചാൽ എന്താ? ഹൈ അസിഡിക് ക്യാരക്ടർ ആണ്. ഹൈ അസിഡിക് ക്യാരക്ടർ. നിങ്ങൾക്ക് റൂൾ അറിയാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഹൈ അസിഡിറ്റി ആണ്. ഹൈ അസിഡിറ്റി ആണ്. അതുപോലെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആൻഡ് COH ഗ്രൂപ്പ്, ഡിസ്റ്റൻസ് ഓഫ് ദീസ് ടു ഗ്രൂപ്പ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആൻഡ് COH ഗ്രൂപ്പ് ഇൻക്രീസസ്, acidity decreases. ഈ 2 റൂൾ ഓർത്തായിടോ. ബാക്കി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ ഓപ്പോസിറ്റ് ആയി. നോക്കിയേ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് 2 ഹൈ അസിഡിക്ക, ഇത് 2 പക്ഷെ ദൂരം അടുത്ത് വന്നു. അടുത്ത് വരുമ്പോൾ അസിഡിറ്റി കൂടും. പിന്നെ ഇത് കുറച്ച് അകലെ പോയി, ഇതിനകത്ത് ഇതും കുറച്ച് അകലെ. അപ്പൊ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ 2. സോ ഹൈലി അസിഡിക് ആൻഡ് Ka വാല്യൂ വളരെ കൂടുതലായിരിക്കും, pK വാല്യൂ വളരെ കുറവായിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. 94. In the below reaction sequence, X, Y and Z are compounds of manganese in different oxidation state. Identify these compounds. X fused with the potassium hydroxide in presence of, you will get a Y. So this is MnO2 pyrolusite. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷന് വേണ്ടി എടുക്കുന്ന പൈറോളുസൈറ്റ് which is a black colored powder ആണ്. ഈ റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് K2MnO4 കിട്ടും, which is a green colored complex potassium manganate, and this green color is due to DD transition. Then oxidation വിധേയമാകുമ്പോൾ this will be further converted to KMnO4. This is a dark purple colored complex ആണ്, and the color is due to LMCT, ligand to metal charge transfer. DD transition is an application of crystal field. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ അതിനകത്ത് പെൻഡിങ് ആയിപ്പോയി. ഇപ്പം നമ്മൾ 94 തൊട്ട് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണേ. 94 തൊട്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 94. ഇൻ ദി ബിലോ റിയാക്ഷൻ സീക്വൻസ് X ആൻഡ് Y and Z are compounds of manganese in different oxidation states. Identify these compounds എന്നാണ് ചോദ്യം.
അതിലാദ്യം എക്സ് ഫ്യൂസ്ഡ് വിത്ത് KOH ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ എന്ന് കേൾക്കുമ്പോഴേ അറിയാം ദിസ് ഈസ് ദി ഇനീഷ്യൽ സ്റ്റെപ്പ് ഓഫ് ദി പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. സോ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എവിടുന്ന MnO2 ദാറ്റ് ഈസ് ദി ore of manganese pyrolusite which is a black colored powder ആണ് അല്ലേ. ഇതിനെ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ച് ഫ്യൂസ് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് O2. അപ്പൊ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഒരു ഗ്രീൻ കളർ മാസ് ആണ് ദാറ്റ് ഈസ് K2MnO4 പൊട്ടാസ്യം മാംഗനേറ്റ്. ഇതിന്റെ കളർ ഗ്രീൻ ആകാൻ കാരണം നിങ്ങൾക്കറിയാം DD ട്രാൻസിഷൻ ആണ്. DD ട്രാൻസിഷൻ ഇസ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, T2G EG ആയിട്ട് മുറിയും, T2Gയിൽ നിന്ന് EGയിലോട്ട് ഇലക്ട്രോൺ ചാടുന്നതിന്റെ പേരാണ് DD ട്രാൻസിഷൻ. ഇനി അതിനുശേഷം വീണ്ടും ഓക്സിഡേഷൻ നടത്തുമ്പോൾ ഇതൊരു പർപ്പിൾ കളേർഡ് മാസ് ആവും വിച്ച് ഇസ് കോൾഡ് KMnO4. ഇതൊരു ഡാർക്ക് പർപ്പിൾ കളർ കോമ്പൗണ്ട് ആണ്. ആൻഡ് ദിസ് പർപ്പിൾ കളർ ഈസ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ DD ട്രാൻസിഷൻ. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസം എന്ന് പറഞ്ഞാൽ LMCT ആണ്, ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. ദിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് എ വെരി ഫേമസ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇനി 473 കെൽവിനിൽ ചൂടാക്കുമ്പോൾ എന്നാണ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് 473. ഇത് കിടക്കുന്ന ശരിക്കും കറക്റ്റ് ആയിട്ട് കിടക്കുന്ന 513 കെൽവിൻ ആണ്. 513 കെൽവിൻ ആണ്. അപ്പൊ 513 കെൽവിനിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ KMnO4 ഡിസോസിയേറ്റ് ചെയ്ത് ഗ്രീൻ കളർ KMnO4ഉം ബ്ലാക്ക് കളർ MnO2ഉം പിന്നെ ഓക്സിജനും ഗ്യാസും ലിബറേറ്റ് ആവും. അപ്പൊ തിരിച്ച് നമ്മൾക്ക് MnO2 കിട്ടുന്നുണ്ട്. അപ്പൊ എക്സ് എന്ന് പറയുന്ന MnO2 ആണ് അല്ലെ, Y എന്ന് പറയുന്ന ഗ്രീനും Z എന്ന് പറയുന്ന പർപ്പിളും ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, 95. കെമിക്കലി പ്യുവർ കോട്ടൺ ഈസ് നെയിംഡ് ആസ്. പ്യുവർ കോട്ടൺ എന്താണ്? സെല്ലുലോസ് അല്ലെ. പ്യുവർ കോട്ടൺ ഈസ് നെയിംഡ് ആസ് സെല്ലുലോസ്. ആൻസർ ഈസ് ഓപ്ഷൻ 3. പിന്നെ വിസ്കസ് റയോൺ, അസറ്റേറ്റ് റയോണസ്, ഗൺ കോട്ടൺ ഒന്നും നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഇതും ചെറിയ രീതിയിൽ ഓഫ് ടോപ്പിക് ആണ്, നമുക്ക് അങ്ങനെ അത്ര കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത്, ഫോർ ദി ഹിപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ A+2B gives 3C at a certain temperature equilibrium constant Kc is equal to 4. Then match the entries of column 1 with column 2. നോക്കാം, ഇവർ തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ ഇക്വിലിബ്രിയം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അതിന് നമുക്ക് ഒരാളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്, QC. QCയുടെ എക്സ്പ്രഷനും KCയുടെ എക്സ്പ്രഷനും സെയിം ആണ്. C³ ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B സ്ക്വയർ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ A അനുസരിച്ച് QCയുടെ വാല്യൂ കോൺസെൻട്രേഷൻ ഓഫ് C³ ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B സ്ക്വയർ 8/4 2 വരും. അങ്ങനെ നോക്കിയാൽ KCയുടെ വാല്യൂ QCയേക്കാൾ കൂടുതലാണ് മക്കളെ. ഏത് റിയാക്ഷനാ? ഫോർവേഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. സോ ഈ എൻട്രി മാച്ച് ആവുന്ന ഏതിലേക്കാ? എയുടെ കോഡ് P ആണ്. ഫോർവേഡ് റിയാക്ഷൻ ആണ്, എയുടെ കോഡ് P. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ 4 കട്ട് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ B ആണ്. സോ QC രണ്ടാമത്തെ ഓപ്ഷൻ ശരിക്കും നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഫോർ എക്സാം, കാരണം ബിയുടെ കോഡ് R എന്നാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ B നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, C ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ആൻസർ കിട്ടിക്കോളും. ഞാൻ B ചെയ്യുവാണ്. സോ QC is equal to concentration of C2³ by A2 into 1 square which is equal to 8/2 equal to 4. ഇപ്പോഴോ KC equal to QC ആണ് എന്ന് വെച്ചാൽ എന്താ? റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. അങ്ങനെ നോക്കുമ്പം ഈ എൻട്രിയുടെ കോഡ് എന്ന് പറയുന്ന R ആണ്. അതാ പറഞ്ഞ ബിയുടെ കോഡ് R ആണ്, നമ്മളത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ സെറ്റ് C ഓപ്ഷൻ എന്ന് പറയുമ്പോൾ QC is equal to C³ that is 2³ by 1 into 1 square which is equal to 8. So KC എന്ന് പറയുന്നത് ലെസ് ദാൻ QC ആണ് മക്കളെ. ഫോർവേഡ് അല്ല, ബാക്ക്വേർഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. സോ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് സിയുടെ കോഡ് എന്ന് പറയുന്നത് ഏതാ? Q വരും. സിയുടെ കോഡ് Q വരണം എങ്കിൽ ആൻസർ ഓപ്ഷൻ 2 3 ആയിരിക്കും. ഇനി നമ്മൾ നാലാമത്തെ ഓപ്ഷൻ നോക്കുവാണ്. ഓപ്ഷൻ നമ്പർ D ആണ്. ഡിയില് QC is equal to 10⁻² ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 10⁻² into 10⁻² ന്റെ സ്ക്വയർ. ആൻസർ 1. മേലും 10⁻6, താഴെയും 10⁻6. സോ KC ഗ്രേറ്റർ ദാൻ QC. അഗെയിൻ എന്ത് വരും? KC QCനേക്കാൾ വലുതാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ ഡിയുടെ കോഡ് അഗെയിൻ പിയിലോട്ട് വരും. സോ ഡിയുടെ കോഡ് പിയിലോട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ 2 ആണ്. സോ 90 അല്ലെ, നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 96 ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്തത് 97. ഇൻ എ സ്ക്വയർ പ്ലേനാർ കോംപ്ലക്സ് ഓഫ് ഫോർമുല MX4L4 X and L are unidendate എന്ന് വെച്ചാൽ ഒറ്റ ലിങ്കിങ് സൈറ്റേ ഉള്ളൂ. ആൻഡ് 2 ligands X may be arranged adjacent to each other. Adjacent to each other ആണെങ്കിൽ ഉറപ്പാണ് സിസ് ഐസോമറ.
ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണെങ്കിൽ ട്രാൻസ് ഐസോമർ ആണ്. ഇനി MA3B3 വേർ A ആൻഡ് B ആർ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ വി ഹാവ് ഫേഷ്യൽ ആൻഡ് മെറിഡിയോണൽ ഐസോമർ ആണ്. ഇവർ പറഞ്ഞേക്കുന്ന കോൺഫിഗറേഷൻ അനുസരിച്ച് രണ്ട് ലിഗാൻഡുകൾ അഡ്ജസന്റ് പൊസിഷൻ വന്നാൽ സിസ് ഐസോമർ ആണ്. ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ കോർഡിനേഷൻ. 98. The substance applied to fabrics before dyeing them. ഡൈ ചെയ്യുന്നതിന് മുമ്പ് ഡൈ പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കെമിക്കൽ ആഡ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് കോൾഡ് മോർഡന്റ്. മക്കളെ, ദിസ് ഇസ് ഓഫ് ടോപ്പിക് ആണ്. ഇത് പണ്ട് ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ NCERT ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടന്നു GK ആയിട്ട് എടുത്താൽ മതി. മോർഡന്റ് ആണ്. 99th question, which of the following complexes shows ionization isomerism? Ionization isomerism എന്ന് വെച്ചാൽ രണ്ട് ഐസോമറുകൾ അയണൈസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് അയോൺസ് വെള്ളത്തിൽ തരണം. പക്ഷെ രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കണം. അതിന് പുറത്തും ഒരു അയോൺ ഉണ്ടായിരിക്കണം, അകത്ത് അയോൺ ഉണ്ടായിരിക്കണം. ഇല്ല, അകത്ത് സെൻട്രൽ മെറ്റലായിട്ടുള്ളൂ, അയോണിക് ലിഗാൻഡ് ഇല്ല. പുറത്ത് അയോൺ ഉണ്ട്, അകത്ത് അയോൺ ഇല്ല. പുറത്ത് അയോൺ ഉണ്ട്, അകത്ത് അയോൺ ഇല്ല. പുറത്തും അയോൺ ഉണ്ട്, അകത്തും അയോൺ ഉണ്ട്. സോ ഡി ഒൺലി. ആൻസർ ഈസ് ഓപ്ഷൻ 1. അയോണൈസേഷൻ ഐസോമറിന് ലിഗാൻഡും കൗണ്ടർ അയോണും അയോണിക് സ്പീഷീസ് ആയിരിക്കണം. ദെൻ 100. എ കെറ്റിൽ കണ്ടെയ്നിങ്, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കെറ്റിലിനകത്ത് 1 കിലോഗ്രാം വാട്ടർ ഉണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോഴേ അറിയാം വെള്ളം എന്ന് പറഞ്ഞ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇസ് ഹീറ്റഡ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. നിങ്ങൾ തുറന്ന് വെച്ച് ചൂടാക്കുക. അണ്ടിൽ ഇവോപ്പറേഷൻ ഇസ് കംപ്ലീറ്റ്. മുഴുവൻ വെള്ളവും വേപ്പറൈസ് ചെയ്ത് പോകണം. Then the work done during this process na ചോദ്യം നിങ്ങൾക്കറിയാം work is equal to minus P into delta V, which is equal to minus P into V2 minus V1, which is equal to minus PV2 എന്ന് എടുത്താൽ മതി. കാരണം എന്താ, V1 എന്ന് പറയുന്ന വോളിയം ഓഫ് ലിക്വിഡ് വാട്ടർ ആണ്. നമ്മൾ ഗ്യാസുകളുടെ വോളിയാണ് ഇവിടെ എടുക്കുക, ലിക്വിഡ് വാട്ടറിന്റെ വോളിയം വേണ്ട. അപ്പൊ നമുക്ക് വർക്കിന്റെ എക്സ്പ്രഷൻ കിട്ടി മൈനസ് PV2 ഓർ മൈനസ് PV2 ഫൈനലാ. നിങ്ങൾക്കറിയാം PV is equal to nRT ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ P യും V ഒന്നും ഇതിനകത്ത് ഇല്ല. പക്ഷെ ടെമ്പറേച്ചർ ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം, ആറിന്റെ വാല്യൂ അറിയുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനെ മാറ്റി മൈനസ് NRT എന്ന് എഴുതി, which is equal to minus of number of moles in the equation given mass by molar mass into RT, which is equal to minus of given mass 1000 gram, molar mass 18 gram, R in the value 8.314, temperature 373 Kelvin ആണ്. So which is equal to minus 55.5 into, നിങ്ങൾക്ക് അറിയാവോന്നറിയില്ല, കുറെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. 8.314 into 298 8.314 into 300 നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന. ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി 2500 എന്ന് ഓർത്താൽ മതി. പിന്നെ 8.314 into വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 373 ഏകദേശം 3100 ആണ്. സോ ഇൻറ്റു നമ്മൾ 3100 ചെയ്ത 55.5 31 ചെയ്യുമ്പം 555 വരും. 5 റിമൈൻഡർ 1, 6 റിമൈൻഡർ 1, അഗെയിൻ 6. സോ 50752771. So this is 1 minus 17205. പിന്നെ ഇവിടെ 2 സീറോയും കൂടെ ഉണ്ട്. പിന്നെ ഒരു ഡെസിമൽ പോയിന്റ് മാറ്റി ഇങ്ങോട്ട് ഒരു കുത്തിടും. അപ്പൊ ഇത് ജൂളിലായി. പക്ഷെ നിങ്ങൾക്ക് വേണ്ട കിലോ ജൂളിലാകുമ്പോൾ വീണ്ടും 1000 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ദിസ് ഇസ് മൈനസ് 172.0500 കിലോ ജൂള്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏതാ മൈനസ് 172.28 അപ്രോക്സിമേഷൻ എടുത്തോണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 2 ആൻഡ് ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. അങ്ങനെ മൊത്തം നമ്മുടെ കയ്യിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാ ചാപ്റ്ററിൽ നിന്നുമായിട്ട് 100 ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആണ്. ഇത് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഇനി ഏതെങ്കിലും ഡിസ്കഷനായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. നമ്മുടെ ബയോളജിയുടെ ബോട്ടണിയുടെ നമ്മുടെ ശ്രീവിദ്യ ടീച്ചർ റെഡിയാണ്. ടീച്ചറിനെ വെൽക്കം ചെയ്യാം.
ഓക്കെ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമുക്ക് ഇടയ്ക്ക് ചെറിയ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടായിരുന്നു. അതുണ്ടാവുമല്ലോ അല്ലേ, നമുക്ക് ഓൺലൈൻ ആകുമ്പോഴത്തേക്കും ഇടയ്ക്ക് നമുക്കതൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒക്കെ ആയിരുന്നിട്ടും നിങ്ങൾ വീണ്ടും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈവ് ചാറ്റ് കാണുന്നുണ്ട്, നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. വളരെ നല്ലത്. അതായത് വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ എന്തായിരുന്നാലും വീണ്ടും വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഇന്ന് ബോട്ടണി പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ട് സുവോളജി പോർഷൻസിൽ വരുന്ന കുറച്ച് ബോട്ടണി ക്വസ്റ്റ്യൻസ്, നമ്മൾ പഠിപ്പിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാലോ, അതോടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ കീയും സൊല്യൂഷനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സാം ഒക്കെ നിങ്ങൾ എഴുതിയതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന സമയം കളയുന്നില്ല. ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് കുറേ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമോ? ശരി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 101. യെസ്, 101 വായിച്ചു നോക്കിയേ. The space limited by the inner membrane of chloroplast is called. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് സെൽ ഓർഗനൽ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലെ ക്ലോറോപ്ലാസ്റ്റ്, നമ്മൾ പഠിച്ച ക്ലോറോപ്ലാസ്റ്റ് ആലോചിച്ച് നോക്ക്. ഫോട്ടോസിന്തസിസിൽ നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ പഠിച്ചു ഇല്ലേ. അപ്പോൾ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽ ആണ് ക്ലോറോപ്ലാസ്റ്റ്. ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ്, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലിമിറ്റഡ്, ദ സ്പേസ് ലിമിറ്റഡ് ബൈ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് എന്നാണ്. അപ്പോൾ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ മാട്രിക്സ് ആൻഡ് ദാറ്റ് ഇസ് ദ സ്ട്രോമ അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ്? തേർഡ് ഓപ്ഷൻ, സ്ട്രോമ. ഓക്കെ, then question number 102. Okay, which of the following is correct for root pressure? അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് സെൽ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം? ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിലേക്ക് പോകണം. കാര്യം അവിടെയാണ് നമ്മൾ റൂട്ട് പ്രഷറിനെ പറ്റി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നിട്ട് അത് നമുക്ക് അങ്ങനെ റൂട്ട് പ്രഷർ എന്താന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ട് വേണം ഓപ്ഷൻസ് നോക്കാൻ. റൂട്ട് പ്രഷർ ഈസ് നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ല. റൂട്ട് പ്രഷർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ് അല്ലേ. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തെറ്റുന്നത്. കാരണം ട്രാൻസ്പിറേഷൻ ഇല്ലാത്ത സമയത്ത് ആണ് ഈ എന്ത് നടക്കുന്നത്, ഈ റൂട്ട് പ്രഷർ ഫോം ചെയ്യുന്നത്. അതായത് ട്രാൻസ്പിറേഷൻ ഇല്ലാത്ത സമയത്ത് വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ ക്രിയേറ്റ് ചെയ്ത് റൂട്ടിലേക്ക് സോയിലിൽ നിന്ന് വാട്ടർ കയറുകയാണ്. അപ്പോൾ ഈ ട്രാൻസ്പിറേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ വാട്ടറിന് സൈലം വഴി മുകളിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ട്രാൻസ്പിറേഷൻ ഉണ്ടെങ്കിലല്ലേ ഒരു പുള്ളിങ് ഫോഴ്സ് വരുള്ളൂ. അപ്പോൾ ഈ കയറുന്ന വാട്ടർ സൈലത്തിൻ്റെ ബേസിൽ കെട്ടിക്കിടന്നിട്ട് ആൻഡ് ദാറ്റ് വാട്ടർ ഈസ് എക്സേർട്ടിങ് എ പ്രഷർ കോൾഡ് റൂട്ട് പ്രഷർ. ആ റൂട്ട് പ്രഷറാണ് വാട്ടറിനെ പുഷ് ചെയ്ത് സ്ഥലത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ മാത്രമേ അതിങ്ങനെ പുഷ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. അപ്പം അത് റോങ് സ്റ്റേറ്റ്മെന്റ്. റൂട്ട് പ്രഷർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പിറേഷൻ അല്ലേ അല്ല. ട്രാൻസ്പിറേഷൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അറ്റ്മോസ്ഫിയറും സൈലവും തമ്മിലുള്ള അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലുകളും തമ്മിലുള്ള വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കാരണമാണ് അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ വേപ്പറായിട്ട് ഡിഫ്യൂഷനാണ് അവിടെ നടക്കുന്നത് അല്ലേ. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡിഫ്യൂഷനാണ് നടക്കുന്നത്. വാട്ടർ വേപ്പറായിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോവുകയാണ്. അവിടെ റൂട്ട് പ്രഷറിനൊന്നും യാതൊരു പങ്കുമില്ല. റൂട്ട് പ്രഷർ എക്സിസ്റ്റ് വെൻ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഈസ് ഹൈ ആൻഡ് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഈസ് ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വാട്ടർ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ട്രാൻസ്പിറേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ കയറുന്ന വാട്ടർ സൈലത്തിന്റെ ബേസിൽ കെട്ടിക്കിടക്കുകയും റൂട്ട് പ്രഷർ ഫോം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഇത് തെറ്റ്, ഇത് ശരി. ബാക്കി അടുത്ത നോക്കിയേ. റൂട്ട് പ്രഷർ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ഡേ. ഇല്ല, അതും നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ട്രാൻസ്പിറേഷൻ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കുറഞ്ഞ സമയത്ത് മാത്രമേ റൂട്ട് പ്രഷർ ഫോം ചെയ്യും. മിക്കവാറും എപ്പോഴാണ്? വൈകുന്നേരങ്ങളിലും രാത്രി സമയങ്ങളിലും അതിരാവിലെയും ഒക്കെയാണ് സാധാരണ രീതിയിൽ ഒരു പ്ലാന്റിൽ റൂട്ട് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴാണ്? വലിയ മരങ്ങളിലൊക്കെ ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുമ്പോൾ. ട്രാൻസ്പിറേഷൻ റേറ്റ് ഒരു പരിധി വിട്ട് കൂടുമ്പോൾ ഈ ട്രാൻസ്പിറേഷൻ റേറ്റിന് അത്രയ്ക്ക് അതിനനുസരിച്ച് അബ്സോർപ്ഷൻ റേറ്റ് വരാതിരിക്കുമ്പോൾ ഈ വാട്ടർ കോളത്തിൽ, സൈലത്തിനകത്തുള്ള വാട്ടർ കോളത്തിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ആ താഴെ ബ്രേക്ക് ആയിട്ടുള്ള ആ താഴത്തെ ആ വാട്ടർ കോളം അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, റൂട്ട് പ്രഷർ. അപ്പോഴൊക്കെയാണ് വലിയ മരങ്ങളിൽ റൂട്ട് പ്രഷറൊക്കെ ഫോം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തിയറി പോർഷനിൽ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനിവേ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ ആണല്ലോ. ഓക്കെ, then question number 103. Okay, some bacteria can synthesize
their food by energy released during converting ammonia into nitrates. These are called, അതായത് അമോണിയ നൈട്രജൻ ഫിക്സേഴ്സ് മോളിക്കുലർ നൈട്രജനെ അമോണിയയാക്കി ഫിക്സ് ചെയ്ത് മണ്ണിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ അമോണിഫൈങ് ബാക്ടീരിയകൾ, ഹെട്രോട്രോഫ്സ്, ഡീകമ്പോസേഴ്സ്, ഡെഡ് ബോഡിയിലൊക്കെയുള്ള നൈട്രജൻ കോമ്പൗണ്ടുകളെ ഡിക്കേ ചെയ്യിച്ച് അമോണിയ ആക്കി മണ്ണിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ അമോണിയ മിക്കവാറും പ്ലാന്റ്സിന് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഈ അമോണിയയെ ഓക്സിഡൈസ് ചെയ്ത് നൈട്രൈറ്റ്സ് ആക്കും. പിന്നെ ഈ നൈട്രൈറ്റ്സിനെ ഓക്സിഡൈസ് ചെയ്ത് നൈട്രേറ്റ്സ് ആക്കും. ഇതൊക്കെ ആക്കുന്ന ആരാണ്? നൈട്രിഫൈയിങ് ബാക്ടീരിയകളാണ് അല്ലേ? പഠിച്ചൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നൈട്രിഫൈയിങ് ബാക്ടീരിയകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അമോണിയയും നൈട്രൈറ്റ്സിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്ത് അതിൽ കിട്ടുന്ന എനർജി ഉപയോഗിച്ച് തനിയെ ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ അത് കാരണം അവർ എന്ത് ന്യൂട്രീഷനിൽ പെടുന്ന ആൾക്കാരാണ്? കീമോ ഓട്ടോട്രോഫ് ആണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലും ആ ഒരു കാര്യം പറയുന്നുണ്ട്. നൈട്രിഫൈയിങ് ബാക്ടീരിയ ആർ കീമോ ഓട്ടോട്രോഫ്സ്. അതുപോലെ തന്നെ മിനറൽ ന്യൂട്രീഷനിലും പറയുന്നുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ, കീമോ ഓട്ടോട്രോഫ്. Then question number 104. Okay, during photoperiodism the horizontal substance migrates from dash to dash to induce flowering. Here A and B are respectively. അപ്പോൾ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ് ഫോട്ടോ പീരിയോഡിസം. അപ്പോൾ അത് ഡേ ഡ്യൂറേഷൻ ആണ് സ്റ്റിമുലസ്, ഡേ ലെങ്ത്, ഫോട്ടോ പീരീഡ്. അത് റിസീവ് ചെയ്യുന്നത് മെച്യൂർ ലീഫുകളിലുള്ള ഫൈറ്റോക്രോം എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് പ്രോട്ടീൻ ആണ് അല്ലേ? ഫൈറ്റോക്രോം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് നിങ്ങളിത് കൊണ്ടുവരണം. അപ്പോൾ ശരിക്കും ഒരു റിവിഷൻ പോലെയാണ് നമുക്കിത് ഹെൽപ്ഫുൾ ആകുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആകുന്നതിൻ്റെ റീസൺ അതാണ്. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ റിവൈസ് എടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഫൈറ്റോക്രോം എന്ന് പറയുന്നൊരു ടേം NCERT ഇല്ലെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം പറഞ്ഞു തരും. അപ്പോൾ അത് വേണം കേട്ടോ. അത്രയൊക്കെ നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ എക്സ്ട്രാ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫൈറ്റോക്രോം, ഈ ഫൈറ്റോക്രോം ലീവ്സിലുണ്ടായിട്ട് എങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്? എപ്പിക്കൽ ബഡിലേക്കോ ആക്സിലറി ബഡിലേക്കോ. കാരണം ഷൂട്ട് ബഡുകളാണ് ഫ്ലവർ ബഡുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ സ്റ്റിമുലസ് ലീഫുകൾ എടുത്തിട്ട് ഫ്ലോറിജൻ എന്ന് പറയുന്ന ഒരു ഹൈപ്പോതെറ്റിക്കൽ ഹോർമോൺ, ഫ്ലോറിജൻ എന്ന് പറയുന്ന ഒരു ഹൈപ്പോതെറ്റിക്കൽ ഹോർമോൺ ലീഫുകളിൽ ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് എങ്ങോട്ടേക്ക് ചെല്ലുകയാണ്? ഷൂട്ട് എപെക്സിലേക്ക് ചെന്നിട്ട് അതിനെ ഫ്ലവർ ബഡുകളാക്കി മാറ്റുകയാണ്. സോ ആൻസർ ലീവ്സ് ആൻഡ് ഷൂട്ട് എപെക്സസ്. സോ തേർഡ് ഓപ്ഷൻ ആണ് ആൻസർ. ഓക്കെ, റൈറ്റ്. Then question number 105. Okay, epidermis is developed from dash and secondary xylem is developed from dash respectively. അപ്പോൾ എപ്പിഡേമിസ് ഉണ്ടാകുന്നത് ശരിക്കും എപ്പിഡേമിസ് പ്രൈമറി പ്ലാന്റ് ബോഡിയിൽ കാണുന്നതാണ് അല്ലേ? അപ്പോൾ ആദ്യത്തൊക്കെ ഈ എന്താ പറയുക ഈ പ്രൈമറി മെരിസ്റ്റൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒക്കെയാണ് അത് എപ്പിഡേമിസ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോട്ടോഡം എന്ന് പറയുന്നൊരു ടേം നിങ്ങൾക്ക് NCERT തിയറി പോർഷനിൽ കൊടുത്തിട്ടില്ലെങ്കിലും റൂട്ട് ഏപെക്സ് ഒക്കെ വരച്ചിരിക്കുന്നിടത്ത് ആ ചാപ്റ്ററിൽ റൂട്ട് എപെക്സ് വരച്ചിരിക്കുന്ന ഒരു പടം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ, അത് പ്രോട്ടോഡേം എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഭാഗമാണ് പ്രോട്ടോഡേം എന്ന് പറയുന്ന മെച്ചമാറ്റിക് റീജിയൻ. അപ്പോൾ അതിലെ സെല്ലുകളാണ് എപ്പിഡേമിസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, പ്രോട്ടോഡേം. ഓക്കെ, പിന്നെ സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് വാസ്കുലാർ കേമ്പിയം ഡി ഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ ആണ്. അതിൽ നിന്ന് റീഡിഫറൻഷിയേറ്റ് ചെയ്താണ് എന്തുണ്ടാകുന്നത്? സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഹേ എന്താണ്? പ്രോട്ടോഡേം. ആൻഡ് ബി എന്ന് പറയുന്നത് വാസ്കുലാർ കേമ്പിയം. ഓപ്ഷൻ 4 ആണ് ആൻസർ. മനസ്സിലായല്ലോ? Then question number 106. ഓക്കെ, മോർഫോളജി എന്നുള്ള ക്വസ്റ്റൻ ആണ്. ക്യാരറ്റ്, ടേണിപ്പ്, ജിഞ്ചർ, പൊട്ടറ്റോ, മസ്റ്റാർഡ്, സൺഫ്ലവർ, ഇത്രയും പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി എബവ് പ്ലാന്റ്സ് ആർ എക്സാമ്പിൾ ഓഫ് അണ്ടർഗ്രൗണ്ട് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം മോഡിഫിക്കേഷൻ ഏതാണെന്നാണ്. ആൻഡ് മോഡിഫൈഡ് ടാപ്പ് റൂട്ട് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ഏതൊക്കെയാണ്, എത്രണ്ണം ഉണ്ട്, ഏതൊക്കെയൊന്നുമല്ല എത്രണ്ണം ഉണ്ട്, ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ എത്രണ്ണം ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. ക്യാരറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടാപ്പ് റൂട്ട്. ഞാൻ ടാപ്പ് റൂട്ട് ഇങ്ങനെ എഴുതുകയാണ്. ടാപ്പ് റൂട്ട്, ക്യാരറ്റ് ടാപ്പ് റൂട്ടാണ്. ടെർണിപ്പ് ടാപ്പ് റൂട്ടാണ്, ടാപ്പ് റൂട്ടിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് സ്വെല്ല് ചെയ്തിരിക്കുന്നത്. ജിഞ്ചർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. പൊട്ടറ്റോയും അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്, ട്യൂബർ ആണ്.
മസ്റ്റാർഡ് അതൊന്നുമല്ല, കാര്യം മസ്റ്റാർഡ് നമ്മൾ സീഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമാണ് എടുക്കുന്നതെങ്കിൽ സീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൺഫ്ലവറും നമ്മൾ അതിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ അതിൻ്റെ സീഡും ഒക്കെയാണ് ഓയിലൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ 2, അത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനും 2 എക്സാമ്പിളിലുള്ളത്. സോ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശരിക്കും നല്ല എന്താ പറയുക ആപ്ലിക്കേഷൻ ലെവലെന്നോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇച്ചിരി ട്വിസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണെന്നോ ഈ രീതിക്കൊക്കെയുള്ള ക്വസ്റ്റൻ ആണ് ശരിക്കും നീറ്റ് എക്സാമിനേഷന് വരാൻ സാധ്യത കൂടുതൽ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ തരത്തിലുള്ള ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ആണ് കൂടുതലും വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ചെയ്യുന്നതും ഡിസ്കഷൻ കേൾക്കുന്നതും എല്ലാം നിങ്ങൾക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, then question number 107. Okay, which of the following is not a genetically modified plant? ഈ തന്നിരിക്കുന്നതിൽ ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ BT കോട്ടൺ അറിയാലോ, ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ BT ടോക്സിൻ ഉണ്ടാക്കുന്ന ജീൻ ക്രൈജീൻ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് പ്ലാന്റ്സിൽ വെച്ച് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ BT ക്രോപ്പ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ജെനറ്റിക്കലി മോഡിഫൈഡ് ആണ്. ഫ്ലവർ സാവർ ടൊമാറ്റോയും അതെ കേട്ടോ. RNA ഇന്റർഫറൻസ് മെക്കാനിസം ഉപയോഗിച്ചാണ് നമ്മൾ ഫ്ലവർ സാവർ ടൊമാറ്റോ, കൂടുതൽ ഷെൽഫ് ലൈഫ് പീരീഡ് ഉള്ള ടൊമാറ്റോയാണ് ഫ്ലവർ സാവർ. എന്നാൽ പ്യൂസ സ്വർണിം സാധാരണ കൺവെൻഷണൽ ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കിയ എന്താണ്, എന്തിന്റെ വെറൈറ്റിയാണ്, ഏത് ക്രോപ്പ് പ്ലാന്റ് ആണ്, ഏതാണ് ഓർത്ത് നോക്കിയേ, ബ്രാസിക്കയാണ്. അതായത് ആൽബിഗോ എന്ന് പറയുമ്പോൾ വൈറ്റ് റസ്റ്റ് ഓൺ മസ്റ്റാർഡ് പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ആൽഗ അല്ലെ, സോറി ആൽഗ അല്ല, ഫൈക്കോമൈസൈഡ് ഫംഗസ് ആൽബിഗോ, വൈറ്റ് റസ്റ്റ് ഉണ്ടാക്കുന്ന ആൽബിഗോ, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ആണ്, ഒരു വെറൈറ്റിയാണ് പ്യൂസ സ്വർണിം. ഗോൾഡൻ റൈസും ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയ വൈറ്റമിൻ എ എൻറിച്ച്ഡ് അല്ലെങ്കിൽ ബീറ്റ കരോട്ടിൻ എൻറിച്ച്ഡ് റൈസ് ആണ്. സോ ആൻസർ ഈസ് 3, പ്യൂസ സ്വർണിം. 107 ഓപ്ഷൻ 3 ആണ് ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 108 നോക്കിയേ, വായിച്ചോക്കിയേ, ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ അറിയാം പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നുള്ളതാണ്. ജെമ്മെ ആർ നോൺ ഗ്രീൻ മൾട്ടി സെല്ലുലാർ ആൻഡ് സെക്ഷുവൽ ബഡ്. ശരിയാണ്. ജെമ്മെ നമ്മൾ ഏതിലാണ് കാണുന്നത്, പെട്ടെന്ന് ഓർത്തേ, ജെമ്മെ മാർക്കാൻഷ്യ എന്ന് പറയുന്ന ലിവർ ബേർഡ്സിൽ കാണുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാ ലിവർ ബേർഡ്സിലും ജെമ്മെ ഇല്ല, പക്ഷെ മാർക്കാൻഷ്യ പോലുള്ള ചില ജീനസുകളിൽ ജെമ്മയുണ്ട്. അത് സെക്ഷൽ ബഡുകളാണ്. അതിന്റെ ഗെമിറ്റോഫിറ്റിക് താലസിൽ നിന്ന് ജമ്മാക്കപ്പ് ഉണ്ടായി അതിനകത്തുണ്ടാകുന്ന സെക്ഷൽ ബഡുകളാണ് ജെമ്മെ. അപ്പോൾ നോൺ ഗ്രീന് എന്ന് പറഞ്ഞതാണ് അവിടെ തെറ്റിപ്പോയത്. അത് ഗ്രീൻ ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, എസെക്ഷൽ ബഡുകളാണ്. അപ്പോൾ അതവിടെ തെറ്റി. നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോൺ ഗ്രീൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അത് തെറ്റാണ്. അടുത്ത സ്വാഗ്നം കംസ് അണ്ടർ ലിവർ വേർട്ട്. സ്വാഗ്നം ഒരു ബ്രയോഫൈറ്റ് ആണ്, പക്ഷെ ലിവർ വേർട്ട് അല്ലാതെ മോസ് ആണ് അല്ലെ. അപ്പൊ ലിവർ വേർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തെറ്റിപ്പോകുന്നത്. അടുത്തത് എക്ടോകാർപ്പസ് ഈസ് എ ഫിലമെന്റസ് ബ്രൗൺ ആൽഗേ. അത് NCERT ഉള്ളത് തന്നെയാണ്, എക്സാമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്. എക്ടോകാർപ്പസ് ഫിലമെന്റസ് ആണ്. സാധാരണ ബ്രൗൺ ആൽഗി എന്നൊക്കെ പറഞ്ഞാൽ ജൈഗാൻറ്റിക് ആണ്, കെൽപ്സ് ആണ് മെജോറിറ്റിയും, പക്ഷെ അതിൽ ചെറിയ ഫിലമെന്റസ് ഫോം ആണ് എക്ടോകാർപ്പസ്. സോ ദാറ്റ് ഇസ് ആൻസർ. ഇൻ മെമ്പേഴ്സ് ഓഫ് റോഡോഫൈസിയെ, ദാറ്റ് ഇസ് റെഡ് ആൽഗെ, 2 unequal flagella are present in zoospores. 2 unequal flagella ഒക്കെ കാണുന്നത് ബ്രൗൺ ആൽഗയിലാണ്, ഫിയോഫൈസിയയിലാണ്. റോഡോഫൈസിയയിൽ ഫ്ലജലേറ്റഡ് ഫോംസ് ഒന്നും ഇല്ല എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ, മോട്ടൈൽ ഫോംസ് ഒന്നും ഇല്ല എന്നാണ്. അപ്പൊ അത് തെറ്റ്. സോ ആൻസർ ഈസ് third option. Okay, right. Then question number 109. Okay, which of the following statements are incorrect for gymnosperm? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ജിംനോസ്പേം ആണ് വരേണ്ടത്. ജിംനോസ്പേം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് ഇങ്ങനെ വരണം. ഹാവിംഗ് ടാപ്പ് റൂട്ട് സിസ്റ്റം ശരിയാണ്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ടാപ്പ് റൂട്ട് സിസ്റ്റം വലിയ മരങ്ങളല്ലേ, അപ്പോൾ ടാപ്പ് റൂട്ട് അതും CD എന്നാണ് അത് ജെർമിനേറ്റ് ചെയ്ത് വളർന്നു വരുന്നത്. അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്, അത് കറക്റ്റ് ആണ്. നമുക്ക് ഇൻകറക്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ അതൊക്കെ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ലീവ്സ് ഓഫ് ജിംനോസ്പേംസ് കനോട്ട് വിത്ത്സ്റ്റാൻഡ് എക്സ്ട്രീം ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ആൻഡ് വിൻഡ്. അത് തെറ്റാണ്. കാരണം എക്സ്ട്രീം ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി വിൻഡ് അതിനെല്ലാം നേരിടാൻ പാകത്തിനുള്ള ഹൈലി അഡാപ്റ്റഡ് ആയിട്ടുള്ള ലീവ്സ് ആണ് ജിംനോസ്പേമിന് കാണുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൈക്രോസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ മെഗാസ്പൊറാഞ്ചി. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും തെറ്റാണ്. കാരണം മൈക്രോസ്പൊറാഞ്ചി ആണ്, മെഗാസ്പൊറാഞ്ചി അല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാതെ പോകുന്നതാണെന്ന് മനസ്സിലാക്കല്ല. അത് ആർക്കാ ഇത് വായിച്ചാൽ മനസ്സിലാകാത്ത അല്ലേ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദേ ഇൻക്ലൂഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ആൻജിയോസ്പേംസ് അല്ലേ. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഇവിടെ തെറ്റെന്ന് പറയുന്നത് 2, 3, 4 എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്, തേർഡ് ഓപ്ഷൻ അല്ലേ. ഓക്കെ, then question number 110.
Okay, match the column, right? അപ്പോൾ നമുക്ക് ഇത് സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിളിൽ നിന്ന് പല പല ഇവന്റുകളിൽ അല്ലെങ്കിൽ പല പല സ്റ്റേജുകളിൽ നടക്കുന്ന ഇവന്റുകളാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. ഓരോന്നായിട്ട് നോക്കാം. കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം സ്റ്റാർട്ട്സ്. അപ്പം മിയോസിസിലെ സ്റ്റേജസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രോഫേസ് 1 അതാണല്ലോ ആദ്യത്തെ സ്റ്റേജ്. അപ്പോൾ അതിലെ ആദ്യത്തെ സബ് സ്റ്റേജ് ലെപ്റ്റോട്ടീൻ ആണ്. അപ്പോൾ പ്രോഫേസ് 1ന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഈ ക്രോമാറ്റിൻ ഫൈബറുകൾ കണ്ടൻസ് ചെയ്ത് ക്രോമസോംസ് ആകുന്നത്. അപ്പോൾ കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം സ്റ്റാർട്ട്സ് നമുക്ക് റെഡിങ് ഇട്ട് എഴുതാം. ഓക്കെ, 1 റൈറ്റ്. ദെൻ പാരിങ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. പ്രോഫേസ് 1ലെ തന്നെ സൈഗോട്ടീൻ സ്റ്റേജിലാണ് പെറ്റേണൽ മെറ്റേണൽ ക്രോമസോംസ് പെയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് 2. Then what? Recombination nodule formation. റീകോമ്പിനേഷൻ നോഡ്യൂൾ ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹോമോലോഗസ് പെയറിലെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് ക്രോസിംഗ് ഓവറിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഓവർലാപ്പിംഗ് റീജിയനെയാണ് നമ്മൾ റീകോമ്പിനേഷൻ നോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് സ്റ്റേജിലാണ്? പാക്കറ്റീൻ സ്റ്റേജിലാണ് അല്ലേ? പാക്കറ്റീൻ. അടുത്ത അപ്പിയറൻസ് ഓഫ് കയാസ്മാറ്റ. അപ്പിയറൻസ് ഓഫ് കയാസ്മാറ്റ വരുന്നത് ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ്. ഡിപ്ലോട്ടീൻ കാര്യം സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഒക്കെ ഒന്ന് ഡിസോൾവ് ചെയ്ത് തുടങ്ങി ഇത് തമ്മിലൊന്ന് റിപ്പൽ ചെയ്യാൻ, ക്രോമസോംസ് തമ്മിലൊന്ന് റിപ്പൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ റീകോമ്പിനേഷൻ നോഡ്യൂൾ റീജിയൻ നല്ല എക്സ് പോലെ കാണും അല്ലേ? അതിനല്ലേ നമ്മൾ കയാസ്മാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്ലോട്ടീൻ. ഓക്കെ, ദെൻ ക്രോമസോംസ് ആർ ഫുള്ളി കണ്ടൻസ്ഡ്. ഏറ്റവും മാക്സിമം കണ്ടൻസേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് പ്രോഫേസിന്റെ ഒക്കെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലും മെറ്റാഫേസിന്റെ തുടക്കത്തിലോട്ടൊക്കെ വരുന്ന ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഡയാകൈനസിസ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഡയാകൈനസിസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ 1 2 4 3 5 1 2 4 3 5 വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിളിൻ്റെ ഒക്കെ ഇവന്റുകൾ നല്ല കൃത്യമായി പഠിച്ചോർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ ഹിയർ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 111 നോക്കിയേ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അനാഫേസ് 1. അനാഫേസ് 1ലെ ഇവന്റുകളൊക്കെ ഇങ്ങനെ അന്നേരം മനസ്സിലോട്ട് ഓടി ഇങ്ങനെ വരണം. അനാഫേസ് 1 എന്നിട്ട് വേണം ഓപ്ഷൻ നോക്കാം. ഇല്ലെങ്കിൽ ഓപ്ഷൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അനാഫേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് വരണം. എന്നിട്ട് വേണം സ്റ്റേറ്റ്മെന്റുകൾ നോക്കാൻ. സെഗ്രിഗേഷൻ ഓർ ഡിസ്ജങ്ഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഒക്കർ. അത് അനാഫേസ് 1ന്റെ ഒരു ഫീച്ചറാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ശരിയാണ് അല്ലെ? ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ ഈസ് ആബ്സെന്റ്. അതെ, സെൻട്രോമിയർ ഡിവൈഡ് ചെയ്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് 2 പോളിലേക്ക് പോകുന്നത് അനാഫേസ് 2ലാണ്. അപ്പോൾ അത് ശരിയാണ്. ക്രോമസോം നമ്പർ ഇൻക്രീസസ്. അതില്ലല്ലോ. അതായത് ഹോമോലോഗസ് പെയറുകളിലുള്ള ക്രോമസോംസിന്റെ ഡിസ്ജങ്ഷൻ ആണ് നടക്കുന്നത്. 2 പോളിലേക്കാണ് പോകുന്നത്. അവിടെ ക്രോമസോം നമ്പറിന്റെ ഇൻക്രീസ് ഒന്നുമില്ല. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് റിമൈൻ അസോസിയേറ്റഡ് അറ്റ് ദ സെൻട്രോമിയർ. 2 ക്രോമാറ്റിഡ്സും കൂടെ ചേർത്താണ് ഒരു ക്രോമസോം ഒരു പോളിലേക്ക് ഇങ്ങനെ പോകുന്നത് അല്ലെ? അപ്പോൾ അതും ശരിയാണ്. സോ ആൻസർ ഈസ് chromosome number increases. Option 3. Okay. Then question number 112. Okay. Which of the following statement is correct among the options given below? അപ്പോൾ നമുക്ക് correct statement ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? Correct statement. Okay. Respiration takes place only in green leaves of plants. അല്ല, ലിവിങ് ആയിട്ടുള്ള എല്ലാ സെല്ലുകൾക്കും എന്ത് ചെയ്താലേ പറ്റുള്ളൂ? റെസ്പയർ ചെയ്താലേ പറ്റൂ. അപ്പൊ ഗ്രീൻ ലീവ്സ് മാത്രമല്ല, സ്റ്റെമ്മിലെ ലിവിങ് സെല്ലുകളും റൂട്ടും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പയർ ചെയ്യുന്നുണ്ട്. ഡാർക്ക് റിയാക്ഷൻസ് ആർ ഡയറക്ട്ലി ലൈറ്റ് ഡ്രിവൻ റിയാക്ഷൻ അല്ല. ഡയറക്ട്ലി ലൈറ്റ് ഡ്രിവൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷൻ ആണ്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ആയ ATPയും NADPH2ഉം ഉപയോഗിച്ചാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇൻഡയറക്ട്ലി ആണ്. അപ്പം അതും ശരിയല്ല. സിന്തസിസ് ഓഫ് ATP and NADPH2 takes place on membrane system of chloroplast. അത് ശരിയാണ്. അതായത് ലൈറ്റ് റിയാക്ഷനിലാണ് ATP NADPH2 ഉണ്ടാകുന്നത്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് ട്രാപ്പിംഗ് നടക്കണം. അപ്പോൾ പിഗ്മെന്റ്സ് കാണുന്നത് എവിടെയാണ്? തൈലാക്കോയിഡ് മെംബ്രെയിനിലാണ്. അപ്പോൾ മെംബ്രെയിൻ സിസ്റ്റത്തിലാണ് ATPയും NADPH2 ഒക്കെ ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് ആൻസർ. ബോത്ത് 1 and 2 എന്തായാലും വരികയല്ല. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, റൈറ്റ്. Then question number 113. Okay, choose correct statement. Cytochrome C is a small protein attached to outer membrane of mitochondria.
ഔട്ടർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയയിൽ അങ്ങനെ സൈറ്റോക്രോം സിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല. സൈറ്റോക്രോം സി ഈസ് എ പാർട്ട് ഓഫ് ETS. ETS എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനാണ്. അപ്പോൾ ഔട്ടർ മെംബ്രെയിൻ ഇല്ല, അത് തെറ്റ്. സൈറ്റോക്രോം സി ട്രാൻസ്ഫർ ഇലക്ട്രോൺസ് ബിറ്റ്വീൻ കോംപ്ലക്സ് 2 ആൻഡ് കോംപ്ലക്സ് 3. ആണോ? കോംപ്ലക്സ് 2 ആൻഡ് കോംപ്ലക്സ് 3യിൽ സൈറ്റോക്രോം സി ഉണ്ടോ? ഇല്ലല്ലോ. അത് കോംപ്ലക്സ് 4 കൊണ്ടുപോകുന്നത്. കോംപ്ലക്സ് 3യിൽ നിന്ന് കോംപ്ലക്സ് 4 മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ് സൈറ്റോക്രോം സി. അതും തെറ്റ്. സൈറ്റോക്രോം B(C1) കോംപ്ലക്സ് ഇസ് കോംപ്ലക്സ് 3. വളരെ ശരിയാണ്, അതാണ് ആൻസർ. കോംപ്ലക്സ് 3 സൈറ്റോക്രോം AA3 ആൻഡ് 2 കോപ്പർ സെന്റേഴ്സ്. അത് കോംപ്ലക്സ് 3 അല്ല, കോംപ്ലക്സ് 4 ആണ് അല്ലേ? അപ്പൊ ആൻസർ ഏതാണ്? തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. അതൊക്കെ കുറച്ച് ഡയറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് പറഞ്ഞു പോവാണേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 114 നോക്കുക. Match the plants given in column 1 with their uses given in column 2. Match the following. അതാണ് നോക്കാം നമുക്ക് ഇതിനകത്ത്. ഓക്കെ, ബ്രിഞ്ചോൾ നമ്മളൊരു വെജിറ്റബിൾ പ്ലാന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ? വെജിറ്റബിൾ പ്ലാന്റ് ബ്രിഞ്ചോൾ. അത് പിന്നെ അടുത്തത് ടുബാക്കോ ഒരു ഫ്യൂമിഗേറ്ററി പ്ലാന്റ് ആണ്. ഫ്യൂമിഗേറ്ററി പുകയില, സോറി ഇവിടെ അല്ലേ, ഫ്യൂമിഗേറ്ററി. അടുത്തത് പൊട്ടറ്റോ ട്യൂബർ ആണ്. പൊട്ടറ്റോ ട്യൂബർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ട്യൂബർ. അശ്വഗന്ധ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഏത് ഫാമിലിയാണ്? സൊളനേസി അല്ലേ? ഇത് സൊളനേസി, ഇതെല്ലാം സൊളനേസിയൻ മെമ്പേഴ്സ് ആണ്. ഓരോരുത്തരെയും നമ്മൾ എങ്ങനെ ഉപയോഗിക്കണു എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ 4312 തേർഡ് ഓപ്ഷൻ. ഓക്കെ, ശരി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 115 വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. അല്ല, കറക്റ്റ് മാച്ച് കണ്ടുപിടിക്കാനാണ് കേട്ടോ. കറക്റ്റ് മാച്ച് നമുക്ക് നോക്കാലോ. മെയിൽ ഗമീറ്റ് പ്ലസ് ഫീമെയിൽ ഗമീറ്റ് എൻഡോസ്പേം ആണോ? ഇത് സിംഗമി അല്ലേ നടക്കുന്നത്? ഡിപ്ലോയിഡ് സൈഗോട്ട് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് തെറ്റ്. മെയിൽ ഗമീറ്റ് പ്ലസ് പോളാർ ന്യൂക്ലിയായ സിംഗമി എന്നല്ല പറയുന്നത്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ മെയിൽ ഗമീറ്റ് പ്ലസ് സെക്കൻഡറി ന്യൂക്ലിയസ് ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. രണ്ട് പോളാർ ന്യൂക്ലിയം കൂടെ അവർ ലാസ്റ്റ് ഒന്ന് ചേർന്നിരിക്കും. അപ്പോൾ അതാ സെക്കൻഡറി ന്യൂക്ലിയസ്. സോ ട്രിപ്പിൾ ഫ്യൂഷൻ, അത് ശരിയാണ്. മെയിൽ ഗമീറ്റ് പ്ലസ് ഫീമെയിൽ ഗമീറ്റ് സിനർജിഡ് സെൽ അല്ല കിട്ടുന്നത്, സൈഗോട്ടാണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് ആൻസർ, തേർഡ് ഓപ്ഷൻ. യെസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 116. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് പിന്നെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ അട്രിബ്യൂട്ട്സ് ഓഫ് പോപ്പുലേഷൻ പറയുന്നിടത്ത് ഇങ്ങനെയുള്ള പിരമിഡുകളെല്ലാം പടമെല്ലാം കൊടുത്ത് അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ പടം എക്സ്പാൻഡിങ് പോപ്പുലേഷൻ്റെ ആണ്, രണ്ടാമത്തേത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ്റെ ആണ് അല്ലേ? കാരണം പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുകാർ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പുകാർ ഇവരുടെയൊക്കെ നമ്പേഴ്സ് വെച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിന്റെ ആൻസർ ഏതാണ്? തേർഡ് ഓപ്ഷൻ. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 117 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോണം, ഇപ്പോൾ ഇങ്ങനെയാണല്ലോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു രീതിയാണല്ലോ ഇപ്പോഴത്തെ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോ. ആനുവൽ മീൻ വേരിയേഷൻസ് ഇൻ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രസിപ്പിറ്റേഷൻ അക്കൗണ്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് വേരിയസ് ബയോംസ്. ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലുള്ളത്, അത് ശരിയുമാണ്. Regional and local variations within each biome lead to the formation of a wide variety of habitats. ഈ സ്റ്റേറ്റ്മെന്റും NCERT-യിൽ അതേ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ശരിയുമാണ്. അപ്പോൾ no need of explanation. So fourth statement, that is statement A and statement B are correct. Okay. Then question number 118. Read the following statements and identify the correct ones. Okay, ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കാം. During succession, some species colonize an area and their populations become numerous. ശരിയല്ലേ? സക്സഷൻ, എക്കോളജിക്കൽ സക്സഷൻ ഓർ പ്ലാന്റ് സക്സഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നിടത്ത് ചില സ്പീഷീസ് കോളനൈസ് ചെയ്ത് പിന്നെ അവരുടെ പോപ്പുലേഷൻ അങ്ങനെ വളർന്ന് കൂടി വരികയാണ്. അപ്പൊ അത് ശരിയാണ്, കറക്റ്റ് വൺ. Orchids show a bewildering diversity of floral patterns, many of which have evolved to attract the right pollinator insect. Yes, പ്ലാന്റുകളിൽ ഓർക്കിഡ് ആണ് അങ്ങനെ കൂടുതലും കാണിക്കുന്നത്. പോളിനേറ്റിംഗ് ഏജന്റ് ഏതാണോ, ഇൻസെക്ട് ഏതാണോ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള അഡാപ്റ്റേഷൻ ആയിരിക്കും ഇവരുടെ പൂക്കളിൽ. നമ്മൾ ഓഫ്രിസ് ഓർക്കിഡും ബംബിൾ ബീയും തമ്മിലുള്ള മ്യൂച്വലിസം ഒക്കെ പഠിക്കുമ്പോൾ നമ്മളത് അങ്ങനെ ഒരു എക്സാമ്പിൾ കാണുന്നതാണ് അല്ലേ? സ്യൂഡോകോപ്പുലേഷനും മിമിക്രിയും ഒക്കെ നമ്മൾ അവിടെ കാണുന്നതാണ്. അപ്പൊ അതും ശരിയാണ്. അടുത്ത, in both parasitism and predation only one species benefits and the interaction is detrimental to the other species. Okay, പാരസിറ്റിസത്തിലും പ്രിഡേഷനിലും ഒരു സ്പീഷീസിന് മാത്രമേ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. മറ്റേതിന് എന്താണ്? ഡെട്രിമെന്റൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ്
മൈനസ് ഇൻട്രാക്ഷൻ ആണ് പറയുന്നത്, അപ്പം അതും ശരിയാണ്. കങ്കാരു ഇൻ ഓസ്ട്രേലിയ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കീസ്റ്റോൺ സ്പീഷീസ്. അല്ല കേട്ടോ, കങ്കാരു അങ്ങനെ കീസ്റ്റോൺ സ്പീഷീസ് അല്ല. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുമ്പോൾ എൻഡമിക് ആയിരിക്കണം, നമ്പർ കുറവായിരിക്കണം, മറ്റുള്ള എല്ലാവരും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുമായിരിക്കണം. അങ്ങനെ കങ്കാരുയുടെ നമ്പർ ഓസ്ട്രേലിയ കുറവല്ല. പ്ലസ് ബാക്കി എല്ലാ ജീവജാലങ്ങളും എന്താ പറയുക, ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കങ്കാരുവിനെ ഒട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ കീസ്റ്റോൺ സ്പീഷീസ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പം 4 സ്റ്റേറ്റ്മെന്റുകളിൽ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. അപ്പോൾ 3 ആണ് ആൻസർ. ഓക്കെ, റൈറ്റ്. Then question number 119. Okay, choose the correct statement. In pteridophytes, the ovules are not enclosed by any ovary wall. Ovules are not enclosed by any ovary wall. Pteridophytes, the ovules are not enclosed by any ovary wall. Ovule എന്നൊരു ടേം തന്നെ നമ്മൾ ടെറിഡോഫൈറ്റ്സിൽ പറയില്ല. ഇപ്പം മെഗാസ്പൊറാഞ്ചിയം, സ്പൊറാഞ്ചിയം എന്ന് പറയും മെജോറിറ്റി ടെറിഡോഫൈറ്റ്സും ഹോമോസ്പോറസ് ആണ്. ഹെറ്ററോസ്പോറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് റയർ ആണ്. ടെറിഡോഫൈറ്റ്സിൽ കുറച്ച് പേർക്കേ ഉള്ളൂ. അപ്പോഴേ നമ്മൾ മെഗാസ്പൊറാഞ്ചിയം എന്നൊരു ടേം തന്നെ കൊണ്ടുവരുള്ളൂ. അവിടെ നമ്മൾ ഓവ്യൂളൊന്നും പറയത്തില്ല. അപ്പോൾ അത് കാരണം ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കണ്ട. ഇൻ സൈക്കസ് മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് ആർ ബോൺ ഓൺ ദ സെയിം ട്രീ. അല്ല, സൈക്കസ് ഡൈഷ്യസ് ആണ്. മെയിൽ കോൺ ഉണ്ട്, പക്ഷെ ഫീമെയിൽ ലാക്സ് ആണ്. കാരണം മെഗാസ്പോറോഫിൽസ് ലൂസായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അത് തെറ്റ്. ഇൻ സൈക്കസ് കോർലോയിഡ് റൂട്ട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് നൈട്രജൻ ഫിക്സിംഗ് ആർക്കി ബാക്ടീരിയ അല്ല, സൈനോ ബാക്ടീരിയ ആണ്. നോസ്റ്റോക്ക്, അനബീന പോലുള്ള സൈനോ ബാക്ടീരിയ. അപ്പോൾ അതും തെറ്റ്. ഇൻ ആൻജിയോസ്പേംസ് ഓവ്യൂൾസ് ഡെവലപ്പ് ഇൻ ടു സീഡ്സ് ആൻഡ് ദ ഓവറീസ് ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. കറക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് വ്യക്തമാണല്ലോ, അല്ലേ? ഓക്കെ, then question number 120. Okay, which of the following statements is incorrect regarding mitochondria? Okay, matrix was a single double-stranded circular DNA molecule and ribosomes of 70S type. ശരിയാണ്. മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഉള്ളത്. സൈറ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ ആണ്, ക്രബ് സൈക്കിൾ, ലിങ്ക് റിയാക്ഷൻ, ഇതെല്ലാം നടക്കുന്ന സ്ഥലമാണ്. ഔട്ടർ മെംബ്രെയിൻ ഫോംസ് ദ കണ്ടിന്യൂസ് ലിമിറ്റിംഗ് ബൗണ്ടറി ഓഫ് ദ ഓർഗനൽ. വൈന മെംബ്രെയിൻ ഈസ് ഫോൾഡഡ് ഇൻ ടു ക്രിസ്റ്റേ. ശരിയാണ്. മൈറ്റോകോൺഡ്രിയ ഇസ് എ സൈറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് അല്ലല്ലോ. കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത ഓക്സിഡേഷൻ പ്രോസസ് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്, അല്ലേ? അല്ലാതെ കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് ഒക്കെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മൈറ്റോകോൺഡ്രിയ. ഓപ്ഷൻ 4. Then question number 121. Okay, which of the following statement is incorrect ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ ഇപ്രാവശ്യം കൂടുതലും നമ്മൾ ബയോളജിയിൽ 2022 നീറ്റിന് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, ഓക്സിജൻ ഹെൽപ്സ് ഇൻ റിലീസിങ് മെറ്റബോളിക് എനർജി. ശരിയാണല്ലോ. ഓക്സിഡേഷൻ പ്രോസസ്സിലാണ് എനർജി പുറത്ത് വരുന്നത്. ഇപ്പൊ റെസ്പിറേഷനിൽ നമ്മൾ എയറോബിക് റെസ്പിറേഷനിൽ അല്ലെങ്കിൽ റെസ്പിറേഷൻ ഓക്സിഡേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ ഹെൽപ്പോടുകൂടെ എനർജി റിലീസ് ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. എൻവയോൺമെന്റൽ സിഗ്നൽസ് സച്ച് ആസ് ലൈറ്റ് ആൻഡ് ഗ്രാവിറ്റി അഫക്ട് സർട്ടൺ ഫേസ് ഓർ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. നമുക്ക് അതേ സ്റ്റേറ്റ്മെന്റ് പ്ലാന്റ് ഗ്രോത്തിൽ പറയുന്നുണ്ട്. എവറി പ്ലാന്റ് ഹാസ് എൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ റേഞ്ച് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഇറ്റ്സ് ഗ്രോത്ത്. അതും ശരിയാ. ഇപ്പം C4 പ്ലാന്റ് ആയാലും C3 പ്ലാന്റ് ഒക്കെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട് ഫോട്ടോസിന്തസിസ് നടത്താനും ഗ്രോ ചെയ്യാനും സീഡ് ജെർമിനേഷനും എല്ലാ കാര്യത്തിനും. അതും ശരിയാണ്. എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് നീഡഡ് ഫോർ ഗ്രോത്ത് ഡസ് നോട്ട് റിക്വയർ വാട്ടർ ആസ് എ മീഡിയം. ഇല്ല, എൻസൈമാറ്റിക് പ്രോസസ് അതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള എൻസൈമാറ്റിക് പ്രോസസ് ആണ് എങ്കിലും വാട്ടർ ഈസ് ദ മീഡിയം ഫോർ മെജോറിറ്റി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ മെറ്റബോളിക് റിയാക്ഷൻസ്. അപ്പോൾ അതാണ് തെറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റിനകത്തുള്ള അതേ സ്റ്റേറ്റ്മെന്റുകളാണ് കേട്ടോ. പല പല ചാപ്റ്ററുകളാണെന്നേ ഉള്ളൂ, അതേ സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. Okay, then question number 122. Which type of chemical composition is found in cell wall of chrysophytes? Chrysophytes ആരാന്ന് ആലോചിച്ച് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടിസ്റ്റുകളിലെ ഒരു ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ്. അതിനകത്താണ് ഡയാറ്റവും ഡെസ്മിഡും ഒക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഡയാറ്റത്തിന് സിലിക്ക, ബാക്കി ആ ഗ്രൂപ്പിനകത്ത് വരുന്ന ആളുകൾക്ക് സെല്ലോസിക് സെൽവാൾ ഉണ്ട്. അതുപോലെ ഡയാറ്റത്തിന്റെ സെൽവാള് സിലിക്ക. ഓക്കെ, ക്രൈസോഫൈറ്റ്സിന് നമുക്ക് ആൻസർ കൊടുക്കാവുന്നത് ഓപ്ഷൻ 3 സെല്ലോസ് ആൻഡ് സിലിക്ക. Okay, then question number 123. In somatic cell of an angiosperm plant, 40 chromosomes are present. Then what will be the number of chromatids in anaphase 1? നോക്കിയുടെ ഇവിടെ ഇപ്പോൾ 40 chromosomes ആണ് ഡിപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത്. 40 chromosomes. അപ്പൊ അനാഫേസ് 1 എടുത്താൽ ഒരു സെല്ലിനകത്ത് അതാ നോക്കിയ ഹോമോലോഗസ് പെയർസ് അല്ലെ,
ഹോമലോഗസ് പെയേഴ്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹോമലോഗസ് പെയേഴ്സ്. അപ്പം ഒരു ക്രോമസോമിന് തന്നെ 2 ക്രൊമാറ്റിഡുകൾ ഉണ്ടാവും. അതായത് ഒരു ക്രോമസോമിന് തന്നെ ഇങ്ങനെ 2 ക്രൊമാറ്റിഡ്സ് ഉണ്ടാവും. എന്നാൽ ഫേസ് 1 സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം എത്ര ക്രോമസോം ഉണ്ടോ അതിന് നേരെ ഇരട്ടി ക്രൊമാറ്റിഡുകൾ കാണും. അനാഫേസ് 1 ആണെങ്കിലേ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കാരണം 40 ക്രോമസോം ആണ് എങ്കിൽ അനാഫേസ് 1 നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്രൊമാറ്റിഡ്സ് നോക്കുമ്പോൾ 80 ആണ്. ഓക്കെ, ഓപ്ഷൻ 2 80. Then question number 124. Okay, proteins in the membrane are responsible for. അപ്പോൾ കാരിയർ പ്രോട്ടീൻസ് ചാനൽ പ്രോട്ടീനുകളാണ്. അവരുണ്ടെങ്കിലേ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനും നടത്താൻ പറ്റുള്ളൂ. സിമ്പിൾ ഡിഫ്യൂഷന് വേറെ ആരുടെ ഹെൽപ്പും വേണ്ട, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മാത്രം മതി, ഡിഫ്യൂഷൻ നടന്നോളും. പക്ഷേ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സോ ബോത്ത് 1 and 3 is the answer. Okay, then question number 125. നോക്കോ, ജനറലി സെക്കൻഡറി ഗ്രോത്ത് ഡസ് നോട്ട് ഒക്കർ ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഗിവൻ ബിലോ. സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത് മെജോറിറ്റി ഡൈക്കോട്സിലും ജിംനോസ്പേംസിലുമാണ്. മെജോറിറ്റി മോണോകോട്ടിലും എന്ത് നടക്കുകയില്ല, സെക്കൻഡറി ഗ്രോത്ത് നടക്കുകയില്ല. ടെറഡോഫൈറ്റ്സും സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം, ആൽഗെ, ഡൈക്കോട്ട് റൂട്ട്, ടെറഡോഫൈറ്റ് സ്റ്റെം, ഇൻ വിച്ച് ഗ്രൂപ്പ് കേട്ടോ. അതായത് ഈ സെക്കൻഡറി ഗ്രോത്ത് നടക്കുകയില്ലാത്ത ഓർഗാനിസം വേണം ആ ഓപ്ഷനിൽ വരാൻ. ഇപ്പം ഇവിടെ ഡൈക്കോട്ട് റൂട്ട് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. ഡൈക്കോട്ട് സ്റ്റെം അടുത്തത് പറ്റില്ല. ജിംനോസ്പേം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. ഡൈക്കോട്ട് സ്റ്റെമ്മും ആ ഓപ്ഷനിലുണ്ട്. മോണോകോട്ട് സ്റ്റെം, ആൽഗൽ ഫിലമെന്റ്, അതുപോലെ സ്പോറോഫൈറ്റ് ഓഫ് ബ്രയോഫൈറ്റ്, ഇവരാരും തന്നെ സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നവരല്ല. കാരണം ലാറ്ററൽ മെരിസ്റ്റം ഇല്ല. ആൽഗയ്ക്കും ബ്രയോഫൈറ്റൊന്നും കേമ്പിയോ ഇല്ല, വാസ്കുലർ ടിഷ്യൂവും ഇല്ല. മോണോകോട്ട് സ്റ്റെമ്മിനാണെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റവും ഇല്ല. അപ്പം അത് കാരണം 4th ഓപ്ഷൻ ആണ് ആൻസർ. Okay, now question number 126. Which of the following flowers are large, brightly colored with scent and fragrance? എങ്ങനെയുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും നല്ല ഭംഗിയായിട്ട് ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ട് നല്ല മണവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന പൂക്കൾ എന്ന് പറയുന്നത് ആരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ നിൽക്കുന്ന ഇൻസെക്ട്സിന്. അപ്പോൾ ഇൻസെക്ട് പോളിനേഷൻ ഇതിനകത്ത് ഏതാണ്? എൻറ്റമോഫിലി ആണ് അല്ലേ. അനിമോഫിലി എന്ന് പറയുന്നത് വിൻഡാണ്. ഓർണിത്തോഫിലി ബേർഡ്സ്, ഹൈഡ്രോഫിലി വാട്ടർ, എൻറ്റമോഫിലസ് ദാറ്റ് ഈസ് insect pollinated flowers. Then question number 127 നോക്കി, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് ഇക്വേഷൻ ഫോർ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്? അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിനകത്തുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കി നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Then question number 128. Okay, primary succession is development of biotic community zone. Primary succession. Newly exposed habitat where no life already exists. That is the answer. Cleared forest area lakkeയുള്ള succession secondary ആണ്. Freshly harvested field secondary ആണ്. Pond filled after a dry season secondary ആണ്. അപ്പോൾ 1 ആണ് ആൻസർ. കാരണം where no life already exists എന്നുള്ളത് അവിടെ ഒരു മെയിൻ പോയിന്റ് ആണ്. Okay, so first option. Then question number 129. Which one is incorrect with respect to gel electrophoresis? നേരെ നമ്മൾ ബയോടെക്നോളജിയിലേക്ക് വരികയാണ്. ജെൽ ഇലക്ട്രോഫോറസിനെ പറ്റി പറയുമ്പോൾ ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. വെൽസ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ആനോഡ് ആണോ? വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ജെൽ ഇലക്ട്രോഫോറസിസ്? തെറ്റാണ്. കാഥോഡ് എവിടാണോ അവിടെയാണ് വെൽസ് ഉള്ളത്. അവിടെയാണ് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സ് ലോഡ് ചെയ്യുന്നത്. തെറ്റാണ്. ലാർജസ്റ്റ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ലൈ ഫാർ അവേ ഫ്രം കാഥോഡ് അല്ല, കാഥോഡിന് അടുപ്പിച്ചായിരിക്കും ലാർജസ്റ്റ് ഫ്രാഗ്മെന്റ്സ്. നല്ലോണം ഡൈജസ്റ്റഡ് ആയി നല്ലോണം ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും അത് ആനോഡിന് അടുപ്പിച്ചിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ലൈ ഫാർ അവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാഥോഡിന് അടുപ്പിച്ചാണത് കാണുന്നത്. സോ റോങ്. സ്മോളസ്റ്റ് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ലൈ നിയർ ടു ആനോഡ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ 2 എണ്ണം തെറ്റാണ്. സോ ബോത്ത് 1 and 2, 4th option is the answer. Okay. Then question number 130. Okay, read the following statements and choose the correct option. RNA interference is used to prevent infestation to virus in bacteria. RNA interference is used to prevent infestation of virus ഒക്കെ ശരിയാണ്. പക്ഷേ യൂക്യാരിയോട്ടിക് സെല്ലിലാണ് അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം കാണുന്നത്, ബാക്ടീരിയയിലല്ല. അപ്പോൾ അത് തെറ്റാണ്. RNA interference takes place in all eukaryotic organisms ശരിയാണ് കേട്ടോ. RNA interference is a method of cellular defense in prokaryotic അല്ല. RNA interference involves the silencing of a specific mRNA by preventing its formation from the corresponding gene. അങ്ങനെയല്ല, ഓൾറെഡി ഉണ്ടായ RNA
ട്രാൻസ്ലേഷൻ വിധേയമാകാതിരിക്കുക, പ്രിവെൻഷൻ ഓഫ് ട്രാൻസ്ലേഷൻ, സൈലൻസിങ് ഓഫ് RNA എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കാരണം അതും തെറ്റാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 131. സ്ട്രോബിലൈ ഓർ കോൺസ് ആർ ഫൗണ്ട് ഇൻ. സ്ട്രോബിലൈ, കോൺസ് ഏതിലാണ്? അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം ആണോ? എല്ലാം അല്ല. ഇക്കോസിറ്റം, സാൽവീനിയ, ടെറസ്, ഇത് മൂന്നും ടെറഡോഫൈറ്റ്സ് ആണ്. മാർക്കാൻഷ്യ ബ്രയോഫൈറ്റ് ആണ്. അപ്പോൾ മാർക്കാൻഷ്യ എന്തായാലും കോണില്ല, ലിവർവേർട്ട് കോണൊന്നുമില്ല. ഇക്കോസിറ്റത്തിലാണ് കോണുള്ളത്. അതും കറക്റ്റ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഇക്കോസിറ്റം. സാൽവീനിയൊക്കെ നമ്മൾ പഠിച്ചത് ഹെട്രോസ്പോറസ് കണ്ടീഷൻ, അതല്ലേ നമ്മൾ പഠിക്കുന്നത്, സാൽവീനിയ. അപ്പോൾ 1 ആണ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 132. സം സ്ട്രക്ചേഴ്സ് ആർ ഗിവൻ ബിലോ, ഹൗ മെനി ഓഫ് ദം ആർ മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെം? യെസ്, മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം ഏതാന്ന് പറയണം. മോർഫോളജി തിയറി നല്ലതുപോലെ അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. മോർഫോളജിയിൽ നിന്ന് സ്ഥിരമായിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. കുറേ പ്ലാന്റ്സിന്റെ പേര് കൊടുത്തിരിക്കും, എത്ര പേർക്ക് എന്തുണ്ട്, എത്ര പേര് ആരാണ്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം നോക്കാം, മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം ആണ് നമുക്ക് അറിയേണ്ടത്. റൈസോം ഓഫ് ടർമറിക് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം ആണ് റൈസോം. ബൾബോഫോണിയനും അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഇൻസെക്ടിവോറസ് പിക്ചർ ഓഫ് നെപ്പന്തസ് ലീഫ് ആണ്. പൊട്ടറ്റോ ട്യൂബേഴ്സ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ട്യൂബേഴ്സ് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ റൂട്ട് ആണ്, അഡ്വാൻറ്റേഷ്യസ് റൂട്ട് ആണ്. ടെൻഡ്രിൽസ് ഓഫ് പിസം സറ്റൈവം ലീഫ് മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ 3 പേരാണ് സ്റ്റെം മോഡിഫിക്കേഷൻ. ഓപ്ഷൻ 2. ഓക്കെ, ദെൻ the incorrect one, incorrect ആണ്. Atlas 66 high carbohydrate content അല്ലാതെ it's an improved variety of wheat having high quality and high quantity protein ആണ്. Atlas 66 wheat ആണ്. അപ്പം കാർബോഹൈഡ്രേറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഐ മീൻ ഹൈ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് അല്ല, സോറി, ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ് കേട്ടോ വീറ്റ്. ഓക്കെ, ദെൻ വൈറ്റമിൻ എ റിച്ച്, ക്യാരറ്റ്, സ്പിനാച്ച്, പംകിൻ ഒക്കെ ശരിയാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ശരിയാണ്, നമുക്കറിയാവുന്നതാണ്. സോ അറ്റ്ലസ് 66 ഹൈ കാർബോഹൈഡ്രേറ്റ് അല്ല, ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ 1 ആണ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 135. ഓക്കെ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Plant breeding is the purposeful manipulation of plant species. ശരിയാണ്. Genetic variability is the root of any breeding program. ശരിയാണ്. ഇതൊക്കെ ടെക്സ്റ്റിൽ അതേ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. Entire collection of plants and seeds having diverse alleles for all genes in a given crop is called germplasm collection. ശരിയാണ്. Parbani crandy is one of the improved variety of bindi, okra, lady's finger, from high yield and disease resistant point of view. ശരിയാണ്. അപ്പോൾ ഓൾ ആർ കറക്റ്റ്, എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ അതിനൊന്നും നമുക്ക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 136 നോക്കിയേ, സെക്ഷൻ ബിയിലേക്ക് നമ്മൾ വരികയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു F0 F1 പാർട്ടിക്കിൾ? ഇറ്റ് ഈസ് കൺസേൺ വിത്ത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ അല്ല, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും ഫോട്ടോഫോസ്ഫോറിലേഷനും എല്ലാം അല്ലാണ് F0 F1 പാർട്ടിക്കിൾ വരുന്നത്. F0 F1 പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, അതൊക്കെ അത് രണ്ടും ശരിയാണ്. പക്ഷെ പെറോക്സിസോമിൽ ഇല്ല. F0 is integral membrane protein. ശരിയാണ്, അതായത് ഇൻട്രിൻസിക് പ്രോട്ടീൻ ആണ്. ചാനൽ പ്രോട്ടീൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. പ്രോട്ടോൺസിന്റെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടത്തുന്ന ആളാണ് F0. ശരിയാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇൻവോൾവ് ഇൻ മൂവ്മെന്റ് ഓഫ് പ്രോട്ടോൺ ത്രൂ F0 F1 അല്ല, ആക്റ്റീവ് അല്ല, ഡിഫ്യൂഷൻ ആണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. അപ്പോൾ 3 ആണ് ആൻസർ. Okay, then question number 137. Select the incorrect option in respect of bulliform cells or motor cells. Bulliform cells helps to minimize water loss. Okay, helps to, നമ്മൾ ഏതാ ഇൻകറക്റ്റ്? ഇൻകറക്റ്റാ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റാ, അത് ശരിയാ. മോഡിഫിക്കേഷൻ ഓഫ് അഡാക്സിൽ എപ്പിഡെർമൽ സെൽ, മോണോകോട്ട് ലീഫിന്റെ, പ്രത്യേകിച്ച് ഗ്രാസിന്റെ ഒക്കെ ലീഫിന്റെ അപ്പർ എപ്പിഡെർമിസിലെ മോഡിഫൈഡ് സെല്ലുകളാണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത്. ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ് ആണ്. റോളിംഗ് ആൻഡ് അൺറോളിംഗ് ഓഫ് ഗ്രാസ് ലീവ്സ് ഒക്കെ നടത്തുന്ന ഇവരാണ്, ഇവർ കാരണമാണ്. മോഡിഫിക്കേഷൻ ഓഫ് പാലിസൈഡ് മീസോഫിൽ അല്ല, പറഞ്ഞല്ലോ, എപ്പിഡെർമൽ സെല്ലുകളാണ്. അപ്പോൾ ദാറ്റ് ഇസ് ദ ഇൻകറക്റ്റ് വൺ ആൻഡ് ദാറ്റ് ഇസ് ദ ആൻസർ, ഫോർത്ത് ഓപ്ഷൻ. And question number 138. How many in the list given below are diploid? തന്നിരിക്കുന്നതിൽ ഡിപ്ലോയിഡ് ആരൊക്കെയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മൈക്രോസ്പോർ മദർ സെൽ, സ്പോർ മദർ സെൽ എല്ലാം ഡിപ്ലോയിഡ് ആണ് എപ്പോഴും. ഓവറി സ്പോറോഫൈറ്റിന്റെ പാർട്ടാണ്, ഡിപ്ലോയിഡ് ആണ്. ആന്തറും ഡിപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റിന്റെ പാർട്ടാണ്. സ്റ്റിഗ്മയും സ്പോറോഫൈറ്റിന്റെ പാർട്ടാണ്, ഡിപ്ലോയിഡ് ആണ്. ന്യൂസലസും സ്പോറോഫൈറ്റിന്റെ പാർട്ടാണ്, ഓവ്യൂളിന്റെ പ്രോപ്പർ ബോഡിയാണ്.
ഡിപ്ലോയിഡ് ആണ്. എംബ്രിയോ സാക്ക് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ 1, 2, 3, 4, 5. എംബ്രിയോ സാക്ക് ഹാപ്ലോയിഡ് ആവാൻ കാര്യം അത് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആണ്, മെഗാസ്പോറി എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ 5 എണ്ണമാണ് ഡിപ്ലോയിഡ്. സോ 1 ഈസ് ദ ആൻസർ. Then question number 139. Which one of the following statement is not true regarding restriction endonuclease enzyme? Okay, restriction endonuclease are part of bacterial defense system that protect bacteria from viruses. വളരെ ശരിയാണ്. Roman numbers following the names indicate the order in which the enzyme were discovered from that strain of virus. Discovered അല്ല, isolated ആണ്. ഇപ്പൊ ഇക്കോ R1 എന്ന് നമ്മൾ എഴുതുമ്പോഴത്തേക്കും എസ്രിഷ്യ കോളായി RY13 എന്ന് പറയുന്ന സ്ട്രെയിനിൽ നിന്ന് ആദ്യത്തെ പ്രാവശ്യം ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് തെറ്റ്. ബാക്കി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ബ്രേക്ക് ദ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഓഫ് ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് DNA. ശരിയാ, ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റെക്കഗ്നൈസസ് എ സ്പെസിഫിക് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഇൻ ദ DNA. അതും ശരിയാണ്. റെക്കഗ്നേഷൻ സൈറ്റ്, നമ്മൾ ക്ലോണിങ് സൈറ്റ് എന്നൊക്കെ പിന്നീട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, സെക്കൻഡ് വൺ റൈറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 140. Assertion: Agrobacterium tumefaciens. Agrobacterium tumefaciens is natural genetic engineer of plant. ശരിയാണ്. Agrobacterium is rarely used in plant genetic engineering. അല്ല, plant genetic engineering വെക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അഗ്രോബാക്ടീരിയത്തിന്റെ TI പ്ലാസ്മിഡ് ആണ്. ഓക്കെ, TI പ്ലാസ്മിഡിലെ TDNA-ലാണ് നമ്മൾ ഡിസൈറബിൾ ജീൻ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരി, ഇത് തെറ്റ്. അപ്പോൾ assertion is true but reason is false. Okay, then question number 141. Okay, വീണ്ടും assertion reason question ആണ്. The first restriction endonuclease is Hind2. ശരിയാണ്. It was found that Hind2 always cut DNA molecule at particular point by recognizing a specific sequence of 6 base pairs. ശരിയാണ്. അതായത് Hind2-ന്റെ recognition sequence-ൽ 6 base pairs ഉണ്ട്. ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയാണ്, പക്ഷേ explanation ഒന്നുമല്ല. അപ്പോൾ അത് കാരണം 2 ആണ് ആൻസർ. then question number 142. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്, ബയോടെക്കി എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. മാട്രിക്സ് യൂസ്ഡ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് അഗരോസ് ജെൽ ആണ്, അഗരോസ് ജെൽ. ഓക്കെ, then compound used in staining of DNA, ethidium bromide. Okay, procedure through which a piece of DNA is introduced in host bacterium is bacterial transformation. Bacterial transformation നടക്കുന്നതാണ്. Useful selectable marker for E. coli antibiotic resistant gene. അല്ലേ, selectable markers. അപ്പോൾ 2, 3, 4, 1, 2, 3, 4, 1 fourth option ആണ്. Okay, then question number 143. The following figure shows the representation of. ഓക്കെ, PBR 322 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞാൽ മതി, കാണുമ്പോഴേ അറിയാം അതൊരു ക്ലോണിംഗ് വെക്റ്റർ ആണ്. TI പ്ലാസ്മിഡ് ഒന്നുമല്ലോ, വെക്റ്റർ. PBR 322. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ വന്നിട്ട് നമുക്ക് ഓപ്ഷൻ 4 ആണ്, താഴെയുണ്ട്. സോ ഓപ്ഷൻ 4 ഈസ് ദ ആൻസർ ആണല്ലോ. റൈറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 144. DNA fragments separated by gel electrophoresis are shown. Mark the correct statement. ഓക്കെ, ഇച്ചിരി ആപ്ലിക്കേഷൻ ലെവലാണ്, എന്നാലും സിമ്പിളാണ് കേട്ടോ. ബാൻഡ് 3, 3 ബാൻഡായിട്ടാണ് നിൽക്കുന്നത്. 1, 2, 3. ബാൻഡ് 3 കണ്ടെയ്ൻസ് മോർ പോസിറ്റീവ്ലി ചാർജ്ഡ് DNA മോളിക്യൂൾ ദാൻ 1. ആണോ? മോർ പോസിറ്റീവ് ആയിട്ടുള്ള ആള് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഏതിനോടടുത്തായിരിക്കും? കാഥോഡിനടുത്തായിട്ടായിരിക്കും നിൽക്കുന്നത്, മോർ പോസിറ്റീവ് ആണെങ്കിൽ. എന്ന് മാത്രമല്ല, DNA ഫ്രാഗ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും മോളിക്യൂളുകളാണെങ്കിൽ നമുക്ക് മോർ പോസിറ്റീവ് എന്നൊക്കെ പറയാം. DNA മോളിക്യൂൾ ആകുമ്പോൾ നമുക്ക് മോർ പോസിറ്റീവ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? DNA എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ആ മോർ പോസിറ്റീവ് എന്ന് എടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് അവിടെ വെച്ച് തന്നെ അത് വേണ്ടാന്ന് വെക്കാം. ബാൻഡ് 3 ഹാസ് ലോങ്ങർ DNA ഫ്രാഗ്മെന്റ് ദാൻ 1 and 2. ബാൻഡ് 3 ലോങ്ങർ DNA ഫ്രാഗ്മെന്റ് അല്ല, ഷോർട്ടർ ആണ്. അതുകൊണ്ടാണ് അത് വെല്ലിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്. ബാൻഡ് 3 എന്ന് പറയുമ്പോൾ വെല്ലിൽ നിന്ന് അകന്ന് അടുപ്പിച്ച് നിൽക്കുന്നു എന്നുള്ളതിലാണ് ബാൻഡ് 3 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് തെറ്റ്. ബാൻഡ് 1 ഹാസ് ലോങ്ങർ DNA ഫ്രാഗ്മെന്റ് ദാൻ 2 and 3. അതൊക്കെ അത് ശരി. ഓൾ ദ ബാൻഡ്സ് ഹാവ് ഈക്വൽ ലെങ്ത് ആൻഡ് ചാർജസ് ബട്ട് ഡിഫർ ഇൻ ബേസ് കോമ്പോസിഷൻ. അങ്ങനെയല്ല, എല്ലാത്തിനും ഒരേ ലെങ്ത് ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ബാൻഡായിട്ടേ തരംതിരിയുള്ളൂ. കാരണം DNA സൈസ് വെച്ചാണ് ജെൽ ഇലക്ട്രോഫോറസിസിൽ DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ആൻസർ ഏതാണ് വരുന്നത്? തേർഡ് ഓപ്ഷൻ ആണ് വരുന്നത് കേട്ടോ, തേർഡ് ഓപ്ഷൻ.
പിന്നെ പടത്തിൽ തന്നെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എവിടെയാണ് വെല്ല് എന്നൊക്കെയുള്ള നമുക്ക് പറയാനും പറ്റും. സോ തേർഡ് ഓപ്ഷനാണ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 144. Given below are 4 statements pertaining to separation of DNA fragments using gel electrophoresis. Identify the incorrect statements. ഓക്കെ, ഇൻകറക്റ്റ് ആണ് നോക്കേണ്ടത്. DNA is positively charged molecule. അപ്പോഴേ തെറ്റ്. ഇനി പിന്നെ ബാക്കി വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോഴേ തെറ്റാണ്. DNA fragments travel along the surface of the gel whose concentration does not affect movement of DNA. അല്ല, ആ ജെല്ലിൻ്റെ കോൺസെൻട്രേഷൻ ഒരു മാറ്റർ ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ വേണം നമ്മൾ അഗ്രോസ് ജെല്ല് മീഡിയം ആയിട്ട് കൊടുക്കാനായിട്ട്. അപ്പം അതും തെറ്റാണ്. സ്മോളർ ദ സൈസ് ഓഫ് DNA ഫ്രാഗ്മെന്റ്, ലാർജർ ഈസ് ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽസ് ത്രൂ ഇറ്റ്. ശരിയാണ്. പ്യുവർ DNA ക്യാൻ ബി വിഷ്വലൈസ് ഡയറക്ട്ലി ബൈ എക്സ്പോസിങ് UV റേഡിയേഷൻ. ഓക്കെ, അതെ ശരിയാ. അതായത് പ്യുവർ DNA ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഡയറക്ട്ലി ബൈ എക്സ്പോസിങ് UV റേഡിയേഷൻ. പറ്റുമോ? നമുക്ക് സ്റ്റെയിൻ ചെയ്ത് എത്തിഡിയം ബ്രോമൈഡുമായിട്ട് സ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് A, B ആൻഡ് D അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എടുത്തില്ലല്ലോ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തെറ്റെന്ന് പറയുന്നത് A, B ആൻഡ് D. ദാറ്റ് ഈസ് ദ ഫോർത്ത് ഓപ്ഷൻ, ഫോർത്ത് വൺ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 146. ഓക്കെ, which of the following is not true for BT cotton? BT cotton based on BT എന്ന് പറയുന്നത് Bacillus thuringiensis ശരിയാണ്. റെസിസ്റ്റന്റ് ടു ബോൾവർം ശരിയാണ്. ഇൻക്രീസ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത് ബോൾവർമിന് അതുപോലെ അങ്ങനെയുള്ള ചില ഇൻസെക്റ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റുകളെ. അപ്പോൾ അല്ലാതെ കെമിക്കൽ പെസ്റ്റിസൈഡ് ഡിപ്പെൻഡ് ചെയ്യണോ വേണ്ടയോ അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് തെറ്റ്. ഹൈ ഈൽഡിങ് കോട്ടൺ വെറൈറ്റിയാണ് ശരി. സോ തേർഡ് ഓപ്ഷനാണ് ആൻസർ. Then question number 147. Which of the following statement is true regarding RNA interference? Okay, RNA interference takes place in all living organisms as a method of cellular defense. illa eukaryote മാത്രമേ ഉള്ളൂ. RNAi involves silencing of a specific DNA അല്ല, RNA ആണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റി. Source of complementary RNA could be from an infection by RNA viruses, okay, or transposon. Transposon എന്ന് പറയുന്നത് jumping gene ആണ്, mobile genetic material that replicate via RNA intermediate. അതാണ് ആൻസർ. Using PBR322 vector, nematode specific genes were introduced into the host plant. അല്ല, Agrobacterium tumefaciensന്റെ TI plasmid ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. So third option is the answer. Then question number 148. Specialized cells in cyanobacterium for nitrogen fixation is. Cyanobacterium like Nostoc and Anabina, specialized cell or non-photosynthetic ആയിട്ടുള്ള anaerobic conditions maintain ചെയ്യുന്ന സെല്ലുകൾ ഏതാണ്? ഹെറ്ററോസിസ്. കാര്യം അതിൽ മാത്രമേ നൈട്രോജനേസ് എൻസൈം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. Okay. Then question number 149. Peridam includes phellum, phellodam, phellogena. ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിഡം അല്ലേ? ഓൾ ദ അബവ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. Then question number 150. Which plant hormone is a selective weedicide? Auxin, selective weedicide. Dicot വീടുകളെ മാത്രം നശിപ്പിക്കുന്ന സിന്തറ്റിക് ഓക്സിൻ ആണ് 24D. So that's a direct question. So 24D, fourth option. Okay. So that's all about the botany questions. അപ്പോൾ ഇത് ശരിക്കും റിയൽ എക്സാമിനേഷനിൽ വരാവുന്ന ഒരു ലെവലാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ആയിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ഫോമിലുണ്ട്, സ്റ്റേറ്റ്മെന്റ് വൈസ് ഉണ്ട്, അസേർഷൻ ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് നിമിഷങ്ങളിൽ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതും അതിൻ്റെ ഡിസ്കഷൻ കേൾക്കുന്നതും അതിൽ തെറ്റുപറ്റിയത് കറക്റ്റ് ചെയ്യുന്നതും എല്ലാം വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ റാങ്ക് കൂട്ടാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇനി സുവോളജിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതോടെ ചെയ്യാവേ.
അപ്പോൾ വീണ്ടും നമുക്ക് ചെറിയൊരു ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വന്നു. നിങ്ങളതെല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സുവോളജി ക്വസ്റ്റ്യനിൽ 175 പോവാം കേട്ടോ. അസേർഷൻ റീസൺ. ഓക്കെ, ലൈക്കൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ശരിയാണ്. Lichens will not grow in areas that suffers industrial pollution. പ്രത്യേകിച്ച് സൾഫർ ഡയോക്സൈഡ് അതിന് ഒട്ടും ഇഷ്ടമല്ല. പല ഇൻഡസ്ട്രീസിൽ നിന്നും ഓട്ടോമൊബൈൽസിൽ നിന്നും എല്ലാം പുറത്ത് വരുന്ന പൊല്യൂട്ടൻ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ സൾഫർ ഡയോക്സൈഡ് ആണ്. അപ്പോൾ അത് തന്നെയാണ് റീസണും. സോ ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 176, right? Which one from those given below is a period of Mendel's hybridization experiment? ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളാണ്. 1956 to 1863, 7 വർഷത്തെ പരീക്ഷണങ്ങൾ അല്ലേ? ഓക്കെ, then question number 177. What is a genetic disorder in which an individual has an overall masculine development, gynecomastia and is sterile? അപ്പോൾ ഓവറോൾ ഒരു മെയിലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഏത് ഡിസോർഡറിനാണ് വരുന്നത്? ക്ലിൻഫിൽട്ടർ സിൻഡ്രോം, ട്രൈസോമി അല്ലേ, XXY വരുന്ന കേസാണ്. സോ തേർഡ് ഓപ്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 178. അലീൽസ് ആർ എന്താണ്? ഡിഫറെൻറ്റ് ഫിനോടൈപ്പ് അല്ല, ട്രൂ ബ്രീഡിംഗ് ഹോമോസൈഗോട്ട് അല്ല, ഡിഫറെൻറ്റ് മോളിക്കുലർ ഫോംസ് ഓഫ് എ ജീൻ അല്ലേ, ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻ എന്ന് പറയില്ലേ, അലീൽസ്. അപ്പോൾ തേർഡ് ഓപ്ഷനാണ് ആൻസർ. Then, question number 179. In the Lac-Opron model, lactose molecules function as inducers, അതൊക്കെ അത് ശരിയാണ്, which bind with the operator gene അല്ല. ലാക്ടോസ് ബൈൻഡ് ചെയ്യുന്നത് റെഗുലേറ്റർ പ്രോട്ടീനുമായിട്ടാണ്, റിപ്രസേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് അത് നോക്കണ്ട. ഇൻഡ്യൂസേഴ്സ് വിച്ച് ബൈൻഡ് വിത്ത് റിപ്രസർ പ്രോട്ടീൻ. അങ്ങനെയാണ് റിപ്രസർ പ്രോട്ടീൻ അത് ഇനാക്റ്റീവ് ആക്കുന്നതും ലാക്കോപ്രോൺ സ്വിച്ച് ഓൺ ആകുന്നതും. കോ റിപ്രസർ ഒന്നും ലാക്കോപ്രോണിലില്ല. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. Then question number 180. What are the DNA sequences that code for protein? ഇൻട്രോൺസ് നോൺ കോഡിംഗ് സീക്വൻസ് ആണ്, എക്സോണ് കോഡിംഗ് സീക്വൻസ് ആണ്. അടുത്ത രണ്ടും നമുക്ക് ഇതിനകത്ത് വരുന്നതല്ല. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 181. നോക്കിക്കേ, ദ എൻസൈം വിച്ച് ഹെൽപ്സ് ടു കട്ട് വൺ സ്ട്രാൻഡ് ഓഫ് DNA ഡബിൾ അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് ടു റിലീസ് ടെൻഷൻ ഓഫ് കോയിലിംഗ് ഓഫ് 2 strands. ഇത് നമുക്ക് NCERT-യിൽ പറയുന്നില്ല, എന്നാലും DNA റെപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ DNA പോളിമറൈസ് എൻസൈം മാത്രം നോക്കിയാൽ പോരാ. അതിന് കൂടെ വരുന്ന ഹെലിക്കേസ്, ഐസോമെറേസ്, RNA പ്രൈമേസ്, ഇങ്ങനെയുള്ള ചില എൻസൈമുകളും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ വളരെ സ്പീഡിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ DNA ഡബിൾ ഹെലിക്സിൽ കൂടുതൽ സൂപ്പർ കോയിലിംഗ് വരാം, കുരുക്ക് വീഴാം. അപ്പോൾ ആ കുരുക്ക് അഴിക്കുന്നത് ടോപ്പോ ഐസോമറേസ് അല്ലെങ്കിൽ പ്രൊക്യാരിയോട്സിൽ നമ്മൾ അതിനെ DNA ഗയറേസ് എന്ന് പറയും കേട്ടോ. അങ്ങനെ അവിടെ ആ ഒരു ടെൻഷൻ ക്രിയേറ്റഡ് ആകുന്നതിനെ ഇല്ലാതാക്കുക, റിലാക്സ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ടോപ്പോ ഐസോമറേസ്. സോ തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. Okay, now question number 182. Which one is the most abundant protein in the animal world? അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോമോളിക്യൂളിൽ നമ്മൾ വ്യക്തമായി പഠിക്കുകയും ടെക്സ്റ്റിനകത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൊളാജൻ അല്ലെ, ഫൈബ്രസ് പ്രോട്ടീൻ ആണ്. സെക്കൻഡറി സ്ട്രക്ചർ ഒക്കെയാണ് അതൊക്കെ ഉള്ളത് എന്നൊക്കെ നമുക്കറിയാം. തേർഡ് ഓപ്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 183. ഐഡന്റിഫൈ ദ ഗിവൺ സ്ട്രക്ചർ. തന്നിരിക്കുന്നത് അഡിനിലിക് ആസിഡ് അല്ല എന്തായിരുന്നാലും. കാര്യം അഡിനിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഷുഗർ വേണം, നൈട്രജൻ ബേസ് വേണം, അതുപോലെ തന്നെ ഫോസ്ഫേറ്റും വേണം. ഇപ്പം അതൊന്നും ഇല്ല. അപ്പം അതല്ല. കൊളസ്ട്രോൾ ഇങ്ങനെയല്ല, കുറേ റിങ്ങുകളും ഒക്കെ ആയിട്ടൊരു OH ഒക്കെ ആയിട്ടുള്ള ഒരു പടമാണ് നമ്മൾ ടെക്സ്റ്റിനകത്ത് നമുക്കത് അറിയാം. അഡിനോസിൻ ആണെങ്കിൽ നൈട്രജൻ ബേസും അതുപോലെ ഷുഗറും വേണം. ഇതിപ്പോൾ നൈട്രജൻ ബേസ് മാത്രമേ ഉള്ളൂ, സിംഗിൾ റിംഗ് ആണ്. സോ ഇറ്റ് ഈസ് എ പിരമിഡ് യുറാസിൽ. അപ്പം ഇതൊന്നും നിങ്ങൾ ഒരിക്കലും തെറ്റിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഒക്കെയാണ്. അപ്പോൾ തെറ്റിച്ചിട്ടില്ല, കറക്റ്റ് ആക്കി എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 184. നോക്കിക്കേ, ഐഡന്റിഫൈ ദ കറക്ഷൻ ഓപ്ഷൻ അല്ലെ കറക്റ്റ് ഓപ്ഷൻ ഇൻ ദ ബ്ലാങ്ക്ഡ് പോർഷൻ റിലേറ്റഡ് വിത്ത് ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാന്റ്സ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം സ്പീഷീസ്. അപ്പോൾ ലിനേഴ്സിന്റെ ഹൈറാർക്കി, ടാക്സോണമിക് ഹൈറാർക്കിയിൽ 7 ടാക്സ. അപ്പൊ സ്പീഷീസിൽ തുടങ്ങി ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്. പിന്നെ ഏതാ വരുന്നത്? പ്ലാന്റ് കിങ്ഡം ആയതുകൊണ്ട് ഡിവിഷൻ ആണ്. ആനിമൽ കിങ്ഡം ആണെങ്കിലാണ് എന്ത് വരുന്നത്? ഫൈലം വരുന്നത്. അപ്പോൾ ഡിവിഷൻ ഈസ് ദ ആൻസർ. അത് കഴിഞ്ഞാണ് കിങ്ഡം വരുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ അല്ലേ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 185. Which one of the following is a preservative area for plants? Plantsനെ പ്രിസർവ് ചെയ്യുന്നത് എവിടെയാണ്?
ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ കൺസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലാന്റ്സിന് ജീവനോടെ നമ്മൾ കൺസർവ് ചെയ്യുകയാണ്. ഫ്ലോറ എന്ന് പറയുന്നത് ലിവിങ് പ്ലാന്റ്സിനെയാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിനെ പറ്റി പ്ലാന്റ്സിൻ്റെയൊക്കെ ടാക്സോണമിക് കീസ് ഉള്ള ബുക്കിനെ നമ്മൾ ഫ്ലോറ എന്ന് പറയും. അപ്പം ഹെർബേറിയത്തിലാണ് പ്ലാന്റ്സിനെ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് നമ്മൾ ഹെർബേറിയം ഷീറ്റിൽ പേസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത്. സോ ഹെർബേറിയം ഈസ് ദ ആൻസർ ആണല്ലോ. ഇനി സെക്ഷൻ ബിയിലും കൂടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അത് ക്വസ്റ്റ്യൻ നമ്പർ 196 ആണ്. നോക്കിയേ, സെലക്ട് ദ റോൾ ഓഫ് മൈക്രോബ്സ് ഇൻ സോയിൽ ഫ്രം ദ ഫോളോയിങ് ആക്ട്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. പല മൈക്രോബ്സിനെയും നമ്മൾ സൈനോബാക്ടീരിയ, അസോസ്പൈറലം അതുപോലെയൊക്കെയുള്ള പല മൈക്രോബ്സിനെയും നമ്മൾ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശരിയാണ്. ഡീകമ്പോസിഷൻ ആൻഡ് ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി, തീർച്ചയായിട്ടും ഡീകമ്പോസേഴ്സ് ആയിട്ട് വരുന്ന മൈക്രോബുകൾ ചെയ്യുന്നതാണ്. പ്രൊവൈഡ് ഫോസ്ഫറസ് ടു പ്ലാന്റ് റൂട്ട്, അത് ഈ മൈക്രോറൈസയിൽ വരുന്ന ഗ്ലോമസ് പോലൊക്കെയുള്ള ജീനസ് ഓഫ് ഫംഗസ്, അങ്ങനെയുള്ള മൈക്രോബുകൾ അതിൽ വരുന്നുണ്ട്. സോ ഓൾ ദ അബവ് 4 ആണ് ആൻസർ. Then question number 197, which of the following microbe do not follow symbiotic relationship but activity involved in nitrogen fixation? നൈട്രജൻ ഫിക്സർ ആണ്, നൈട്രജൻ ഫിക്സേഷനിൽ ഏർപ്പെടുന്നുണ്ട്, പക്ഷെ സിംബയോട്ടിക് അല്ല. മീനിങ് എന്താ? ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സർ ഇതിനകത്ത് ഏതാണെന്നാണ്? റൈസോബിയൻ നൈട്രജൻ ഫിക്സർ ആണ്, പക്ഷെ സിംബയോട്ടിക് ആണ്. അനബീന ഫ്രീ ലിവിംഗും പറ്റും സിംബയോട്ടിക്കും പറ്റും, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. ഓക്സിലറ്റോറിയ സൈനോബാക്ടീരിയം ആണ്, സിംബയോട്ടിക് അല്ല, ഫ്രീ ലിവിംഗ് ആണ്. ഓക്കെ, പെൻസിലിമിന ഫംഗസ് ആണ്, അങ്ങനെ ഒരു നൈട്രജൻ ഫിക്സർ അല്ല. സോ തേർഡ് ഓപ്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 198. ക്വസ്റ്റ്യൻ നമ്പർ 198ലേക്ക് നമ്മൾ പോവാണ്. Listed given below are the different biodiversity conservation strategies. Categorize them into in situ and ex situ conservation methods and choose the correct option. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഇൻ സിറ്റു ഏതാ എക്സ് സിറ്റു ഏതാ അന്ന് നമ്മൾ ആദ്യം നോക്കിയിട്ട് വേണം ഓപ്ഷനിലേക്ക് കടക്കാനായിട്ട്. നോക്കിയേ, ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സ് സിറ്റു ആണ് അല്ലെ, ബൊട്ടാണിക്കൽ ഗാർഡൻ. നാഷണൽ പാർക്ക് ഇൻ സിറ്റു ആണ്. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് ഇൻ സിറ്റു ആണ്. സേക്രഡ് ഗ്രൂവ് ഇൻസിറ്റു ആണ്. ഹോട്ട്സ്പോട്ടും ഇൻസിറ്റു ആണ്. ക്രയോ പ്രിസർവേഷൻ, ലോ ടെമ്പറേച്ചറിൽ നമ്മൾ കൺസർവ് ചെയ്യുന്നതിന് എക്സിറ്റു. സുവോളജിക്കൽ പാർക്കും എക്സിറ്റു ആണ്. അക്വേറിയവും എക്സിറ്റു. അപ്പൊ ഇനി നോക്കിക്കേ, എക്സിറ്റു അത് നമുക്ക് ഇൻസിറ്റു നോക്കാം, കാര്യം ഓപ്ഷനിൽ അതാ വരുന്നത്. ഇൻസിറ്റു ഏതൊക്കെയാ വരുന്നത്? ബി ഡി. ഒരു മിനിറ്റ്, 198 അല്ലേ ക്വസ്റ്റ്യൻ? യെസ്, ഇൻസിറ്റു. ആദ്യം നമുക്ക് ഇൻസിറ്റു നോക്കാം. ബി ഡി, പിന്നെ എന്താ പറയുക, ബി ഡി ഇ. ബി ഡി ഇ. സഫാരി പാർക്ക് വന്നിട്ട് എക്സിറ്റു, കാരണം സുവോളജിക്കൽ പാർക്ക് അല്ലേ, അപ്പൊ അത് എക്സിറ്റുലല്ലേ വരുന്നത്. ശരിയാ, ബി ഡി ഇ. അടുത്തത് നമുക്ക് എക്സിറ്റു വരുന്നത് എ സി എഫ് ജി എച്ച്. കറക്റ്റ്. അപ്പൊ ഫോർത്ത് ഓപ്ഷൻ വരും അല്ലേ. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, സുവോളജിക്കൽ പാർക്ക് എന്നാണ് നമുക്ക് ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. സുവോളജിക്കൽ പാർക്ക് എക്സിറ്റു ആണ് കേട്ടോ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 199. Arrange the organisms into correct sequence based on species diversity and choose the correct option. ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആർക്കാ ഉള്ളത്? ഇൻസെക്റ്റിനാണ്, പിന്നെ ഫംഗസിനാണ്, പിന്നെ ഫിഷസിനാണ്, പിന്നെ മാമൽസിനാണ്. നമുക്ക് തിയറിറ്റിക്കലി നമുക്കത് അറിയാവുന്നതാണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. Now the last question, question number 200. Out of 64 codons, 61 codons code for 20 types of amino acid. What is it called as? ഒരു അമിനോ ആസിഡിനെ തന്നെ കോഡ് ചെയ്യാൻ ഒന്നിലധികം ട്രിപ്ലറ്റ് കോഡോണുകളുണ്ട്. That is genetic code is degenerate, degeneracy അല്ലേ. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ബോട്ടണി പോർഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സുവോളജി സാറ് സുവോളജി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. സാർ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനിയും നമുക്ക് ഇതുപോലത്തെ ലൈവ് പ്രോഗ്രാമും എക്സാമും ഡിസ്കഷനും ഒക്കെ ഉണ്ട്. നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.
ഹായ്, ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഹൗ ആർ യു? അപ്പോൾ നമ്മൾ ഇന്ന് 2 മണി മുതൽ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി അല്ലേ, സുവോളജിയിലെ ചില ക്വസ്റ്റ്യൻസും അത് നമ്മുടെ കഴിഞ്ഞ 2 അല്ലെങ്കിൽ 3 മണിക്കൂറായിട്ട് ഇങ്ങനെ 3.5 മണിക്കൂറായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റിംഗ് റൂമിലേക്കൊക്കെ പോകുന്നുണ്ടോ? വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? യെസ്, ആ വെള്ളമൊക്കെ കുടിച്ച് ഒന്നുകൂടി ആക്റ്റീവായിട്ട് നമ്മുടെ വെടിക്കെട്ടോടെ അവസാനിപ്പിക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സുവോളജിയിലേക്ക് വരികയാണ്. ഞാൻ നിങ്ങളുടെ രജീഷ് സാർ, RRZ എന്നാണ് എൻ്റെ കോഡ്, സ്ഥലം കൊല്ലം, അറിയാലോ. യെസ്, അപ്പം എന്നെ നിങ്ങൾക്കറിയാം. എനിക്ക് ഒരുപക്ഷെ കുറേ പേരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ സുവോളജി ക്വസ്റ്റ്യൻസിലേക്ക് പതിവ് പോലെ കയറാമല്ലോ. അപ്പോൾ നമ്മൾ പുതിയ ഒരു മെത്തേഡുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ലേണിംഗ് ആപ്പിലേക്ക് നിങ്ങൾക്ക് നേരത്തെ തന്നിരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മൾ പ്രിപ്പറേറ്ററി മോഡൽ ക്വസ്റ്റ്യൻസ്, അത് ഞങ്ങൾ യൂട്യൂബിലൂടെ എല്ലാ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ജാലകം തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തുറന്നിട്ടിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ യൂസ്ഫുള്ളായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ സെഷൻസ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ട് ആക്റ്റീവായിട്ട് പോകുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ എളുപ്പമാകുന്നുണ്ടോ? യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സുവോളജിയിൽ നമുക്കറിയാമല്ലോ, സുവോളജിയെ സംബന്ധിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഒരൊറ്റ സുവോളജി ക്വസ്റ്റ്യൻ പോലും നമുക്ക് തെറ്റാൻ പാടില്ല അല്ലേ. ബയോളജി ക്വസ്റ്റ്യൻസ് ഒരെണ്ണം പോലും തെറ്റാൻ പാടില്ല. കാരണം ബയോളജി അതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് മാക്സിമം മാർക്സ് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നല്ല റാങ്കിലേക്ക് നമ്മൾ വരികയുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് നല്ല നല്ല മെഡിക്കൽ കോളേജുകളിലേക്ക്, നമുക്ക് സീറ്റുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ അല്ലേ. അപ്പം ശരി, നമുക്ക് തുടങ്ങാമല്ലേ? വേറെ ശരി, എല്ലാവരും റെഡി ആയിട്ടിരിക്കല്ലേ? ആരംഭിക്കലാമാ? യെസ്, തുടങ്ങാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 151 അല്ലേ, 151 അവിടെ മുതലാണ് സുവോളജി ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. അതിനകത്ത് സെലക്ട് ദ ഫൈലം വിത്ത് റോങ് എക്സാമ്പിൾ. ഇവിടെ 4 ഫൈലം തന്നിട്ടുണ്ട്, അതിനൊരു എക്സാമ്പിളും ഉണ്ട്. ആ ഫൈലത്തിനകത്ത് മിസ്മാച്ച്ഡ് ആയിട്ട് വരുന്ന എക്സാമ്പിൾ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. നോക്കാം നമുക്ക്. ഫൈലം ആഷൽമിന്തസ്. ആഷൽമിന്തസ് എന്ന് പറഞ്ഞാൽ ആരാ? റൗണ്ട് വേംസ് വരുന്ന ഫൈലമാണ് ആഷൽമിന്തസ്. അതിനകത്ത് നമ്മൾ NCERT 3 എക്സാമ്പിളാണ് പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? Ascaris, Wuchereria, then another one is called as the Ancylostoma. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് എൻഡറോബിയസ് കൂടി പഠിപ്പിച്ചായിരുന്നു, പിൻവേം, ഓർമ്മയില്ലേ? യെസ്. അപ്പോൾ അതൊക്കെ ആഷൽമിന്തസ് വരുന്ന അതേ. ഉച്ചറേരിയ ബാങ്ക്രോഫ്റ്റി, ഫിലേറിയ വേം, അത് ഈ പറഞ്ഞ ഏതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്? ആഷൽമിന്തസിനകത്ത് എക്സാമ്പിളാണ്, ശരിയല്ലേ? യെസ്. ആർത്രോപോഡ, ജോയിന്റഡ് അപ്പൻഡേജസ് ഉള്ള ലാർജസ്റ്റ് ഫൈലം അണ്ടർ ആനിമൽ കിങ്ഡം അല്ലെ. അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ആരെയാ? ലോക്കസ്റ്റ് ഓർ ലോക്കസ്റ്റ ഈസ് കൺസിഡേർഡ് എ പോളിഫാഗസ് ഗ്രിഗേറിയസ് പെസ്റ്റ് അല്ലെ. നമ്മൾ അതിനെയും അറിയാം, അവർ ആർത്രോപോഡയിൽ വരുന്നവരാണ്. അടുത്ത പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയുള്ള വേംസ് അല്ലെ. നമ്മൾ പഠിച്ച 3 എക്സാമ്പിൾ ടീനിയ, ടേപ്പ് വേം അല്ലെ, പിന്നെ ഫാസിയോള, ലിവർ ഫ്ലൂക്ക്, പ്ലാനേരിയ, പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഷിസ്റ്റോസോമ, ബ്ലഡ് ഫ്ലൂക്ക് അല്ലെ. ഇവർ 4 പേരാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് വരുന്നത്. ദേ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ പ്ലൂറോബ്രാക്കിയ. പ്ലൂറോബ്രാക്കിയ ആരാ? പ്ലൂറോബ്രാക്കിയ ഈസ് കൺസിഡേർഡ് an example given under ഫൈലം ടീനോഫോറ അല്ലെ. ടീനോഫോറയ്ക്കകത്ത് വരുന്ന ആൾക്കാരാണ് പ്ലൂറോബ്രാക്കിയ. 8 external rows of ciliated complaints ഉള്ള ആൾക്കാർ, ഓർമ്മയില്ലേ അവരാ? യെസ്. അപ്പം ഇത് ഫോൾസ് ആണ് അല്ലെ. ഇനി സീലൻഡ്രേറ്റ, അടുത്ത എക്സാമ്പിൾ ആണ് ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതും തെറ്റിപ്പോയി അല്ലെ, ഇത് കറക്റ്റ് ആണ്. നമുക്കിവിടെ റോങ് എക്സാമ്പിൾ വരുന്നത് എവിടെയാണ്? ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. സോ വി ക്യാൻ സെലക്ട് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3, third one അല്ലെ. ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതാണ്, ഇതേ ആൻസർ വരികയുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയത് യഥാർത്ഥത്തിൽ അല്ലെ. ഇതൊക്കെ ആൻസർ ചെയ്തില്ലെങ്കിൽ നമ്മൾ പാടാം കേട്ടോ. യെസ്. അപ്പൊ നമുക്കിത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാമല്ലോ. എൻ്റെ കൂടെ വരികയില്ല എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നേക്ക്. നമുക്കിനി ഒരു കൂടിപ്പോയാൽ ഒരു 30 മിനിറ്റ് കേട്ടോ, അരമണിക്കൂർ. ആ അരമണിക്കൂർ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തീർക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് വരാം. ക്വസ്റ്റൻ നമ്പർ 152. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഏരിയോളാർ ടിഷ്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ ഇസ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ലൈങ് ജസ്റ്റ് ബിനീത്ത് ദ സ്കിൻ, കണക്ട് ഇന്റഗുമെന്റ് വിത്ത് മസിൽസ്. പഠിച്ചില്ലായിരുന്നോ? യെസ്. നമ്മുടെ NCERT അതിന്റെ ഒരു സെക്ഷന്റെ ഡയഗ്രമാറ്റിക് സ്കെച്ചും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏരിയോളാർ ടിഷ്യൂവിനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, റോങ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തിക്കോ. ഞാൻ 4 ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെച്ച് കഴിഞ്ഞു. 1 പ്രസന്റ് ബിനീത്ത് ദ സ്കിൻ,
സ്കിന്നിന് അടിയിൽ കാണുന്നത്. അത് നിങ്ങൾ പറ, ഏരിയോള ടിഷ്യൂവിനെ സംബന്ധിച്ച് ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലെ. ഇറ്റ് ഈസ് located beneath the skin. That is true. അടുത്തത് serves as a support framework for epithelium. Yes, it is an important function. നമ്മുടെ ഇൻസൈറ്റീവ് സ്റ്റേറ്റ്മെന്റാ. നമ്മുടെ എപ്പിത്തീലിയത്തിന് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഏരിയോളാർ ടിഷ്യൂ. ശരിയല്ലേ? ശരിയാണ് കേട്ടോ. യെസ്, അപ്പൊ അതും ഏരിയോളാർ ടിഷ്യൂവിനെ സംബന്ധിച്ച് കറക്റ്റ് ആണ്. അടുത്തത് ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ് ആൻഡ് മാസ്റ്റർ സെൽസ്. ശരിയാ. നമ്മുടെ ഏരിയോളാർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആ. അതിന്റെ മാട്രിക്സിൽ സെൽസും ഫൈബേഴ്സും ലൂസ്ലി പാക്ഡ് ആണ് അല്ലെ. ലൂസ്ലി പാക്ഡ്. അപ്പൊ അതിനകത്ത് മാക്രോഫേജസ് ഉണ്ട്, ഫാഗോസൈറ്റിക് സെൽസ് ആയിട്ട് മാസ്റ്റർ സെൽസ് ഉണ്ട്, ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, സെർട്ടോണിനെ റിലീസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഫൈബർ പ്രൊഡ്യൂസിങ് സെൽസ് എവിടെയുണ്ട്? ആരാ? ഫൈബ്രോബ്ലാസ്റ്റ്. ഇതൊക്കെ ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂവിന്റെ മാട്രിക്സിലുള്ള ആൾക്കാരാ. ഇനി അടുത്തതുണ്ട് ഇറ്റ് ഈസ് എ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. അയ്യോ, അത് ശരിയാണോ? ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? ഞാൻ ആദ്യം പറഞ്ഞു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ എക്സാമ്പിൾ 2 പഠിക്കുന്നത്. 2 ടൈപ്പ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഏതൊക്കെ? ഏരിയോളാർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവും പിന്നെ ആരാ? നമ്മൾ പഠിച്ച അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെ. എന്നാൽ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ അത് 2 ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ടെൻഡൻസും ലിഗമെന്റ്സും. ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഫൗണ്ട് ഇൻ അവർ സ്കിൻ റീജിയൻ അല്ലെ. അപ്പൊ നമുക്ക് കണ്ടേ ഇത് ഒരു ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? അല്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെ. ആരാ? ഏരിയോളാർ ടിഷ്യൂ. സോ ഹിയർ ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് ഏരിയോളാർ ടിഷ്യൂ ഈസ് ഓപ്ഷൻ 4th one അല്ലെ. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഗോസ് ടു ഓപ്ഷൻ ഏതാ? 4th one. ക്വസ്റ്റ്യൻ നമ്പർ 152. ശരിയല്ലേ? കിട്ടിയാ? എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നോക്ക്. യെസ്, എന്നാ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 153. ഓക്കെ, നോക്കാം. കാൽഷ്യം ഈസ് ഇമ്പോർട്ടന്റ് ഇൻ സ്കെലറ്റൽ മസിൽ കൺട്രാക്ഷൻ ബിക്കോസ് ഇറ്റ്. നമുക്കറിയാം സ്കെലിറ്റൽ മസിൽസിന്റെ കൺട്രാക്ഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറലാണ് ആരാ? കാൽഷ്യം അല്ലെ. കാരണം കാൽഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ മസിൽ കൺട്രാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുള്ളൂ അല്ലെ. സാർക്കോപ്ലാസ്മിക് സിസ്റ്റേർനെ അവിടുന്ന് റിലീസ് ചെയ്യുന്ന കാൽഷ്യം അയോൺസ് മയോ ഫൈബറിലേക്ക് വന്നിട്ട് അവിടെയുള്ള ആക്റ്റിൻ ഫിലമെന്റ്സ് അല്ലെ. ആക്റ്റിൻ ഫിലമെന്റ്സിനകത്തുള്ള ട്രോപ്പോമയോസിനകത്തുള്ള ട്രോപ്പോണിനകത്തുള്ള സബ് യൂണിറ്റ് ആരാ? ട്രോപ്പോണിൻ സി. അതിനെ ബൈൻഡ് ചെയ്യും. അങ്ങനെ കാൽഷ്യം അയോൺസ് വന്ന് നേരെ ട്രോപ്പോണിൻ സിയിലേക്ക് അല്ലെ. കാൽഷ്യം അയോൺസ് വന്ന് നേരെ ട്രോപ്പോണിൻ സി അതിനെ ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ കൺഫർമേറ്ററി ചേഞ്ച് ഉണ്ടാകും. അങ്ങനെ നടക്കുന്ന ഒരു കൺഫർമേറ്ററി ചേഞ്ചിലൂടെ ദാറ്റ് റിസൾട്ടിങ് ദ അൺമാസ്കിംഗ് ഓഫ് മയോസിൻ ബൈൻഡിങ് സൈറ്റ്സ് പ്രസന്റ് ഓൺ ഈച്ച് ജിയാക്റ്റിൻ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ ജിയാക്റ്റിനകത്തും ആക്റ്റീവ് സൈറ്റ് ഫോർ മയോസിൻ ഉണ്ട്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ആ ആക്റ്റീവ് സൈറ്റ് ഫോർ മയോസിൻ എന്ന് പറയുന്നത് ഏതാ? മാസ്ക് ചെയ്തുകൊണ്ട് ട്രോപ്പോണിൻ ഐയുമുണ്ട്, ട്രോപ്പോമയോസിനും കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ ട്രോപ്പോണിൻ സിയിലേക്ക് കാൽഷ്യം എന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യും? അവിടെ കൺഫർമേറ്ററി ചേഞ്ച് വന്നിട്ട് ദാറ്റ് വിൽ റിമൂവ്സ് മാസ്കിലേക്ക് ട്രോപ്പോണിൻ ഐ and tropomyosis from the myosin binding sites present on each giactin, that resulting the formation of a cross bridge അല്ലെ. അത് that leads to formation of cross bridge. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും തന്റെ കാൽഷ്യം ഈസ് ഇമ്പോർട്ടന്റ് ഇൻ സ്കെലറ്റൽ മസിൽ കൺട്രാക്ഷൻ ബിക്കോസ് ഇറ്റ് ബൈൻഡ്സ് ടു ട്രോപ്പോണിൻ. ശരിയല്ലയോ? ട്രോപ്പോണിൻ ടു റിമൂവ് ദ മാസ്കിംഗ് ഓഫ് ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ആക്ടിൻ ഫോർ മയോസിൻ അല്ലെ. മയോസിന് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ആക്ടിനകത്ത് എസ്പെഷ്യലി ജിയാക്റ്റിനകത്ത് ആക്റ്റീവ് സൈറ്റ് അതിനെ അൺമാസ്ക് ചെയ്യുന്നു അല്ലെ. അതിനെ അൺമാസ്ക് ചെയ്യുന്ന ജോലിയാണ് ആർക്കുള്ളത്? കാൽഷ്യം അയോൺസിന്. ഇറ്റ്സ് ക്ലിയർ? ദാറ്റ് ഈസ് എക്സാക്ട്ലി കറക്റ്റ് അല്ലെ. അതാണ് കാൽഷ്യത്തിന്റെ അൾട്ടിമേറ്റ് ഫംഗ്ഷൻ. ബാക്കി നോക്കിയോ. ആക്ടിവേറ്റ്സ് ദ മയോസിൻ ATPase ബൈ ബൈൻഡിങ് ടു ഇറ്റ്. ആ മയോസിൻ ATPase ആക്റ്റീവ് ആക്കിയിട്ട് അതിനെ അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെയാണോ? അല്ല. അങ്ങനെ ഒരു റോള് കാൽഷ്യം ചെയ്യുന്നില്ല. എന്നാൽ ATPaseന്റെ സഹായത്താൽ ATPനെ ഹൈഡ്രലൈസ് ചെയ്ത് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും എനർജിയും റിലീസ് ചെയ്യുന്നത് കാൽഷ്യമാണ്. അവിടെ കാൽഷ്യം ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് അല്ലെ. മഗ്നീഷ്യന്റെ സഹായത്താൽ. പിന്നെ ഡിറ്റാച്ചസ് ദ മയോസിൻ ഹെഡ് ഫ്രം ദ ആക്റ്റിൻ ഫിലമെന്റ് അല്ല. ആക്റ്റിൻ ഫിലമെന്റിൽ നിന്നും മയോസിൻ ഹെഡിനെ ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ ആ മയോസിൻ ഹെഡിലേക്ക് പുതിയൊരു ATP വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അല്ലെ. അല്ലാതെ കാൽഷ്യം വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണോ? അല്ല. അടുത്തത് പ്രിവെന്റ്സ് ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ബിറ്റ്വീൻ ദ മയോസിൻ ക്രോസ് ബ്രിഡ്ജസ് ആൻഡ് ദ ആക്റ്റിൻ ഫിലമെന്റ്. ആക്റ്റിൻ ഫിലമെന്റും മയോസിൻ ക്രോസ് ബ്രിഡ്ജസ് തമ്മിലുള്ള ബോണ്ട് ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യുന്നു കാൽഷ്യം. അങ്ങനെയാണോ? അല്ല. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതും തെറ്റാണ്. സോ ദ കറക്റ്റ് ആൻസർ ഓഫ് കാൽഷ്യം ഡ്യൂറിംഗ് മസിൽ കൺട്രാക്ഷൻ ഈസ് ഓപ്ഷൻ 1 അല്ലെ. ഇതല്ലേ വരുത്തുള്ളൂ. ശരിയല്ലേ? ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 അല്ലെ. കിട്ടിയല്ലോ? ശരിയാക്കി ചെയ്യാൻ പറ്റിയായിരുന്നോ? യെസ്. Then we going to the question number 154. നോക്കാം. What is the right sequence of bonds in the urosicles?
of a mammal starting from the eardrum to oval window എന്നുണ്ട് കേട്ടോ. eardrum to oval window, നമ്മുടെ ഇയർഡ്രമ്മിൽ തുടങ്ങി ഓവൽ വിൻഡോ വരെ നമ്മുടെ മിഡിൽ ഇയർ വരും. അപ്പോൾ ആ റീജിയനിൽ മിഡിൽ ഇയർ ഈസ് ഫോംഡ് വിത്ത് there are 3 യൂറോസിക്കിൾസ് അല്ലേ. ഏതൊക്കെയാണ്? ഹാമർ ഷേപ്ഡ്, മാലിയസ് അല്ലെ, ആൻവിൽ ഷേപ്ഡ്, ഇൻകസ്, സ്റ്റിറപ്പ് ഷേപ്ഡ്, സ്റ്റേപ്പിസ്. 3 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് ഓർഡർ, അതായത് ഇയർ ഡ്രമ്മിൽ നിന്ന് ഓവൽ വിൻഡോയിലേക്ക് ഏതാ? മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. ഇതൊക്കെ തെറ്റിച്ചാൽ നാണക്കേടാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. ഓപ്ഷൻ സെക്കൻഡ് അല്ലേ, സെക്കൻഡ്. അതാണ് കറക്റ്റ് ആൻസർ. കിട്ടിയില്ലേ? യെസ്. Then are we going to question number 155. 155. Match the following organism with their respective characteristics. നമുക്കറിയാം എല്ലാ പ്രാവശ്യവും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഒന്നല്ല, കുറേ അധികം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഇവിടെ ഫോളോയിങ് ഓർഗാനിസം വിത്ത് their respective character കറക്റ്റായിട്ട് മാച്ച് വരുന്നത്. മാച്ച് ചെയ്യണം. പൈല നമുക്കറിയാം എങ്ങനെയുള്ളവരാ? പൈല എന്ന് പറയുമ്പോൾ അവർക്ക് റാഡിലി ഉണ്ട് അല്ലെ. അപ്പൊ A3 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. റാഡുല നമുക്കറിയാം ഫയർ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ പ്രസന്റ് ഇൻ ദ ബക്കൽ ക്യാവിറ്റി ഓർ മൗത്ത് ഓഫ് ദി molluscans. അപ്പൊ അത് കറക്റ്റാ. ഇനി ബോംബിക്സ്, സിൽക്ക് വേം, ആർത്രോപോഡിയ. അവരുടെ പ്രത്യേകത അവർക്ക് എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാ? മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ശരിയല്ലേ? ഇൻസെക്ട്സിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ആരാ? മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അപ്പൊ അതാണ്ട് B4. അപ്പൊ ഇവിടെ B4 എന്ന ഓപ്ഷൻ എന്തുണ്ട്? A3, ഇവിടെ B2 ആണ്. ഇത് വിട്ടേക്കാം അല്ലെ. ഇവിടെ A3 B4 ഓക്കെ, ഇവിടെ A3 B2 ഇതും പോയി. അപ്പൊ നമുക്ക് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വരേണ്ടത് അല്ലെ. അപ്പം A3 then B4. അടുത്തത് പ്ലിയൂറോബ്രാക്കിയ. നമ്മൾ പറഞ്ഞു ഫൈലം ടീനോഫോറയ്ക്കകത്ത് വരുന്നത്. അവർക്ക് 8 എക്സ്റ്റേണൽ റോസോസിലിയേറ്റഡ് കോംപ്ലേറ്റ്സ് ഫോർ ലോക്കോമോഷൻ ഉണ്ടല്ലോ, C2 അല്ലെ. അപ്പൊ നമുക്ക് താണ്ട് ഇവിടെ C2 താണ്ടേ, അതും കറക്റ്റായി. അടുത്തത് നമുക്ക് താണ്ട് ടീനിയ ടേപ്പേം. അവരിലാണ് ഏറ്റവും ആദ്യമായിട്ട് ഒരു ഓർഗൻ അപ്പിയർ ചെയ്തത്. ഏതാ? ഫ്ലെയിം സെൽസ് ഓർ പ്രോട്ടോനെഫ്രീഡിയ. ദാറ്റ് ഹെൽപ്സ് ഫോർ ഓസ്മോറെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. പഠിച്ചില്ലായിരുന്നോ? ഇറ്റ് വാസ് ദ ഫസ്റ്റ്ലി അപ്പിയർഡ് ഓർഗൻ ഇൻ ദി ബോഡി ഓഫ് ദീസ് ടീനിയ ലൈക്ക് പ്ലാറ്റി ഹെൽമിന്തസ്. ഇസ് ക്ലിയർ? ശരിയല്ലേ? അപ്പൊ നമുക്ക് ആൻസർ ഏതാണ്? D1. ഇവിടെ D1 വന്നല്ലോ. സോ വി ക്യാൻ സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സെക്കൻഡ് അല്ലെ. സെക്കൻഡ് വൺ ഇതാണ് കറക്റ്റ് ആൻസർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേ വരുത്തുള്ളൂ. ശരിയല്ലേ? യെസ്. അപ്പൊ നമുക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ 156ലേക്ക്. ഞാൻ നിങ്ങൾക്ക് തരുന്നു 4 ഓപ്ഷൻസ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോർമോൺ ഈസ് എ മോഡിഫൈഡ് അമിനോ ആസിഡ്? താഴെ 4 ഹോർമോൺസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ഒരു മോഡിഫൈഡ് അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത്? നമ്മൾ അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസിനാ അമൈൻസ് എന്ന് പഠിച്ചായിരുന്നു അല്ലെ. അമൈൻസ് ഏതൊക്കെയാ? നമ്മൾ പഠിച്ച അയോഡോ തൈറോണിൻസ് അല്ലെ. ട്രൈ അയോഡോ തൈറോണിൻ T3 ആൻഡ് T4, ടെട്രാ അയോഡോ തൈറോണിൻ, ടൈറോസിൻ ഡിറൈവ്ഡ് അമൈൻ ഹോർമോൺസ് ആണ് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ച് മെലറ്റോണിനും സെറട്ടോണിനും അല്ലെ. അതേതാ? നമ്മൾ പഠിച്ചായിരുന്നല്ലോ ട്രിപ്റ്റോഫാൻ ഡിറൈവ്ഡ് അമൈൻ ഹോർമോൺസ് ആണ്. പിന്നെ മോഡിഫൈഡ് അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസ് ഉണ്ട്. ഏതായിരുന്നു? കാറ്റിക്കോൾ അമൈൻസ് അല്ലെ. മോഡിഫൈഡ് അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ആരാ? കാറ്റിക്കോൾ അമൈൻസ് ആണ് അല്ലെ. കാറ്റിക്കോൾ അമൈൻസ് ശരിയല്ലേ? കാറ്റിക്കോൾ അമൈൻസ് അതാരാ? കാറ്റിക്കോൾ അമൈൻസ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഡിറൈവ്ഡ് ഫ്രം an amino acid called tyrosine. But here their amino group will binds with another chemical substance called dihydroxyphenol or catechol. അങ്ങനെയാണ് അത് കാറ്റിക്കോൾ അമൈൻസ് ആയി മാറുന്നത്. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോർമോൺ ഈസ് എ മോഡിഫൈഡ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രൊജസ്റ്റിറോൺ ആണോ? അല്ല, അതൊരു സ്റ്റിറോയിഡ് ഹോർമോണാണ്, കൊളസ്ട്രോൾ ഡിറൈവ്ഡ് ഹോർമോണാണ് അല്ലെ. പിന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ അതൊരു ഫാറ്റി ആസിഡ് ഡിറൈവ്ഡ് ഹോർമോണാണ്. അതല്ല, പിന്നെ ഇസ്ട്രജൻ അതൊരു സ്റ്റിറോയിഡ് ഹോർമോണാണ്. അപ്പൊ നമുക്ക് ഇവിടെ മോഡിഫൈഡ് അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മൾ ആ ഒരു ഉത്തരത്തിലേക്ക് പോകുന്നു. ഏതാണ്? ഓപ്ഷൻ 3 എപ്പിനെഫ്രിൻ അല്ലെ. കാറ്റിക്കോൾ അമൈൻസിനകത്ത് അഡ്രിനാലിൻ, അതിന്റെ മറ്റു പേരാണ് ഏതാ? എപ്പിനെഫ്രിൻ. ആൻസർ ഈസ് ഓപ്ഷൻ 3. കിട്ടിയായിരുന്നു ആൻസർ? എളുപ്പത്തിൽ കിട്ടിയില്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്നാൽ അടുത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 157. മാച്ച് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ലൊക്കേഷൻ. ഇവിടെ കുറേ സ്ട്രക്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ കണ്ടെത്തണം. അപ്പൊ നമ്മൾ എപ്പോഴും അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യേണ്ടത്. ചെറിയ ഒരു വ്യത്യാസം മതി നമുക്ക് ആ ഓപ്ഷൻ തെറ്റിപ്പോവാൻ. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ശരിയല്ലേ?
അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബി കെയർഫുൾ കേട്ടോ, വളരെ ചിന്തിച്ച് ശ്രദ്ധിച്ച് വേണം ആൻസറിലേക്ക് പോകേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം ക്രിപ്സ് ഓഫ് ലൈബർക്കൻ. ഇറ്റ് ഈസ് വെരി ഫെമിലിയർ ടു അസ് അല്ലേ. നമുക്കറിയാം ക്രിപ്സ് ഓഫ് ലൈബർക്കൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്ലാൻസ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചായിരുന്നു ഏതൊക്കെയാ, ബ്രൂണേഴ്സ് ഗ്ലാൻസും ക്രിപ്സ് ഓഫ് ലൈബർക്കനും ചേരുന്നത് അല്ലേ. അപ്പോൾ അത് കാണപ്പെടുന്നത് എവിടെയാ, പാങ്ക്രിയാസിലാണോ, അല്ല ഡുവോഡനത്തിലാണോ, പിന്നെ സ്മോൾ ഇൻഡസ്ട്രൈൻ ലിവർ എവിടെയാ, അത് ഈസ് മെയിൻലി പ്രസന്റ് ഇൻ ദ മ്യൂക്കോസ ഓഫ് ദി സ്മോൾ ഇൻഡസ്ട്രൈൻ അല്ലേ. അപ്പോൾ താണ്ടെ A3 നമുക്ക് A3യിലേക്ക് വരാം. A3 ആണ്ടേ A3 വരുന്ന ഓപ്ഷൻ ഇവിടെ ഏതൊക്കെയുണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 3 ഓപ്ഷൻ ഉണ്ട് അല്ലേ. അടുത്തത് ഏതാ, ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. നമുക്കറിയാം നമ്മുടെ ഹെപ്പാറ്റിക് ലിവേഴ്സിനെ കവർ ചെയ്ത് കാണുന്ന ഷീത്ത് അല്ലേ. അപ്പൊ നമുക്ക് താണ്ടെ ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ എവിടെയാ, ലിവർ B4. അപ്പൊ A3 B4 വരുന്ന ഓപ്ഷൻസ് താണ്ടെ 3 ഉണ്ട്, 3 ഉള്ളു, അതേ ഉള്ളു. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു നമുക്ക്. ഇനി അടുത്തത് ഐലറ്റ്സ് ഓഫ് ലാംഗ്രാൻസ്. These are the endocrine cells present in the endocrine part of the pancreas അല്ലെ. പാങ്ക്രിയാസിന്റെ endocrine part ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗ്രാൻസ് C1 അല്ലെ. അപ്പൊ C1 വരുന്നത് ഇവിടെ 3 തന്നെയാണ്. ഓക്കെ, ദെൻ ഇനി അടുത്തത് ബ്രൂണേഴ്സ് ഗ്ലാൻസ്. അത് ഇൻഡസ്ട്രിയൽ ഗ്ലാൻസ് ആണ്, ഡുവോഡിനത്തില സബ്മ്യൂക്കോസ ഓഫ് ഡുവോഡിനം അവിടെ കാണപ്പെടുന്ന ഗ്ലാൻസ് ആണ്, ഇൻഡസ്ട്രിയൽ ഗ്ലാൻസ് ആണ് ആര്, ബ്രൂണേഴ്സ് ഗ്ലാൻസ് അല്ലെ. അപ്പൊ നമ്മുടെ D2 അല്ലെ, D2 അല്ലേ, ശരിയല്ലേ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞല്ലോ. ഏതാന്ന് പറഞ്ഞേ, ആൻസർ ഏതാ, ഓപ്ഷൻ 3 അല്ലെ, തേർഡ് വൺ. ദർ ഈസ് എ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കിട്ടിയല്ലോ. ഇതേവരെ ചെയ്ത ഈ 7 ക്വസ്റ്റ്യൻസും ശരിയായോ? 28 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 158. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. നല്ല ക്വസ്റ്റ്യൻ. ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ ബേസ്ഡ് റോങ് ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയണം. നോക്കാം. ഒന്ന്, ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഈസ് പ്രൈമർലി റിലേറ്റഡ് ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. നമുക്കറിയാം ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഏതിനാ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് അല്ലെ. കാരണം PO2 കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ബ്ലഡിലെ മാക്സിമം പെർസെന്റ് ഓഫ് ഹീമോഗ്ലോബിനും ഓക്സിജൻ ബൈൻഡ് ചെയ്ത് ആരായി മാറുന്നത്, ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നത്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലെ. അത് കറക്റ്റ് ആണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ഓക്സിജൻ ബൈൻഡിങ് വിത്ത് ഹീമോഗ്ലോബിൻ. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. നമുക്കറിയാം PCO2 എന്ന് പറയുന്നത് ഓക്സി ഹീമോഗ്ലോബിന്റെ ഫോർമേഷന് ഇന്റർഫിയർ ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം നമ്മുടെ ബ്ലഡിൽ PCO2 ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ റേറ്റ് കുറയും. ഞാൻ പഠിച്ചിട്ടുണ്ടത് അല്ലേ. നമുക്കറിയാം കാരണം PCO2 കൂടി വന്നു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിനെ ആരെ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരും, ഓക്സിജനെ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ഒന്നാമത് ഓക്സിജനെ കാട്ടിയും ഹീമോഗ്ലോബിനോട് അഫിനിറ്റി കൂടുതൽ ആർക്കാ, കാർബൺ ഡൈ ഓക്സൈഡിനാണ്. വളരെ പെട്ടെന്ന് കാർബോനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാൻ പറ്റും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇന്റർഫിയർ വിത്ത് ഓക്സിജൻ ബൈൻഡിങ് വിത്ത് ഹീമോഗ്ലോബിൻ. ദാറ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ. അതും കറക്റ്റാ. ഇനി അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താ പറയുന്നത്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ PCO2 കുറയണം, എന്നാലേ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ അവിടെ നടക്കത്തുള്ളൂ അൽവിയോളെ വെച്ച് അല്ലെ. ഇനി ഹയർ H+ കോൺസെൻട്രേഷൻ ഇൻ അൽവിയോളെ ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ആണോ? ഒന്നാമത് അൽവിയോളിലെ H+ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. അങ്ങനെ H+ കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഹീമോഗ്ലോബിൻ ആരെ ബൈൻഡ് ചെയ്യുന്നത്, ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്നത്, ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നത്. ഓർമ്മയുണ്ടോ ഇതൊക്കെ പഠിപ്പിച്ചത്? ഓർമ്മ ഉണ്ട് അല്ലേ? യെസ്. നോക്കുക. അപ്പം ഹയർ H+ കോൺസെൻട്രേഷൻ അൽവിയോളെ എന്താണ്, ഡസ് നോട്ട് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. അങ്ങനെയാ. കാരണം H+ കോൺസെൻട്രേഷൻ കൂടിയാൽ ബ്ലഡിന്റെ pH കുറയും, ബ്ലഡ് ബിക്കെയിം സ്ലൈറ്റ്ലി അസിഡിക്. ദാറ്റ് വിൽ ലീഡ്സ് ടു ഡിയോക്സിജനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആണ്, അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ആണ്. അതല്ലേ നമ്മൾ ബോർ എഫക്റ്റ് ആയിട്ട് പഠിച്ചത് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ അൽവിയോളിലെ H+ കോൺസെൻട്രേഷൻ കൂടാറില്ല. അഥവാ കൂടിയാൽ തന്നെ അതൊരിക്കലും അതാണ് ഇറ്റ് ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സോ വി ക്യാൻ സെലക്ട് ഇറ്റ് ആസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അതെറ്റാ. അടുത്തത്, ലോ PCO2 ഇൻ അൽവിയോളെ. അൽവിയോളയ്ക്കകത്ത് PCO2 കുറഞ്ഞാൽ, നമുക്കറിയാം അൽവിയോളയ്ക്കകത്ത് PCO2 40 mm മെർക്കുറി ആണ് അല്ലെ. എന്നാൽ PO2 104 mm മെർക്കുറി ആണ്. ദാറ്റ് വിൽ ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. അത് ഓക്സിജനേഷൻ ഓഫ് ഹീമോഗ്ലോബിന് കാരണമാകും. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ ഫ്രം ദീസ് 4 ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് വി ക്യാൻ സെലക്ട് ദിസ് തേർഡ് വൺ as the correct answer. കാരണം ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന്റെ ബേസിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ 3 അല്ലെ, തേർഡ് വൺ. ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കിട്ടിയില്ലേ? ശരിയാക്കി എല്ലാവരും.
അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 159, എളുപ്പമുള്ള ക്വസ്റ്റൻ, നേരത്തെ പറഞ്ഞതാ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് എസെൻഷ്യൽ ഫോർ മസിൽ കണ്ടാക്ഷൻ? ഈ താഴെ തന്നിരിക്കുന്ന സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് അയോൺസ്, കാൽഷ്യം, ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് മിനറൽ എസെൻഷ്യൽ ഫോർ ദ മസിൽ കണ്ടാക്ഷൻ ആരാ? സംശയമില്ല, കാൽഷ്യം അല്ലെ? കാൽഷ്യം. ആൻസർ ഈസ് ഓപ്ഷൻ 4. Okay, yes. Then we going to question number 160. Match the following columns and select the correct option. വീണ്ടും match the following ആണ്. നോക്കാം, നമുക്കത് മാച്ച് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇസ്നോഫിൽസ് അഥവാ അസിഡോഫിൽസ് അല്ലെ 2-3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരുടെ ജോലി എന്താ? ഇമ്മ്യൂൺ റെസ്പോൺസ്, ഫാഗോസൈറ്റോസിസ്, അലർജിക് റിയാക്ഷൻസ്, സെക്രീറ്റ് ഹിസ്റ്റമിൻ. ഏതാ? ഇസ്നോഫിൽസ് ക്രിയേറ്റ് അലർജിക് റിയാക്ഷൻസ് ഇൻ അവർ ബോഡി. അപ്പം A3 അല്ലെ? A3 വരുന്ന ഓപ്ഷൻസ് ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ. അപ്പൊ ആൻസർ ഓപ്ഷൻ 1 തന്നെ. ബാക്കി നോക്കിയാൽ ബേസോഫിൽസ് അല്ലെ? ബേസോഫിൽസ് ദാറ്റ് വിൽ സെക്രീറ്റ് ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, സെറട്ടോണിൻ. നമ്മൾ പഠിച്ചില്ലേ? മാസ്റ്റർ സെൽസ് ഇൻ ബ്ലഡ് ആണ് ആരാ? ബേസോഫിൽസ്. അപ്പം B4. അപ്പൊ ഇവിടെ B4 വന്നു. ഓക്കെ. ന്യൂട്രോഫിൽസ് ദേ ആർ ദ ഫാഗോസൈറ്റിക് സെൽസ് ഇൻ അവർ ബ്ലഡ് ബിക്കോസ് ദേ വിൽ കിൽ ദ പാത്തജൻസ് വിച്ച് വിൽ എന്റർ ഇൻ യുവർ ബോഡി ബൈ ഫാഗോസൈറ്റോസിസ് അല്ലെ? അപ്പൊ നമുക്ക് കാണാൻ പറ്റും ന്യൂട്രോഫിൽസ്. സോൾജിയസ് ഇൻ അവർ ബ്ലഡ്, മൈക്രോ പൊലീസ്മെൻ ഇൻ അവർ ബ്ലഡ് അല്ലെ? The best example for polymorphic nuclear leukocytes. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? യെസ്. അപ്പൊ നമ്മുടെ ന്യൂട്രോഫിൽസ് C2 അല്ലെ? C2. അടുത്ത ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് നമുക്കറിയാം ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ? ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും. D1 അല്ലെ? D1. സോ വി ക്യാൻ സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 1. ശരിയല്ലേ? അതേ ആൻസർ വരുത്തുള്ളൂ. കറക്റ്റ് അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു. എങ്ങനെയാ? 10 × 4 40 മാർക്ക് നമുക്ക് കിട്ടിയോ? കിട്ടിക്കാണണം, കിട്ടിയിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് വരാമല്ലോ. യെസ്. Then we going to the question number 161. 161 തുടങ്ങാം. ഓക്സിൻഡിക് സെൽസ് ആർ ലൊക്കേറ്റഡ്. ആരാ ഈ ഓക്സിൻഡിക് സെൽസ്? എവിടെ കാണപ്പെടുന്ന ആൾക്കാരാണ്? നമ്മുടെ സ്റ്റൊമക്കിന്റെ വോളിൽ അല്ലെ? നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് പറയുമ്പോൾ അവിടെ മ്യൂക്കസ് ഓഫ് ദി സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന 4 ടൈപ്പ് സെൽസ്. ചീഫ് സെൽസ് ഓർ പെപ്റ്റിക് സെൽസ്, പെറൈറ്റൽ സെൽസ് ഓർ ഓക്സിൻഡിക് സെൽസ്, ഗോബ്ലറ്റ് സെൽസ്, ദെൻ അർജന്റാഫിൻ സെൽസ്. പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ചീഫ് സെൽസ് ഓർ പെപ്റ്റിക് സെൽസ് ദേ വിൽ സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് മ്യൂക്കസ് ആൻഡ് ഓൾസോ മ്യൂക്കസ്, പെപ്സിനോജൻ, പ്രോലിൻ എക്സെട്ര. അതിനൊക്കെ റിലീസ് ചെയ്യാൻ സഹായിക്കും. എന്നാൽ പെറൈറ്റൽ സെൽസ് ഓർ ഓക്സിൻഡിക് സെൽസ് ഉണ്ടോ? ഇതിന്റെ മറ്റൊരു പേരാണ് ഏതാ? Parietal cells. That parietal cells are oxyndic cells which were present in the mucosa of stomach region that will responsible for the synthesis and secretion of HCl അല്ലെ? HCl and intrinsic factor അല്ലെ? HCl ഉണ്ട്, പിന്നെ ഏതാ? intrinsic factorനെ അവര് റിലീസ് ചെയ്യും. ഓക്കെ, നമ്മൾ പഠിച്ചത് അല്ലെ? വൈറ്റമിൻ B12 റീഅബ്സോർപ്ഷൻ സഹായിക്കുന്നത്. ഓക്കെ. ദെൻ അപ്പൊ അതാണ്ട് ഓക്സിഡിക് സെൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഗ്യാസ്ട്രിക് എപ്പിത്തീലിയം ആൻഡ് സെക്രീറ്റ് HCl. ശരിയല്ലേ? എന്നാൽ പ്രധാനമായിട്ടും പറയുന്നത് ആരുടെ കാര്യത്തിലാ? ഹൈപ്പോതലാമസ് അല്ലെ? സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 2. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. പിന്നെ കോർപ്പസ് ക്ലോസം അത് നെർവ് ഫൈബർ ട്രാക്ട് വിച്ച് കണക്ടിങ് ദ 2 സെർവൽ ഹെമിസ്ഫിയേഴ്സ് അല്ലെ? പിന്നെ മെഡുല ഒബ്ലോങ്കേറ്റ നമ്മുടെ റെസ്പിറേറ്ററി റിതംസ് ഒക്കെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എവിടെയാ? കാർഡിയാക് സെന്റേഴ്സ്. അതൊക്കെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എവിടെയാ? മെഡുല ഒബ്ലോങ്കേറ്റയിലാണ്. അപ്പൊ നമുക്കിവിടെ തെർമോ റെഗുലേഷൻ നടത്തുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഈസ് ഓൺലി ആരാ? hypothalamus. That is the correct answer for this question. Okay. Then ini next question number 163. Intestinal absorption and renal reabsorption of calcium is done by the hormone. Intestine നിന്നും അതുപോലെ തന്നെ renal tubules അല്ലെ നമ്മുടെ ഫിൽട്രേറ്റിൽ നിന്നും കാൽഷ്യത്തിനെ റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് കൊണ്ടുവന്ന് ബ്ലഡിലെ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യിക്കുന്ന ഹോർമോൺ. It is otherwise called a hypercalcemic hormone. ആരാണ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ? ദാറ്റ് ഈസ് വൺ ആൻഡ് ഓൺലി പാരാതൈറോയിഡ് ഹോർമോൺ അല്ലെ? പാരാതൈറോയിഡ് ഹോർമോൺ സിന്തസൈസ്ഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ ദ ചീഫ് സെൽസ് പ്രസന്റ് ഇൻ ദ പാരാതൈറോയിഡ് ഗ്ലാൻഡ് അല്ലെ? ഇത് എപ്പോഴാണ് സെക്രീറ്റ് ചെയ്യുന്നത്? വെൻ വി ഫേസിങ് ഹൈപ്പോകാൽസീമിയ അല്ലെ? ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ കിഡ്നി ട്യൂബ്യൂൾസിൽ നിന്നും അതുപോലെ ബോൺസിൽ നിന്നും ഡീമിനറലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ആണിത് അല്ലെ? പാൻസേഴ്സ് ഏതാണ്? ഓപ്ഷൻ 1 പാരാതൈറോയിഡ് ഹോർമോൺ. പിന്നെ ADH അത് ആന്റി ഡയറ്റ് ഹോർമോൺ. ഞാൻ പറയാതെ തന്നെ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലെ? നമ്മൾ ഡയൂറസിസ് വരുമ്പോൾ ADH വരുന്നു. അവര് ആ യൂറിൻ വഴി ലോസ് ആവുന്ന എക്സ്ട്രാ എമൗണ്ട് ഓഫ് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് കൊണ്ടുവരും അല്ലെ? പിന്നെ കാൽസിറ്റോണിൻ ഇറ്റ് ഈസ് ആന്റഗോണിസ്റ്റിക് ടു PTH.
calcitonin coming from parafollicular cells of the thyroid gland when we facing hypercalcemia. അല്ലെ, ഹൈപ്പർകാൽസ്യം വരുമ്പോൾ ബ്ലഡിലെ കാൽഷ്യം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ ബോൺസ് കുറയും. അപ്പോൾ അത് കൂട്ടുവാൻ വേണ്ടി ബോൺസിലേക്ക് കാൽസ്യത്തിനെ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഹോർമോണാണ് ആരാ? കാൽസിറ്റോണിൻ. ഹൈപ്പോ കാൽസ്യമിക് ഹോർമോണാണ് ഇത്. ഹൈപ്പർ കാൽസ്യമിക്കും കാൽസിറ്റോണിൻ ആരാ? ഹൈപ്പോ കാൽസ്യമിക് ഹോർമോണുമാണ്. ഓക്കെ, പിന്നെ തൈറോക്സിൻ. അത് പിന്നെ അറിയാമല്ലോ, ലോട്ട് ഓഫ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദിസ് ഏതാ? തൈറോക്സിൻ. സോ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒത്തിരി ഉണ്ട്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഏതാ? ഫസ്റ്റ് വൺ. Then, ഇനി നമുക്ക് എന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 164. The ciliated epithelial cells are required to move particles or mucus in a specific direction. ഉണ്ടോ? മ്യൂക്കസിന് അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കിൾസിന് ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന എപ്പിത്തീലിയമാണ് ആരാ? സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. അല്ലെ, നോക്കാം. ഇൻ ഹ്യൂമൻസ് ദീസ് സെൽസ് ആർ പ്രസന്റ് മെയിൻലി ഇൻ ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് മ്യൂക്കസിനൊക്കെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അത് കാണപ്പെടുന്നത് എവിടെയാ? ഓക്കെ, സെൽസ് ആർ പ്രസന്റ് മെയിൻലി ഇൻ ബൈൽ ഡക്ട് ആൻഡ് ബ്രോങ്കിയോൾസ്. ബൈൽ ഡക്റ്റിൽ ഈ പറഞ്ഞ സീലിയേറ്റഡ് എപ്പിത്തീലിയം പറയുന്നുണ്ടോ? ഇല്ല, നമുക്കത് ഒഴിവാക്കാം. ഇനി ഫലോപ്പിയൻ ട്യൂബ്സ് അവിടെയുണ്ട്. ഫലോപ്പിയൻ ട്യൂബ്സ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ പാങ്ക്രിയാറ്റിക് ഡക്ട്, പാങ്ക്രിയാഡക്റ്റിൽ അത് പറയാൻ പറ്റുമോ? ഇല്ല. അടുത്തത് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ടോ? ഇല്ല. സലൈവറി ഡക്ട് അവിടെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ ഏതാ? ബ്രോങ്കിയോൾസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ്സ്. അവിടെയാണ് ചില പാർട്ടിക്കിൾസിന് ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ സീലിയേറ്റഡ് എപ്പിത്തീലിയം, എസ്പെഷ്യലി സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം കാണപ്പെടുന്നത്. അല്ലെ, സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 4. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റനിലേക്ക് വരാമല്ലോ. നിങ്ങൾ പറയായിരിക്കും സാറേ സ്പീഡാക്ക് അല്ലെ, എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ശരിയാണോ? ഞാൻ സ്പീഡ് ആക്കിട്ടെ. യെസ്. എന്നാൽ നമുക്ക് അടുത്തേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 165. മാച്ച് ദ കോളം 1 ആൻഡ് കോളം 2. അല്ലേ, കോളം 1 കോളം 2ലേക്ക് വരാം. കോളം 1 ECG. നമുക്ക് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പാർട്ട് തന്നെയാണ് ECG കേട്ടോ. ഓക്കെ, കോളം 1 P wave. P wave റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിനെയാണ്? that will represent depolarization of both area. അല്ലെ, അപ്പൊ depolarization of area. A4 കണ്ടോ? A4 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്. അതിലൊന്നാണ് ആൻസർ. അടുത്ത QRS കോംപ്ലക്സ്. QRS കോംപ്ലക്സ് എന്താ? ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ്. അല്ലെ, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ്. ഇപ്പം B1, ഇപ്പൊ A4B1 വരുന്ന ഓപ്ഷൻ ഇതുണ്ട്. A4B1 1 and 2 അതിലൊന്നാണ് ആൻസർ. അടുത്ത T wave. T wave റെപ്രസെന്റ് ഏതാ? റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. അല്ലെ, റിട്ടേൺ ഓഫ് ദി വെൻട്രിക്കിൾസ് ഫ്രം ഇറ്റ്സ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ്, നോട്ട് റിലാക്സേഷൻ. ടി വേവ് റെപ്രസെന്റ് റിലാക്സേഷൻ അല്ല. ടി വേവിന്റെ സമയത്ത് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് തന്നെ ഇരിക്കുക. പക്ഷേ എക്സൈറ്റഡ് ആയ വെൻട്രിക്കുലാർ വോൾ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും നോർമൽ സ്റ്റേറ്റിലേക്ക് തിരികെ വരുന്നതാണ് ഏതാ? നമ്മൾ പറഞ്ഞ റീപോളറൈസേഷൻ ഓഫ് ഏരിയ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ റെപ്രസെന്റ് ഇൻ ECG ആസ് ടി വേവ്. അല്ലെ, ഇപ്പൊ ടി വേവ് റെപ്രസെന്റ് റീപോളറൈസേഷൻ ഓഫ് ദി വെൻട്രിക്കിൾ. അത് C2. അപ്പൊ ഇവിടെ C2 വരുന്നത് അതാണ്ട് ഓപ്ഷൻ 1 ആണ്. ആൻസർ കിട്ടി അല്ലേ. അടുത്തത് എൻഡ് ഓഫ് ടി വേവ്. എൻഡ് ഓഫ് ടി വേവ് മാർക്സ് ദ എൻഡ് ഓഫ് സിസ്റ്റോൾ. ഞാൻ പറഞ്ഞില്ലേ, ഈ ടി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് വെൻട്രിക്കിൾ അവരുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും നോർമൽ സ്റ്റേറ്റിലേക്ക് തിരികെ വരുന്നതാണ്. അല്ലെ, അപ്പൊ അങ്ങനെ ആ തിരികെ വരുന്ന സമയത്ത് നമ്മുടെ വെൻട്രിക്കിൾ അപ്പോഴും ഏത് സ്റ്റേറ്റ് ഇരിക്കുക? കൺട്രാക്ട് സ്റ്റേറ്റ് ഇരിക്കുകയാണ്. അല്ലെ, ആ ടി വേവ് കഴിഞ്ഞിട്ടേ എന്ത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ? വെൻട്രിക്കിൾസിന്റെ ഡയസ്റ്റോൾ ബിഗിൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ NCERT സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. എന്തെന്നാ? ദ സിസ്റ്റോൾ. ഏത് സിസ്റ്റോളാ? വെൻട്രിക്കുലർ സിസ്റ്റോൾ, നോട്ട് ഏട്രിയൽ സിസ്റ്റോൾ. ദ സിസ്റ്റോൾ കണ്ടിന്യൂസ് അപ് ടു ദ എൻഡ് ഓഫ് ടി വേവ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ടി വേവിന്റെ എൻഡ് വരെ വെൻട്രിക്കുലർ കൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് അത് റിലാക്സേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ്ട് എൻഡ് ഓഫ് ടി വേവ് മാർക്സ് ദ എൻഡ് ഓഫ് സിസ്റ്റോൾ. D3 അല്ലെ, D3 കറക്റ്റ് ആയല്ലോ. സോ വി ക്യാൻ സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ഫസ്റ്റ് 1. കിട്ടിയായിരുന്നോ കുട്ടികളെ? എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ശരിയാക്കിയോ? യെസ്. അപ്പൊ നമുക്ക് എന്നാൽ അടുത്തതിലേക്ക് വരാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 166, 166 അതിലേക്ക് വരാം. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് മേജർ സെൽ ലെയേഴ്സ് ഓഫ് ദി വാൾ ഓഫ് എലിമെന്ററി കനാൽ ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. നമ്മുടെ എലിമെന്ററി കനാലിന്റെ അകത്തുനിന്ന് പുറത്തേക്ക്. നമുക്കറിയാം എലിമെന്ററി കനാലിന്റെ വാള് ഫോം ചെയ്തിരിക്കുന്നത് 4 ഡിഫറെന്റ് ടിഷ്യൂ ലെയേഴ്സ് ആയിരുന്ന. ഔട്ടർ സിറോസ, മിഡിൽ മസ്കുലാരിസ്, ദെൻ സബ് മ്യൂക്കോസ ആൻഡ് ഇന്റേണലി മ്യൂക്കോസ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അകത്തുനിന്ന് പുറത്തേക്കാണ്. അപ്പൊ എലിമെന്ററി കനാലിന് അകത്തുനിന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ
ഇന്നർമോസ്റ്റ് ലെയർ ആരാ? മ്യൂക്കോസ അല്ലെ, മ്യൂക്കോസയാണ് ആദ്യം വരുന്നത്. അപ്പൊ ഒന്നാമത് വരുന്നത് മ്യൂക്കോസ ഒന്ന്, പിന്നെ മ്യൂക്കോസ രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തെ ലെയർ ആയിട്ട് ആരാ? മസ്കുലാരിയസ്, സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന മസ്കുലാരിയസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ആരാ? സിറോസ. അപ്പൊ നമുക്ക് 3, 2, 4, 1 അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ? 3, 2, 4, 1 3, 2, 4, 1 കിട്ടിയല്ലോ. ഓപ്ഷൻ ഗോസ് ടു ഓപ്ഷൻ അല്ല, ആൻസർ ഗോസ് ടു ഓപ്ഷൻ ഏതാ? തേർഡ് വൺ അല്ലെ, 3. That is the correct answer for this question. Simple question അല്ലെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 167. Which of the following is an example of cartilaginous fish? അയ്യോ, ഭയങ്കര സിമ്പിൾ ആയി പോയി അല്ലെ. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ നീറ്റിന് വന്നിരുന്നെങ്കിൽ നല്ലതാ. പക്ഷെ കുഴപ്പമുണ്ട് കേട്ടോ, ഒത്തിരി സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാൽ ഒരു പ്രോബ്ലം എന്താ? നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ കഷ്ടകാലത്തിനോ അശ്രദ്ധ കൊണ്ടോ തെറ്റിപ്പോയാൽ നമ്മൾ റാങ്കിങ്ങിൽ ഒത്തിരി താഴെ പോകും. അപ്പൊ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ വരട്ടെ എന്നാണ് അല്ലെ. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ നമുക്ക് എന്താണ് നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യും, എല്ലാവരും ആൻസർ ചെയ്യും. ടഫ് ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരും ആൻസർ ചെയ്യണമെന്നില്ല അല്ലെ. നല്ലോണം പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അവർ റാങ്കിങ്ങിൽ മുന്നിൽ കയറി പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ടഫ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ച്, എസ്പെഷ്യലി നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കേട്ടോ. യെസ്, നോക്കാം. അപ്പൊ നമ്മൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കാർട്ടിലാജിനസ് ഫിഷ്. നമുക്കറിയാം ഫ്ലൈയിങ് ഫിഷ്. ഫ്ലൈയിങ് ഫിഷ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സോസീറ്റസ്. എക്സോസീറ്റസ് പഠിച്ചില്ലായിരുന്നോ? അത് ഒരു ബോണി ഫിഷിന് എക്സാമ്പിളാണ്. അതുപോലെ ഫൈറ്റിംഗ് ഫിഷ് ആരാ? ടീറോഫിലം അല്ലെ, ടീറോഫിലം. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് വെരി വെൽ നോൺ എക്സാമ്പിൾ ഫോർ ബോണി ഫിഷ്. ബോണി ഫിഷ് തന്നെയാണ് അല്ലെ. അതുപോലെ ഏഞ്ചൽ ഫിഷ് അറിയാവോ? ഏഞ്ചൽ ഫിഷ് ആരാ? നമ്മൾ പറഞ്ഞ സോറി ഫൈറ്റിംഗ് ഫിഷ് നമ്മൾ ടീറോഫിലം മാറിപ്പോയി കേട്ടോ, എനിക്ക് മാറിപ്പോയി. ഇത് നമ്മൾ പറയുന്ന ഫൈറ്റിംഗ് ഫിഷ് ആരാ? ബെറ്റ അല്ലെ, ബെറ്റയാണ് ഫൈറ്റിംഗ് ഫിഷ്. ഓക്കെ, ബെറ്റ. എന്നാൽ ഏഞ്ചൽ ഫിഷ് അതാണ് ഞാൻ നേരത്തെ എഴുതിയ ആള് ആരാ? ടീറോഫിലം അല്ലെ, ടീറോഫിലം ഉണ്ടോ? ടീറോഫിലം. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം. സോഫിഷ് ആരാ? സോഫിഷ് പ്രിസ്റ്റിസ് അല്ലെ, പ്രിസ്റ്റിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പ്രിസ്റ്റിസ് നമുക്കറിയാം. സോഫിഷ് അറിയാമല്ലോ, കാർട്ടിലാജിനസ് ഫിഷിന് വെൽ നോൺ എക്സാമ്പിൾ ആണ്. നമ്മൾ കാർട്ടിലാജിനസ് ഫിഷിന് എക്സാമ്പിൾ പഠിച്ചത് സ്കോരിയോഡോൺ ഡോഗ് ഫിഷ്, പ്രിസ്റ്റിസ് സോഫിഷ്, ട്രൈഗൺ സ്റ്റിംഗ് റേ, നാർസിൻ അഥവാ ടോർപിഡോ ഇലക്ട്രിക് റേ ഉള്ള ഇലക്ട്രിക് റേ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഓർഗൻ ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ ഇവിടെ സോഫിഷ് ഈസ് എ വെൽ നോൺ എക്സാമ്പിൾ ഫോർ കാർട്ടിലാജിനസ് ഫിഷ്. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 4th one. കിട്ടിയില്ലേ? യെസ്. Then now we going to question number 168. Which of the following is correctly matched? Correctly matched ഏതാന്ന് പറയണം. ഇവിടെ 3 ഓപ്ഷനേ വന്നിട്ടുള്ളൂ കേട്ടോ, 4 ഓപ്ഷനാണ് ഇവിടെ. ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ കണ്ടപ്പോൾ 3 ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 3 ഓപ്ഷനേ ഉള്ളൂ, 4 ഓപ്ഷൻ വരും. ഇങ്ങനൊന്നും ഒരിക്കലും നമ്മുടെ നീറ്റിന് വരത്തില്ല. ഇത് ഇവിടെ എന്തോ മിസ്റ്റേക്ക് വരുന്നതാണ് കേട്ടോ. നോക്ക്, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ നമ്പർ നോക്കെ കറക്റ്റ്ലി മാച്ച് നോക്കാം. ഒന്ന് ഫൈബ്രസ് ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ ജോയിന്റ് ആണ്. സ്യൂച്ചേഴ്സ് ജോയിന്റ്സ് ബിറ്റ്വീൻ ക്രേനിയൽ ബോൺസ് അല്ലെ. ഇവിടെ ബിറ്റ്വീൻ ഫെലാഞ്ചസ് എന്നാണ്. ഫെലാഞ്ചസിനിടയ്ക്കുള്ള ജോയിന്റ്സ് ഏതാ? ഹിഞ്ച് ജോയിന്റ് ആണ് അല്ലെ, ഹിഞ്ച് ജോയിന്റ്. അപ്പൊ ഇത് കറക്റ്റ് ആവുമോ? ഇല്ല, ഫോൾസ് ആണ്. ഇവിടെ കറക്റ്റ്ലി മാച്ച് ആണ് ചോദിച്ചത്. ഇനി കാർട്ടിലാജിനസ് ജോയിന്റ് അഥവാ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ് ആർത്രോസിസ് എന്ന് പറയുന്നത് അല്ലെ. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോയിന്റ്സ് ബിറ്റ്വീൻ വെർട്ടിബ്രേ ഓഫ് വെർട്ടിബ്രൽ കോളം, പിന്നെ ഏതായിരുന്നു? പ്യൂബിക് സിംഫൈസിസ് അല്ലെ. അതൊക്കെയാണ് കാർട്ടിലാജിനസ് ജോയിന്റ് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ബിറ്റ്വീൻ വെർട്ടിബ്രേ, ദാറ്റ് ഈസ് കറക്റ്റ് അല്ലെ, അത് ട്രൂ ആണ്. അടുത്തത് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് ഈ ഫൈബ്രസ് ജോയിന്റ് സോറി ബിറ്റ്വീൻ ഫലാഞ്ചസ്, അവിടെ ഹിഞ്ച് ജോയിന്റ് ആണുള്ളത്. ഇനി ഹിഞ്ച് ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ആണോ? അറ്റ്ലസ് ആൻഡ് ആക്സിസ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒഡന്റോയിഡ് പ്രോസസ് ഓഫ് ആക്സിസ് വെർട്ടിബ്രേ, ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഒഡന്റോയിഡ് ഫോസ ഓഫ് അറ്റ്ലസ് വെർട്ടിബ്രേ ആർട്ടിക്കുലേറ്റഡ് ഇൻ ടു ദ ഒഡന്റോയിഡ് പ്രോസസ് ഓഫ് ദി ആക്സിസ് വെർട്ടിബ്ര ആൻഡ് മേക്കിംഗ് എ പാർഷ്യൽ റൊട്ടേറ്ററി മൂവ്മെന്റ് ലൈക്ക് ദിസ് മാനർ അല്ലെ. ഇത് ഏത് ജോയിന്റാ? പിവറ്റ് ജോയിന്റ് എക്സാമ്പിളാ, അല്ലാതെ ഹിഞ്ച് ജോയിന്റ് എക്സാമ്പിൾ ആണോ? ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. ഹിഞ്ച് ജോയിന്റ് എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും ഏതാ? എൽബോ ജോയിന്റ് ഇത് അല്ലെ, പിന്നെ നീ ജോയിന്റ് അല്ലെ, ലാർജസ്റ്റ് സെൻട്രൽ ജോയിന്റ്, പിന്നെ ഇന്റർഫിലാഞ്ചൽ ജോയിന്റ്. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത് ഓപ്ഷൻ ഏതാ? സെക്കൻഡ് വൺ അല്ലെ. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, കിട്ടിയല്ലോ? Yes. Then we going to question number 169. Which of the following is an occupational respiratory disorder? ഇത് 2019 നീറ്റിന് ക്വസ്റ്റ്യൻ വന്നായിരുന്നു കേട്ടോ. ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ നമ്മൾ പഠിക്കുന്നുണ്ട്. സിലിക്കോസിസ്, ലങ് ഫൈബ്രോസിസ്, ആസ്ബസ്റ്റോസിസ്, ആന്ത്രാക്കോസിസ്, ആന്ത്രാസിസ് അല്ല ആന്ത്രാക്കോസിസ്, ബ്ലാക്ക് ലങ് ഡിസീസ് അല്ലെ, ബിസിനോസസ്,
ഏതായിരുന്നു ലിസ്നോസസ്? നമ്മൾ പറഞ്ഞായിരുന്നു ബ്രൗൺ ലങ് ഡിസീസ് അല്ലേ? അപ്പൊ അതൊക്കെ ഒക്യുപേഷണൽ ലങ് ഡിസോർഡേഴ്സിനെ എക്സാമ്പിൾ. ഇവിടെ ആന്ത്രാസിസ് തന്ന്, ആന്ത്രാക്കോസിസ് അല്ല, ആന്ത്രാസിസ് അത് ബാസിലസ് ആന്ത്രാസിസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, അല്ലാതെ ഒക്യുപേഷണൽ ലങ് ഡിസോർഡർ ആണോ? അല്ല. അടുത്തത് ബോട്ടുലിസം, ക്ലോസ്ട്രിഡിയം ബോട്ടുലിസം ഉണ്ടാക്കുന്നത് അല്ലെ, ഫുഡ് പോയ്സണിങ്, അതും ഒക്യുപേഷണൽ ലങ് ഡിസോർഡർ അല്ലല്ലോ. അടുത്തത് എംഫിസിമ, അത് ഹെവി സ്മോക്കേഴ്സിൽ കാണപ്പെടുന്നത് അല്ലെ, ചെയിൻ സ്മോക്കേഴ്സിലെ കണ്ടിന്യൂസ് സ്മോക്കിങ്ങിന്റെ ഫലമായിട്ട് ആ സ്മോക്കിനകത്തുള്ള കാർസിനോജൻസും നിക്കോട്ടിൻസും ഒക്കെ റെസ്പിറേറ്ററി മെംബ്രെയിൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് റെസ്പിറേറ്ററി മെംബ്രെയിൻ്റെ ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ തിക്നെസ് കൂട്ടും, സർഫസ് ഏരിയ കുറയ്ക്കും. സംടൈം ദാറ്റ് ലീഡ്സ് ചാൻസ് ഫോർ ദ ബ്ലോൺ ഔട്ട് ഓഫ് ദി അൽവിയോളെ. അതാണ് എംഫിസീമ എന്ന് പറയുന്നത്. അല്ലാതെ സിഗരറ്റ് സ്മോക്കിംഗ് ഒരു ജോലിയാണോ? നമ്മുടെ രാവിലെ 9 മണിക്ക് തുടങ്ങി 10 മണി വരെ, രാത്രി 10 മണി വരെ സിഗരറ്റ് സ്മോക്കിംഗ് ഒരു ജോലിയാണോ? അല്ല. അതേതാ? സിലിക്കോസിസ് ആണ്, ഒക്യുപേഷണൽ ലങ് ഡിസോർഡർ. കോമൺലി സീൻ ഇൻ പേഴ്സൺസ് വിച്ച് ഹാവ് വർക്ക്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് അല്ലെ, സാൻഡ് ആൻഡ് ക്ലേ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ക്വാരീസ് അല്ലെ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ മാസ്കും മറ്റൊന്ന് പ്രോപ്പർ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ ഇൻഹേൽ ചെയ്യുന്ന എയറിനകത്ത് പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടായിരിക്കാം, അതിനകത്ത് സിലിക്കൺ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് അയാളുടെ ലങ്ങിനുള്ളിലേക്ക് എന്നിട്ട് ലങ്ങിന്റെ അപ്പർ പാർട്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ലങ് സ്കാറിങ്ങിന് കാരണമാകാം അല്ലെ. ചിലപ്പോൾ അതാണ് സിലിക്കോസിസ്. സംടൈം ഇൻ ദാറ്റ് സിലിക്കോസിസ് കണ്ടീഷൻ, ആ സിലിക്കോസിസ് വരുന്ന ആൾക്കാരിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? അത് പ്രോളിഫറേഷൻ ഓഫ് ദി ഫൈബ്രസ് ടിഷ്യൂ ഇൻസൈഡ് ദി ലങ്സിന് കാരണമാകും. അതാണ് ലങ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇവിടെ ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാ? സെക്കൻഡ് വൺ, സിലിക്കോസിസ്. അതാണ് കറക്റ്റ് ആൻസർ. കിട്ടിയല്ലോ? Option 2, that is the correct answer. Okay, then now we going to question number 170. All the following are true regarding arthropods except. താഴെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ആർത്രോപോഡയെ സംബന്ധിച്ച് ശരിയാണ്, എക്സെപ്റ്റ്. അപ്പൊ ശരിയല്ലാത്തത് ഏതാണെന്ന് നോക്കാം. They consider over 2/3 of all named animal species. നമ്മുടെ ടോട്ടൽ നെയ്മഡ് അനിമൽ സ്പീഷീസിനകത്ത് 2/3 കോൺട്രിബ്യൂട്ട് ആരാണ്? ആർത്രോപോഡ്സ്, എസ്പെഷ്യലി ഇൻസെക്ട്സ്. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് റിഗാർഡഡ് വിത്ത് ഫൈലം ആർത്രോപോഡ. അടുത്തത്, ബോഡി ഈസ് ഡിവൈഡഡ് ഇൻടു ഹെഡ്, thorax and abdomen in majority of members. നമുക്കറിയാം majority of members in arthropoda are insects. Class Insecta. We can say that in all insects their body can be divisible into there are 3 distinct regions: anterior head, middle thorax and posterior abdomen. So it is also a true statement regarded with the phylum Arthropoda. ശരിയല്ലേ? കറക്റ്റ് ആണ്. അടുത്തത്, സ്റ്റാറ്റോസിസ്റ്റ് ഫോർ കീപ്പിംഗ് ബോഡി ബാലൻസ്. ബോഡി ബാലൻസ് കീപ്പ് ചെയ്യാനുള്ളതാണ് ഏതാ? സ്റ്റാറ്റോസിസ്റ്റ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഇനി ഫെർട്ടിലൈസേഷൻ ഈസ് മെയിൽ എക്സ്റ്റേണൽ ആണോ? നമ്മുടെ NCERT സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഓർക്കുന്നുണ്ടോ? Fertilization is usually internal അല്ലേ? ഇപ്പൊ ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി ഇന്റേണൽ. അങ്ങനെ വരണം എങ്കിൽ മാത്രമേ അത് ആർത്രോപോഡയെ സംബന്ധിച്ച് കറക്റ്റ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഫെർട്ടിലൈസേഷൻ മേലെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് താണ്ടെ ഇവിടെ ഇൻകറക്റ്റ്, ആർത്രോപോഡയെ സംബന്ധിച്ച് കറക്റ്റ് ആണ് എല്ലാം എക്സെപ്റ്റ്. ആ എക്സെപ്ഷൻ ആരാ? ദയ്യാണ്, ഫോർത്ത് ഓപ്ഷൻ അല്ലെ. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 4. അപ്പൊ നമ്മൾ മൊത്തം 20 ക്വസ്റ്റ്യൻസോടെ ചെയ്ത് കഴിഞ്ഞു. 80 മാർക്ക് കിട്ടി. എല്ലാവരും മാർക്കൊക്കെ കുറിച്ച് ഇടുന്ന അങ്ങനെ സൈഡിലോട്ട് കിട്ടിയോ? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 171. സെലക്ട് ദ മിസ്മാച്ച്ഡ് ഓപ്ഷൻ ഏതാണെന്ന് പറയാം. ഓക്കെ, എക്സ്ക്രീറ്ററി ട്യൂബ്സ് ആക്ച്വൽ മെന്തസ്. ശരിയാ, റൗണ്ട് ഓംസിന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു. അവർക്ക് ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്. ആ എക്സ്ക്രീറ്ററി ട്യൂബ് അവരുടെ സ്യൂഡോ സീലോമിക് ഫ്ലൂയിഡിൽ നിന്ന് അൺവാണ്ടഡ് ടോക്സിക് നൈട്രജനസ് വേസ്റ്റ് തിങ്സ് എസ്പെഷ്യലി അമോണിയ അത് കളക്ട് ചെയ്തിട്ട് ഒരു എക്സ്ക്രീറ്ററി പോർ വഴി പുറത്തേക്ക് ഓപ്പൺ ചെയ്യും. അതാണ് അവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പം ഉണ്ട്. ദാറ്റ് ഈസ് ട്രൂ. അടുത്തത്, ഫ്ലെയിം സെൽസ്. ദീസ് ആർ ദ ഫസ്റ്റ്ലി അപ്പിയർഡ് ഓർഗൻ ഇൻ ദി ബോഡി ഓഫ് ഫ്ലാറ്റ് വർമ്സ് ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. Nephridia, it is the excretory structure seen in the case of earthworm-like annelids. That is also true. Are the green glands or antennal glands? These are the excretory organ, or antennal, antennary glands, seen in the case of the prawn and crab-like aquatic arthropods. അവരിലൊക്കെയാണ് പ്രോണിലും ക്രാബിലൊക്കെ കാണുന്നതാണ് ഏതാ? ഗ്രീൻ ഗ്ലാൻഡ്സ്. അല്ലാതെ എക്കൈനോഡെർമേറ്റയ്ക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റമേ ഇല്ല അവിടെ. പകരം they excreted their nitrogenous waste through general body surface. അങ്ങനല്ലേ നമ്മൾ പഠിച്ചത്. അല്ലാതെ എക്കണോമിക്സിലെ ഏതെങ്കിലും എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ വരാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഏതാ? ഓപ്ഷൻ 4. That is the mismatched option. Answer is option 4th one. കിട്ടിയല്ലോ? Yes. Then we going to question number 172. The arteries become narrow
due to the deposition of calcium, fat, cholesterol and fibrous tissues on its wall. It leads to നമ്മുടെ ആർട്ടറീസിന്റെ ഇന്നർ വോൾസിന് അകത്ത് ഇന്നർ വോളില് കാൽഷ്യമോ അല്ലെങ്കിൽ ഏതാ ഫാറ്റോ കൊളസ്ട്രോളോ ഫൈബ്രസ് മെറ്റലൊക്കെ ഹെവി ക്വാണ്ടിറ്റി ഡിപ്പോസിറ്റ് ചെയ്താൽ അതിന്റെ ലൂമൻ നാരോഡാകും അല്ലെ. ലൂമൻ നാരോഡായി അതിൽ കൂടെയുള്ള ബ്ലഡിന്റെ ഫ്ലോ ഓഫ് സ്പീഡ് കുറയും. സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ബ്ലഡ് പിന്നെ ഓരോ ഓർഗൻസിലേക്കും എത്തിച്ചേരത്തില്ല. അതിന് നമ്മൾ വിളിക്കുന്നവരാണ് അതിറോസ്ക്ലിറോസിസ് അല്ലെ. അതിറോസ്ക്ലിറോസിസ്. ആൻസർ ഈസ് ഓപ്ഷൻ 2. ആൻജന പെക്ടോറിസ് പറഞ്ഞാൽ സ്ട്രാങ്കിൾഡ് ചെസ്റ്റ് അല്ലെ. നമ്മുടെ ഹാർട്ടിന്റെ വോളിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന കൊറോണറി ആർട്ടറി. കൊറോണറി ആർട്ടറിക്ക് അത് ഇതുപോലെ ഫാറ്റ് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ ലൂമൻ നാരോഡാകുകയും സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജനേറ്റ് ബ്ലഡ് ഹാർട്ട് വോളിലേക്ക് എത്തത്തില്ല. അപ്പം നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാകും. അതാണ് ഇത് ആൻജന പെക്ടോറിസ്. കോമൺലി സീൻ ഇൻ എൽഡർലി ആൻഡ് മിഡിൽ ഏജ്ഡ് പീപ്പിൾസ് അല്ലെ. അടുത്തത് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഏതാ ഹൈ ബ്ലഡ് പ്രഷർ അല്ലെ. 140/90 ആ ലെവലിലേക്ക് SBP യും DBP ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതാണ്, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരുമ്പോൾ അതാണ് ഇത് ഹൈപ്പർ ടെൻഷൻ. പിന്നെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവർ അല്ലെ. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവർ നമ്മുടെ ഏതാ heart failure to pump enough quantity of blood to distantly located body parts അല്ലെ. അതാണ് ഇതാ ഹാർട്ട് ഫെയിലുവർ എന്ന് പറയുന്നത്. ഓക്കെ, കൺജഷൻ ഓഫ് ലങ്സ് അതിന്റെ ഒരു സിംറ്റം ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഈ ഫാറ്റും കൊളസ്ട്രോളും മറ്റുമൊക്കെ ആർട്ടറീസിന്റെ വോൾസിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ലൂമൻ നാരോഡാവുകയും അങ്ങനെ ബ്ലഡ് ഫ്ലോ അവിടെ തടസ്സപ്പെടുകയും ചെയ്യുമ്പോൾ അതേതാ അതിറോസ്ക്ലിറോസിസ്, അതിരോമ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഏതാണ് ഓപ്ഷൻ. അത് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ, CAD. ആൻസർ ഈസ് ഓപ്ഷൻ 2. Then question number 173. Which of the following has only bacterial diseases? താഴത്തെ തന്നിരിക്കുന്നതിനകത്ത് ബാക്ടീരിയൽ ഡിസീസ് മാത്രം വരുന്നത് ഏത് ഓപ്ഷനകത്താന്ന് കിടക്കണം. ഒന്ന് ടൈഫോയിഡ്, സാൽമണല്ല ടൈഫേ ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലെ. എയ്ഡ്സ്, അത് ബാക്ടീരിയൽ ഡിസീസ് ആണോ? അല്ല, അത് പോയി. ട്യൂബർക്കുലോസിസ്, മൈക്രോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ്, അത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇനി പക്ഷെ മൊത്തം വന്നില്ലല്ലോ, അപ്പൊ അത് ഒഴിവാക്കാം. ഡിഫ്തീരിയ, അത് നമുക്ക് പറയാൻ പറ്റും കൊറിയൻ ബാക്ടീരിയം ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത്, അത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഹെർപ്പസ്, അതായത് ജനൈറ്റൽ ഹെർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് 2 ഉണ്ടാക്കുന്നത്, അത് ബാക്ടീരിയൽ ഡിസീസ് അല്ലല്ലോ. അടുത്തത് സ്മോൾ പോക്സ് അല്ല. അപ്പൊ നമുക്ക് ഇതാണ്ട് ഡിഫ്തീരിയ, അത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. പ്ലേഗ് എർസീനിയ പെസ്റ്റിസ് ഉണ്ടാക്കുന്നത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ടൈഫോയിഡ് കറക്റ്റ് ആയി. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ഓപ്ഷൻ 3. കോമൺ കോൾഡ് റൈനോ വൈറസ് ഉണ്ടാക്കുന്നതാണ് അല്ലെ, ബാക്ടീരിയൽ ഡിസീസ് അല്ലല്ലോ. മലേറിയ, അത് പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. ഡിസെൻട്രി, അമീബിക് ഡിസെൻട്രി അല്ലല്ലോ. അപ്പൊ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ ഏതാ 3. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 174. Given below are 2 statements. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, immunity obtained by injection of ready-made antibodies is called passive immunity. റെഡിമെയ്ഡ് ആന്റിബോഡീസിനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് ഏതാ പാസീവ് ഇമ്മ്യൂണിറ്റി. ദാറ്റ് ഈസ് ട്രൂ. ഇനി immunity obtained by introducing dead or living antigens is termed as active immunity. അതും ശരിയാണ് അല്ലെ. immunity obtained by introduction of the dead or living antigens, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അച്ചീവ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഏതാ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ശരിയല്ലേ? സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 1, ഫസ്റ്റ് വൺ അല്ലെ. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 174ന്റെ ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 175 ഇതിനകത്തില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 186 അതിലേക്കാണ് ഞാൻ പോകുന്നത്. 186. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ളത് നോക്കാം. PTH ഡിക്രീസസ് കാൽഷ്യം ലെവൽ ഓഫ് ബ്ലഡ്, അങ്ങനെയാണോ? PTH ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ ആണ്. സോ PTH വിൽ ഇൻക്രീസസ് അല്ലെ. PTH ഡിക്രീസസ് അല്ല, പിന്നെന്താ? PTH വിൽ ഇൻക്രീസസ് ഏതാ കാൽഷ്യം ലെവൽ ഓഫ് ബ്ലഡ്, അങ്ങനെയാണ്. ബിക്കോസ് PTH വിൽ കൺസിഡർ എ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. മനസ്സിലാണോ? അപ്പൊ അത് ഡിക്രീസസ് അല്ല, അത് ഫോൾസ് ആണ്. അടുത്തത് തൈമസ് സെക്രേറ്റ് തൈമോസിൻ, ശരിയല്ലേ? തൈമോസിൻ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂത്ത് ഹോർമോൺ എന്നൊക്കെ വിളിക്കാറുണ്ട്, അതിനാ ജുവനൈൽ ഹോർമോൺ എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ. അത് സെക്രീറ്റ് ചെയ്യുന്നത് ആരാ? തൈമസ് ഗ്ലാൻഡ് തന്നെയാണ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ. അടുത്തത് അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനൽ കോർട്ടെക്സ് വിൽ സെക്രീറ്റ് ഏതാ? ആൽഡോസ്റ്ററോൺ, ശരിയല്ലേ? അഡ്രിനൽ കോർട്ടെക്സിന്റെ 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ സോണ, ഗ്ലോമറുലോസ, അവര് സെക്രീറ്റ് ചെയ്യുന്ന മിനറാലോ കോർട്ടിക്കോയിഡിന് എക്സാമ്പിൾ ആണ് ആര്? ആൽഡോസ്റ്ററോൺ. സോൾട്ട് റീറ്റെയിനിങ് ഹോർമോൺ, ഹൈപ്പർ നട്രീമിക് ഹോർമോൺ, പഠിച്ചില്ലായിരുന്നോ? അപ്പൊ അത് അഡ്രിനൽ കോർട്ടെക്സ് എന്ന് വരുന്ന ഹോർമോൺ തന്നെയാണ് ആൽഡോസ്റ്ററോൺ. ദാറ്റ് ഈസ് ട്രൂ. അടുത്തത് എർത്രോപോയിറ്റിൻ സ്റ്റിമുലേറ്റ് എർത്രോപോയിസസ്, ശരിയാ? എർത്രോപോയിറ്റിൻ സെക്രീറ്റഡ് ബൈ JG cells. They will stimulate the erythroblast of the red bone marrow to produce more number of RBCs into the blood.
ഇസ് ക്ലിയർ? അപ്പൊ നമുക്ക് ഏതാണ് എറിത്രോപോയറ്റിൻ സ്റ്റിമുലേറ്റ് എറിത്രോപോയസിസ്. ഇറ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ. Then deficiency of vasopressin causes diabetes insipidus. ശരിയാ, vasopressin അഥവാ ADH ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ that will leads to the chance for the excess loss of water through urine. അല്ലെ, അത് യൂറിൻ വഴി വാട്ടർ പുറത്തേക്ക് പോകാൻ ഇടവരുത്തും. അതാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പം വാസോപ്രസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഈ പ്രോബ്ലം വരാം. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഗിവൻ ഓപ്ഷൻസ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയണം. എ ആൻഡ് ഡി ആർ ട്രൂ. എ ട്രൂ ആണോ? അല്ല, അപ്പൊ അത് പോയി. അടുത്തത് ഓൾ ആർ ട്രൂ എക്സെപ്റ്റ് ഇ. എല്ലാം ശരിയാണ്, ഇ ഒഴിച്ച്. ഇ തെറ്റാണെന്നാണോ പറയുന്നത്? അല്ല, അതും പോയി. ഇനി ഓൾ ആർ ട്രൂ, എല്ലാം ശരിയാണ് എക്സെപ്റ്റ് എ ഒഴിച്ച് ബാക്കിയെല്ലാം ശരിയാ. ശരിയല്ലേ? അപ്പൊ നമുക്ക് ദാണ്ടേ ആ എ മാത്രമാണ് തെറ്റിപ്പോയത്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ദാണ്ടേ ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാം. ഏതാ? സംശയം വേണ്ട, ഓപ്ഷൻ 3 അല്ലേ? കിട്ടിയാ നിങ്ങൾക്ക്? ചെയ്യുന്നുണ്ടോ എല്ലാവരും? ആകെപ്പാടെ ടയേർഡായോ? ഇല്ലല്ലോ. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 3. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 187. ഐഡന്റിഫൈ ദ കറക്റ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് പറയണം. നോക്കാം. ഈച്ച് സ്പെർമറ്റോഗോണിയം ഈസ് ഡിപ്ലോയിഡ് ആൻഡ് ഹാസ് 46 നമ്പർ ഓഫ് ക്രോമസോംസ്. ശരിയല്ലേ? ഓരോ സ്പെർമറ്റോഗോണിയം ഡിപ്ലോയിഡ് ആണ്. അടുത്ത 46 ക്രോമസോം ഉണ്ട്. ദാറ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ. അത് കറക്റ്റാ. അടുത്ത നമ്മൾ പറയുന്നത് തന്നെ spermatids are transferred into sperms through spermiation. അല്ല, spermatids are transferred into spermatozoa by a phenomenon called spermiogenesis. അല്ലെ, spermiation is the release of sperm from the Sertoli cells of seminiferous into its lumen. അതാണ് ഏതാ? spermiation. അല്ലെ, അപ്പൊ അത് ഫോൾസ് ആണ്. ഇനി the acrosome is filled with enzymes that help in fertilization. ശരിയല്ലേ? acrosome is filled with a certain proteolytic and lysosomal enzymes that will help for the penetration of sperm into the cytoplasm of ova which facilitate fertilization. acrosomal reaction. ഓർമ്മയുണ്ടോ? യെസ്. അപ്പൊ അത് ട്രൂ ആണ്. ഇനി അടുത്തത് ഹാപ്ലോയിഡ് sperm and ova fused to form a diploid zygote. അതാണ് ഫെർട്ടിലൈസേഷൻ. ദാറ്റ് ഈസ് ട്രൂ. അപ്പൊ എ ആൻഡ് ബി ആർ ട്രൂ. എ ആൻഡ് ബി ഫോൾസ് ആണ്. അത് പോയി. ഓൺലി സി ആൻഡ് ഡി ആർ ട്രൂ. സിയും ഡി മാത്രമേ ശരിയുള്ളൂ. അങ്ങനെയല്ലോ, എയും ട്രൂ അല്ലേ? അടുത്തത് ഓൾ ആർ ട്രൂ എക്സെപ്റ്റ് സി ഒഴിച്ച് ബാക്കിയെല്ലാം ശരിയാണെന്ന്. അങ്ങനെയാണോ? അല്ല, ഓൾ ആർ ട്രൂ എക്സെപ്റ്റ് ബി. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 4th അല്ലെ? 4th ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കിട്ടിയില്ലേ? യെസ്. Then we going to question number 188. Evolution of different species to a given geographic evolution of different species to a given area starting from a point and spreading to other geographical areas is known as, that is called adaptive radiation. അല്ലെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ 1. This is the correct answer for this question. അല്ലെ, പിന്നെ നാച്ചുറൽ സെലക്ഷൻ അല്ല, മ്യൂട്ടേഷനോ ഡൈവല്യൂഷനോ അല്ല. അതൊക്കെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴേ അറിയാം. അല്ലെ, ആൻസർ ഇസ് ഓപ്ഷൻ 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 189. അണ്ടർ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി സലൈവ ആൻഡ് ടിയേഴ്സ് ബിലോങ് ടു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കകത്ത്, ഇൻബോൺ ഇമ്മ്യൂണിറ്റിക്കകത്ത് സലൈവയും ടിയേഴ്സും വരുന്നത് സൈറ്റോകൈൻ ബാരിയർ അല്ല, അത് ഇന്റർഫോൺസ് ആണ്. സെല്ലുലാർ ബാരിയേഴ്സ് അല്ല, അത് PMN മാക്രോഫേജസും ആണ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ശരിയല്ലേ? ഫിസിക്കൽ ബാരിയേഴ്സ് സ്കിന്നും മ്യൂക്കോസയും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ 3. 189. നമുക്ക് 4 ക്വസ്റ്റ്യൻ കൂടി അവശേഷിക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 വന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 190. ഹ്യൂമൻ സെമിനൽ പ്ലാസ്മ ഈസ് റിച്ച് ഇൻ. സെമിനൽ പ്ലാസ്മയ്ക്കകത്തുള്ളത് ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ബട്ട് ഹാസ് നോ എൻസൈം. അങ്ങനെയാണോ? അല്ല, ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് സർട്ടൺ എൻസൈംസ്. അല്ലെ, ആൻസർ ഈസ് ഓപ്ഷൻ 2. അല്ലെ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 191. Which of the following is not released in response to a decrease in BP or blood volume? നമ്മുടെ ബ്ലഡ് വോളിയം കുറയുമ്പോൾ അല്ലെങ്കിൽ BP ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ റിലീസ് ചെയ്യാൻ പാടില്ലാത്തത് അതാ? ബ്ലഡ് വോളിയം കുറയുമ്പോൾ റിലീസ് ചെയ്യേണ്ടതെന്നല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് റിലീസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. നോട്ട് റിലീസ്ഡ്. അപ്പൊ ഏതാ? ANF. കാരണം ANF ആക്ട് ആസ് എ വാസോ ഡയലേറ്റർ. ANF വന്നുകൊണ്ടാണ് ബ്ലഡ് വെസലൊക്കെ ഡയലേറ്റ് ആയതും ബ്ലഡ് വോളിയം ബ്ലഡ് പ്രഷർ ഒക്കെ കുറഞ്ഞത്. അപ്പൊ പിന്നെയും ANF എന്നാൽ ശരിയാവുമോ? ഇല്ല. അപ്പൊ അങ്ങനെ റിലീസ് ചെയ്യേണ്ടത് ആരൊക്കെയാ? ആൾഡോസ്, ഈ പറഞ്ഞ വാസോപ്രസിനും മറ്റുമൊക്കെയാണ്, ഇതിനൊക്കെയാണ് അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ ഏതാ? ഫസ്റ്റ് 1 അല്ലെ? ഇനി അവരാണ് ഇത് കുറച്ചത്. അപ്പൊ പിന്നെ അവര് വരാൻ പാടില്ല. ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 192. മാർക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് ഏതാണെന്ന് പറയണം. ടെക്ടോറൽ മെമ്പറൈൻ നോൺ സെൻസറി മെമ്പറൈൻ. ശരിയല്ലേ? ആ ടെക്ടോറൽ മെമ്പറൈൻ നോൺ സെൻസറി മെമ്പറൈൻ ആണ്. ട്രൂ. ദെൻ ഓർഗൻസ് ഓഫ് കോർട്ടെ ആർ ഓൺ ബേസിലാർ മെമ്പറൈൻ. അതും പ്രസന്റ് ആയിരിക്കുന്നത് ബേസിലാർ മെമ്പറൈൻ ആണ്. നമ്മുടെ കോക്ലിയയുടെ ഡയഗ്രമാറ്റിക് വ്യൂ നോക്കിയാൽ അറിയാൻ പറ്റും. ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഓഫ് റെറ്റിന ആർ അഡ്ജസന്റ് ടു കോറോയിഡ്. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ട്രൂ.
അടുത്തത് ആക്സോൺസ് ഓഫ് ബൈപോളാർ സെൽസ് ബണ്ടിൽ ഒപ്റ്റിക് നെർവ് ആണോ? ആക്സോൺസ് ഓഫ് ബൈപോളാർ സെൽസ് ഒപ്റ്റിക് നെർവായി മാറുന്നു, അങ്ങനെയാണോ? ഒരിക്കലുമില്ല. ദർ ഈസ് ഫാൾസ് അല്ലേ. നമ്മൾ ഫോട്ടോ റിസപ്റ്റർ സെൽസ്, ബൈപോളാർ സെൽസ്, പിന്നെ ഗാംഗ്ലിയോൺ സെൽസ് അകത്തേക്ക് വരുമ്പോൾ നമ്മൾ റെറ്റിനയുടെ സ്ട്രക്ചർ എടുക്കുമ്പോൾ എങ്ങനെയാ ആദ്യം ലൈറ്റ് ഒന്ന് ഫോൾ ചെയ്യുന്നത് എവിടെയാ? നമ്മൾ പറയുന്ന ഫോട്ടോ റിസപ്റ്റർ സെൽസ്. പിന്നെ അവിടെ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടന്റിങ് ഇമ്പൾസ് കളക്ട് ചെയ്യുന്ന ബൈപോളാർ സെൽസ്, അത് ഗാംഗ്ലിയോൺ സെൽസിലേക്ക് പോകും. അവിടെ നിന്ന് തിരിച്ച് യു ടേൺ അടിക്കുന്നു അല്ലെ, നേരെ തിരിച്ചു വരുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഒപ്റ്റിക് നെർവ് കണ്ടുപോകും അല്ലെ. അപ്പൊ ഇവിടെ ആക്സോൺസ് ഓഫ് ബൈപോളാർ സെൽസ് ബണ്ടിൽ ഇൻടു ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ 4. Then we going to question number 193. Which of the following hormones play a significant role in osteoporosis? Osteoporosis അറിയാലോ, ലോ ബോൺ ഡെൻസിറ്റി ഡിസോർഡർ ആണ് അല്ലെ. ഇറ്റ് ഈസ് ദ ചാൻസ് ഫോർ ദ ഫ്രാക്ചർ ഓഫ് ബോൺസ് അല്ലെ. അതിന് കാരണം അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പ്രൊലാക്റ്റിൻ ഉണ്ടോ? മിൽക്ക് പ്രൊഡ്യൂസ് ഹോർമോൺ വരത്തില്ലല്ലോ. കോർട്ടിസോൾ ഇല്ല. ഇനി പ്രൊജസ്ട്രോൺ ഇല്ല. ആൽഡോസ്ട്രോൺ ഒരിക്കലും വരികയില്ല. ദെൻ PTH അത് വേണമെങ്കിൽ പറയാം. PTH ഓക്കെ, പ്രൊലാക്റ്റിൻ. കാരണം PTHന്റെ സെക്രീഷൻ കൂടിയാൽ ഹൈപ്പർ പാരാതൈറോയിഡിസം വന്നാൽ അവര് ബോൺസിലെ കാൽഷ്യം മൊത്തം റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിൽ കൊണ്ടുവരും. അപ്പോൾ ബോൺസിനകത്ത് കാൽഷ്യം കുറയും, ലീഡ്സ് ചാൻസ് ഫോർ ഇറ്റ്സ് ഫ്രാക്ചർ അല്ലെ. അപ്പൊ അത് വരും. പക്ഷേ പ്രൊലാക്റ്റിൻ വരത്തില്ലല്ലോ. ഇനി ഈസ്ട്രജൻ, ഫീമെയിൽസിൽ മിനോപോസ് ആകുമ്പോൾ ഈസ്ട്രജൻ സെക്രീഷൻ കുറയും. കാരണം ഈസ്ട്രജന്റെയും ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ബോണിലേക്ക് കാൽഷ്യത്തിന് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രെങ്തനസ് കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ മിനോപോസിലേക്ക് വരുമ്പോൾ ഫീമെയിലിൽ ഈസ്ട്രജൻ സെക്രീഷൻ കുറയുകയും അതിന്റെ ഫലമായിട്ട് കാൽഷ്യം ഡിപ്പോസിഷൻ ഇൻ ബോൺസ് കുറയുകയും ചെയ്യും. ലീഡ്സ് ചാൻസ് ഫോർ ഓസ്റ്റിയോപോറോസിസ് അല്ലെ. അതുപോലെ പാരാതൈറോയ്ഡ് ഹോർമോൺ അതിന്റെ ഹൈപ്പർ സെക്രീഷൻ ഈസ്ട്രജൻ ലെവൽ കുറയുമ്പോൾ, പാരാതൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ അവര് ബോൺസിൽ നിന്ന് കാൽഷ്യത്തിനെ വലിച്ചെടുത്തോണ്ട് പോകും. ബോൺ ഡിസൊല്യൂഷൻ നടത്തിയ, ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി നടത്തിയ. അപ്പൊ ഇവർ രണ്ടുപേരും ഏതിന് കാരണമാകുന്നവരാ? ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ്. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 4th one. ശരിയല്ലേ? Yes. Then we going to question number 194. Given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ബ്ലഡ് പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കോൾഡ് സിറം. പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഏതാ? സിറം. ദാറ്റ് ഈസ് ട്രൂ അല്ലെ. അടുത്തത് ദ ആക്റ്റീവ് ഫോം ഓഫ് പ്രോത്രോംബിൻ. ആക്റ്റീവ് ഫോം ഓഫ് പ്രോത്രോംബിൻ ആണ്. പ്രോത്രോംബിന്റെ ആക്റ്റീവ് ഫോം ആരാ? ത്രോംബിൻ. That will convert fibrinogen to fibrin. ശരിയല്ലേ? So in the light of the above statements, choose the most appropriate answer from the options given below. ഏതാ? Both the statement 1 and statement 2 are correct. Answer is option 2nd. കിട്ടിയായിരുന്നോ? ശ്രദ്ധിച്ചാണ്. ആക്റ്റീവ് ഫോം ഓഫ് പ്രോത്രോംബിൻ തന്നിരിക്കുന്നത്. അത് ത്രോംബിനായി കഴിഞ്ഞു. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 195. Assertion reason type ആണ്. Assertion ciliate epithelium is present in the inner lining of trachea and large bronchi. ശരിയല്ലയോ? നേരത്തെ നമ്മൾ പറഞ്ഞ ലാർജ് ബ്രോങ്കിയിലും ട്രക്കിയിലും ciliated columnar epithelium ഉണ്ട്. Pseudostatic ciliated columnar epithelium. That is true. അത് ട്രൂ ആണ്. ഇനി റീസൺ സീലിയറി മൂവ്മെന്റ് പ്രൊപ്പൽ മ്യൂക്കസ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ടുവേർഡ്സ് അൽവിയോളെ. അവിടെ സീലിയറി എപ്പിത്തീലിയം ഉള്ളത് എന്തിനാ? അവര് ഏതാ മ്യൂക്കസിനെയും ഫോറിൻ പാർട്ടിക്കിൾസിനെയും അൽവിയോളയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണോ? ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ അൽവിയോളയിലേക്ക് കൊണ്ടുപോവുകയാണോ ചെയ്യുന്നത്? ആണോ? അല്ല, അത് ഫോൾസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഏതാണ്ട് ഇഫ് അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അപ്പൊ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ ഏതാണ്? 3. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുണ്ടായിരുന്നത്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തല്ലോ. ഫുൾ മാർക്ക് കിട്ടിയോ എല്ലാവർക്കും? എല്ലാം ശരിയായോ? അപ്പൊ ശരിയായില്ലെങ്കിൽ തെറ്റിയത് എവിടെയാണ്, എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് ഒന്ന് സൂക്ഷ്മം ഒബ്സർവ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ വീണ്ടും എനർജറ്റിക്ക. നമുക്കിനി ദിവസങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലെ. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച കൂടി മാക്സിമം നമുക്ക് കിട്ടും. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. കിട്ടുന്നിടത്തോളം ഇത്ര നേരം യൂട്ടിലൈസ് ചെയ്തു അതുപോലെ മാക്സിമം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇത്ര നേരം സഹിച്ചിരുന്നതിന് വളരെ നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും വീണ്ടും വരിക, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ വിജയം എന്നുള്ളത് കേട്ടോ. അപ്പൊ ശരി, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.